സ്കൂളിലൊന്നും സ്റ്റേജിൽ കയറിയിട്ടേ ഇല്ല. ആ സമയത്ത് താല്പര്യം മുഴുവൻ ക്രിക്കറ്റ് കളിയായിരുന്നു താല്പര്യം. ഇനിയിപ്പോൾ അവരുടെ കൂടെ അലൻ ഡൊണാൾഡോ വക്കാർ യൂനിസോ കളിക്കാൻ വന്നാൽ പോലും നമുക്ക് ഇന്ന് ഈ കളി ജയിച്ചേ പറ്റൂ. വക്കാർ യൂനിസൊക്കെ ഇന്ന് കളിക്കാൻ വരും. പറക്കേ ഈ അബീക്കയുടെ മിമിക്രി കാണാൻ ഒരു തവണ. അപ്പം അങ്ങനെ നാട്ടിൽ രണ്ടും കൽപ്പിച്ച് ഞാനും ഈ പറഞ്ഞ സുഹൃത്തും കൂടി ഇത് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അതായത് മിമിക്രി ചെയ്യാൻ. അങ്ങനെ ആ പരിപാടി വൻ ഫ്ലോപ്പായിരുന്നു. ആ സമയത്താണ് ലാലേട്ടൻ്റെ പടം വരുന്നത് ആര്യൻ. അപ്പോൾ ഉള്ളിൽ അറിയാതെ ഒരു ചെറിയൊരു ചാഞ്ചാട്ടം ഇങ്ങനെ കയറി ഇതേപോലെ എങ്ങനെ പോയി ഒരുത്തനെ എങ്ങനെ ഇടിച്ചിട്ടിട്ട് ഇനി അവിടെ എങ്ങനെ ഒരു ദാതെ ആയാലോ. അങ്ങനെ ഈ ബോംബെയിൽ ചെന്ന് ഇറങ്ങിയപ്പോഴാണ് ഞാനൊരു സത്യം മനസ്സിലാക്കുന്നത്. ഞാൻ ഈ കണ്ട ചിത്രഹാരം ഇതൊന്നല്ല ഈ സംഭവം. എനിക്ക് ഹിന്ദി സംസാരിക്കാൻ പോലും അറിയില്ല എന്നുള്ളത് എനിക്ക് അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഞാൻ വിചാരിച്ചു എനിക്കറിയാം. അവിടെ ഓരോ തൊഴിലുകളായിട്ട് ചെയ്യാൻ ആരംഭിച്ചു. ഹോട്ടൽ വെയിറ്ററായിട്ട് ജോലി ചെയ്തു, കൊറിയർ ബോയ് ആയിട്ട് ജോലി ചെയ്തു, ലോറിയിൽ ക്ലീനറായിട്ട് പോയി, ഒരു പത്രത്തിൽ ജോലി ചെയ്തു. അതിനുശേഷം ഞാൻ പിന്നെ ഒരു മെഡിക്കൽ കമ്പനിയിൽ ജോയിൻ ചെയ്തു. മെഡിക്കൽ റെപ്പ്. നീ സയൻസാണ് ഡിഗ്രി എന്നാണ് നിന്റെ പറഞ്ഞിരിക്കുന്നത്, സർട്ടിഫിക്കറ്റ് ഒന്നും ചോദിക്കില്ല, പക്ഷേ ഇന്റർവ്യൂ എടുക്കുന്നുണ്ട്. ഈ തിവാരി എന്നോട് എൻ്റെ ഓർമ്മ അനുസരിച്ച് ആറ് ഗ്രാജുവേറ്റ് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അറിയാവുന്ന നോ എന്ന് പറഞ്ഞു. ഇവർ എസ് എന്ന് പറയാൻ എന്നോട് പറഞ്ഞത് നോ. അപ്പം എന്നിട്ട് ഞാൻ പുള്ളിയോട് സാർ ആറ് ഗ്രാജുവേറ്റ് എന്ന് ചോദിച്ചു. പിന്നെ എൻ്റെ നെക്സ്റ്റ് കട്ട് എന്താണെന്നറിയോ? ഈ അകത്തേക്ക് പോയാൽ ഞാൻ പുറത്തേക്ക് വരുന്നത് ഈ സന്ദീപൊക്കെ മെഡിക്കൽ റെപ്പാണ്. ഞാൻ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഏരിയ സെയിൽസ് മാനേജറായി ആ കമ്പനിയിൽ. അന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ബോംബെയിലൊക്കെ ഈ ധാരാവി എന്നൊക്കെ പറഞ്ഞു പല ചേരികളിലുമുള്ള ഈ ഡോക്ടേഴ്സ് എല്ലാം പലതും ക്വാളിഫൈഡ് അല്ല. അവരൊക്കെ തട്ടിപ്പ് ഡോക്ടർമാരാണ്. ഇവനും അതിനേക്കാളും വലിയ തട്ടിപ്പായിരിക്കും. ഞാൻ ഈ പാൻറ്റീൻ ചെയ്ത് വന്നേക്കുന്ന പോലെയാണ് ഈ ഡോക്ടർ. കൊറിയർ കമ്പനിയിൽ പാണ്ഡ്യാസ് കൊറിയർ എന്നായിരുന്നു എൻ്റെ പേര്. അപ്പം അന്ന് ഇതുപോലെ ഒരു കൊറിയർ വരികയാണ് അതുപോലെ ജാക്കി ഷറഫിൻ്റെ പേരിൽ. അപ്പോൾ എൻ്റെ വിചാരം എന്താണ്, ജാക്കി ഷറഫ് നേരിട്ട് ഇറങ്ങി വരുന്നു, എന്നെ കെട്ടിപ്പിടിക്കുന്നു, എൻ്റെ കയ്യിൽ നിന്ന് കൊറിയർ മേടിക്കുന്നു. പാൻഡ്രയിലി പാലിഹില്ല ഏരിയയിൽ എവിടെയാണ് ഇയാളുടെ വീട്ടിൽ ഡ്രസ്സും തപ്പി പിടിച്ച് പോവാണ്. അങ്ങനെ പോയി അത് പിന്നെ പുറത്താരും പറയാൻ പോയില്ല ഈ ചമ്മല്. കാരണം അപ്പോൾ അതിനുശേഷം പിന്നെ അങ്ങനെ വേറെ ലെറ്റർ വന്നാലും നമ്മളിങ്ങനെ ഈ അപ്പോഴാണ് നമ്മളൊരു സുഹൃത്തുമായിട്ട് പരിചയപ്പെടുന്നത്. സുഹൃത്തിലായി കഴിഞ്ഞിട്ട് സോം പറഞ്ഞ ഇവിടെ പരിപാടിയുണ്ട് സമയത്തിൻ്റെ, ഞാനും സോമനും കൂടി ചേർന്ന് മിമിക്രി അവതരിപ്പിക്കുന്നു. അപ്പോൾ അത് അവിടെ ഭയങ്കര ഹിറ്റാവുന്നു. അമിതാഭ് ബച്ചൻ്റെ മറ്റേ കുദാഹവേല ഡയലോഗ്, നമ്മളോട് വെറുതെ നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് സിനിമയിൽ അഭിനയിച്ചു കൂടാം. അങ്ങനെ ഞങ്ങളൊരു തീരുമാനം എടുക്കുകയാണ്, കേരളത്തിലേക്ക് വന്ന് സിനിമയിൽ അഭിനയിച്ച് കളയാം. ഒരു വല്ലാത്ത ഇറക്കമായിരുന്നു. ഏകദേശം ഒരു 1.5-2 മാസം നീണ്ടു നിന്ന അന്വേഷണമായിരുന്നു. അങ്ങനെ നിന്ന് കാലിൽ നീര് വന്നിട്ടുണ്ട്. വൈകിട്ട് വരെ നിന്നു, പക്ഷെ വിളിച്ചില്ല. സംവിധായകൻ മൂഡ് ഔട്ടാന്നൊക്കെ പറഞ്ഞ് വണ്ടി കയറിപ്പോയി. ചിലർ വീട്ടിൽ പോലും കയറ്റാത്തതുണ്ട്. പിന്നെ അടുത്തൊരു താങ്ക്സ് ഗീവൺ വ്യക്തിയുടെ പേരാണ് രാജീവ്. എൻ്റെ സുഹൃത്താണ് ഡയറക്ടർ ലാൽ ജോസ്. ഞാൻ പറയാം ലാൽ ജോസിനോട്, മീശ മാധവനും പറഞ്ഞ് ലാൽ ജോസിൻ്റെ പുതിയ ചിത്രം മാർച്ചിൽ ഷൂട്ടിംഗ് ആരംഭിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. നമ്മളിതിൽ എന്ത് റോളാണ് ഒന്നും അറിയില്ല. അപ്പോൾ ഇവരുടെ മുമ്പിൽ വെച്ചിട്ട് ലാൽ ജോസ് പറയുകയാണ്, ഇവര് ബോംബെന്ന് വന്ന എൻ്റെ സുഹൃത്തുക്കളാണ്, ഇതിലാണ് ദിലീപിൻ്റെ കൂട്ടുകാരായിട്ടുള്ള വേഷം ചെയ്യുന്ന ഇവരാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് നമുക്ക് ദിലീപിൻ്റെ കൂട്ടുകാരായിട്ടാണ് ഞങ്ങൾ വേഷം ചെയ്യുന്നത്. അതാണ് സിനിമയിലെ ആദ്യത്തെ ഡയലോഗ്. അത് ഞാൻ എൻ്റെ ശബ്ദത്തിൽ തന്നെ ഡബ് ചെയ്യുകയും ചെയ്തു. വരണ വഴിക്ക് നമ്മുടെ ഈ കൃഷ്ണനെ ആ പൊതുവാലിനെ പട്ടി ഓടിച്ചിട്ട് ചില ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് മലയാള സിനിമയിലേക്ക് ഫസ്റ്റ് പടത്തിൽ കണി കാണിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. From a dream-filled boy in Kerala to a celebrated actor, casting director, filmmaker, and the man who opened doors for countless talents, his journey is nothing short of inspiring. He came to cinema with nothing but dreams, and today he shapes the dreams of others. He struggled, he survived, and he soared, rising from humble beginnings to become one of the most trusted names in Malayalam cinema. A true powerhouse of passion, persistence, and purpose. A living reminder that destiny can be rewritten by courage and consistency. Today with Shine with Nalan, we sit down with the incredible Dinesh Prabhakar to uncover the untold chapters of a life that continues to inspire, moreover influence countless dreamers. Let's welcome aboard Dinesh Prabhakar and let's listen to his wonderful, inspiring, influential stories. Prabhakar ji, namaskaram. നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നോ?
സുഖമായിട്ടിരിക്കുന്നു. അങ്ങനെയല്ലേ വേണ്ടത്. നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു പുതുവർഷത്തെ വരവേൽക്കാൻ പോകുന്ന ഒരു സമയമാണിപ്പോൾ. അതെ അതെ. ഡിസംബർ മാസം എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു പറഞ്ഞ പോലെ ഒരു താങ്ക്സ് ഗിവിങ് മാസം, ഓർമ്മകളുടെ ഒരു മാസം, ഒരു വർഷം കഴിയാൻ പോകുന്നു. അപ്പോൾ വർഷത്തിൻ്റെ കണക്കെടുപ്പും, അതെ. അപ്പോൾ ഇനി പുതുവർഷത്തിൽ എന്താണോ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ആലോചനകളും പ്ലാനിങ്ങുകളും പരിപാടികളും. അപ്പോൾ നമ്മുടെ ഈ അഭിമുഖം, അതായത് ഈ എന്താ പറയുക, ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ചൈൽഡ്ഹുഡ് സ്റ്റോറീസ്, നമ്മുടെ കുട്ടിക്കാലം. ഏത് സ്കൂളിലാണ് പഠിച്ചത്? ഞാൻ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്തുള്ള പുല്ലുവഴി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് സ്കൂൾ വിദ്യാഭ്യാസം. അതായത് 10ാം ക്ലാസ് വരെ. അതിൽ LP സ്കൂളുണ്ട് ഗവൺമെൻറ്, അതിലാണ് 4ാം ക്ലാസ് വരെ. അത് കഴിഞ്ഞ് പിന്നെ 5 മുതൽ 10 വരെ ജയകേരളം ഹൈസ്കൂൾ എന്ന് പറഞ്ഞ് പുല്ലുവഴി, അവിടെയാണ് പഠിച്ചത്. അപ്പോൾ അത് അച്ഛൻ്റെ വീട് പുല്ലുവഴിയായിരുന്നു. പുല്ലുവഴിയാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അമ്മയുടെ വീട് ആയിരുന്നു പെരുമ്പാവൂര്. അപ്പോൾ പിന്നീട് ഞാനൊരു 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ പെരുമ്പാവൂരേക്ക് താമസം മാറാണ് ഉണ്ടായത്. പഠിത്തത്തിലൊക്കെ എങ്ങനെയായിരുന്നു? പഠിത്തത്തിൽ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ നോട്ട് ബാഡ്, നോട്ട് വെരി ഗുഡ്. കാണിച്ചുകൂട്ടി എന്തെങ്കിലും കുസൃതങ്ങളോ? സത്യം പറഞ്ഞാൽ എല്ലാം ഇങ്ങനെ വൈപ്പ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈഫിൽ നമ്മളൊരു സ്കൂൾ കാലഘട്ടം കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു ടേണിംഗ് പോയിന്റിലേക്ക് അങ്ങനെ പോയതുകൊണ്ട് പിന്നെ ആ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് ഓരോ മെമ്മറീസ് ആയിട്ട് ഓർമ്മയുണ്ടോ? ഹെഡ് മാസ്റ്റർ അന്ന് വടിയും കൊണ്ടൊക്കെ ഹെഡ് മിസ്റ്റേഴ്സ് ആയിരുന്നു, അത് ഓർമ്മയുണ്ട്. വടിയും കൊണ്ട്. അത് പിന്നെ ഹെഡ്മിസ്റ്ററിന്റെ പേര് ഇന്ദിരാവതി അമ്മ എന്ന് പറയുന്നത്. ഇന്ദിരാവതി അമ്മയ്ക്ക് ഒരു താങ്ക് യു പറയാണ്. അന്നത്തെ അടിയൊക്കെ കിട്ടിയിട്ടുണ്ടോ? പിന്നെ അടി ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. ഓടി നടന്ന് വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാ സാറുമാരുടെയും അടി കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയാനായിട്ട് സ്കൂളിലൊന്നും സ്റ്റേജിൽ കയറിയിട്ടേ ഇല്ല. കാരണം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കലാപരമായിട്ട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് താല്പര്യം മുഴുവൻ കളിയിലായിരുന്നു, ക്രിക്കറ്റ് കളിയായിരുന്നു താല്പര്യം. അതായത് 10ാം ക്ലാസ് വരെ കണ്ടിന്യൂസ് ക്രിക്കറ്റ് കളിയായിരുന്നു. അപ്പോൾ ബൗളറായിരുന്നു, ഫാസ്റ്റ് ബൗളറായിരുന്നു, ഫസ്റ്റ് ഓപ്പണിംഗ് ബോളറായിരുന്നു. ഹാട്രിക് എല്ലാം എടുത്തിട്ടുണ്ട് ടൂർണമെൻറ്റിലൊക്കെ. അന്ന് ഒരു പാട്രിക് പാറ്റേഴ്സൺ എന്നും പറഞ്ഞ് വെസ്റ്റ് ഇൻഡീസിൻ്റെ ഒരു ബോളറുണ്ട്. പുള്ളിയുടെ ഒരു ബോളിംഗ് രീതിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ടൊക്കെയാണ് അന്ന് ചെയ്തുകൊണ്ട് കുറേ ദൂരത്തുനിന്ന് ഒരാവശ്യമില്ലാതെ ഓടി, കുറേ ദൂരത്തുനിന്ന് ഓടി വരിക. ശരിക്കും അടുത്തുനിന്ന് ഓടിയാലും ആ ബോൾ അതുപോലെ ചെയ്യാം. പക്ഷെ നമ്മൾ ഈ മറ്റേ TV-യിൽ കണ്ട ആക്ഷൻ അനുകരിക്കാൻ വേണ്ടിയിട്ട് കുറേ ദൂരത്തുനിന്ന് വെറുതെ ഓടി വരിക. അപ്പോൾ ബാറ്റ്സ്മാനും തോന്നും കുറേ ദൂരത്തുനിന്ന് വരുമ്പോൾ ഇവൻ ഭയങ്കര എയറായിരിക്കും അറിയാൻ പോകുന്നത്. പക്ഷേ ഈ ഹൈറ്റ് കൂടുതലുള്ളത് കൊണ്ടും ഇങ്ങനെ കൈക്ക് നീളം കൊണ്ടുകൊണ്ട് നമുക്ക് ബോളിംഗ് കുറച്ചും കൂടി അനായാസമായിരുന്നു. ബാറ്റ്സ്മാൻ ഒരു ലാസ്റ്റ് ഡൗൺ അല്ലെങ്കിൽ അതിന് മുമ്പിലത്തെ അങ്ങനെയൊക്കെയാണ് ഇറങ്ങാറ് എപ്പോഴും. അപ്പോൾ അന്നും ബോളിങ്ങിലായിരുന്നു താല്പര്യം. അപ്പോൾ ഈ സ്കൂളിൽ എന്തെങ്കിലും ഇപ്പോൾ സ്കൂളിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ രാവിലെ ചെല്ലുമ്പോൾ അറിയുന്ന സമരമാണ്, എന്തെങ്കിലും കാര്യത്തിന് വിദ്യാർത്ഥി സമരം, അല്ലെങ്കിൽ യൂത്ത് ഫെസ്റ്റിവൽ, അല്ലെങ്കിൽ ആനിവേഴ്സറി, ഇങ്ങനത്തെ പരിപാടിയൊക്കെ നടക്കുമ്പോൾ സ്കൂൾ സ്കിപ്പ് ചെയ്യുകയാണ്. അതായത് സ്കൂളിലേക്ക് പോകില്ല, നേരെ കളിക്കാൻ പോകും. അതായത് ഒരു ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ അന്നുള്ള ഒരു 3-4 ഫ്രണ്ട്സ് ഉണ്ട്, അവരിപ്പോഴും ഉണ്ട്. അവരുടെ പേരുകൾ ഇപ്പോൾ ഒരു രാജേഷ്, നമ്മുടെ ഏബിൾ, ദീപേഷ്, നന്ദകുമാർ, ഒരു സദാശിവൻ, അങ്ങനെ കുറച്ച് പേരുണ്ട്. അപ്പോൾ അവരുമായിട്ട് കണക്റ്റഡ് ആയത് പിന്നെ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സോഷ്യൽ മീഡിയ. ക്രിക്കറ്റ് പ്ലേയേഴ്സ് ആയോ? ആരും ക്രിക്കറ്റ് പ്ലേയേഴ്സ് ആയില്ല. അതിൽ ഈ രാജേഷ് എന്ന് പറയുന്നവൻ ഭയങ്കര പാഷനായിരുന്നു. അവനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ മക്കളെ ഭയങ്കരമായിട്ട് കൊണ്ടു നടക്കുകയാണ് ക്രിക്കറ്റ്. അതിൽ അവൻ്റെ മകളിപ്പോൾ അണ്ടർ 19 എന്തോ വരെ എത്തി. അടിപൊളി. അപ്പോൾ അവൻ ഇതിന് വേണ്ടി സമയം ചെലവഴിച്ച് പിള്ളേരെ ടേബിൾ ടെന്നീസ്, ക്രിക്കറ്റ്, ബാഡ്മിൻ്റൺ എല്ലാം അവൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. എന്നിട്ടും അവൻ ലീവ് വരെ എടുത്തിട്ട് പിള്ളേരെ കൊണ്ട് നടക്കുകയാണ്. എനിക്ക് തോന്നുന്നത് എനിക്ക് ആ 1983 സിനിമയാണ് അപ്പോൾ അതിൽ ഓർമ്മ വന്നത്. കാരണം അവനോ ക്രിക്കറ്റ് കളിക്കാരനാവാൻ പറ്റില്ല, അപ്പോൾ അവൻ്റെ മക്കളെങ്കിലും ആക്കാൻ വേണ്ടിയിട്ട് അവൻ ട്രൈ ചെയ്യുന്ന ഒരു സ്റ്റോറി, ഭയങ്കര ഇൻസ്പയറിംഗ് സ്റ്റോറിയാണല്ലോ അത്. അതേപോലെയാണ് ഈ രാജേഷിൻ്റെ കാര്യം. കാരണം ഞങ്ങൾ അത്രയ്ക്കും ക്രിക്കറ്റ് കളിച്ചാൽ, പക്ഷെ അന്ന് ക്രിക്കറ്റ് കളിക്കാമെന്നും പറഞ്ഞാൽ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വടിയെടുത്ത് തല്ലും. അതായിരുന്നു അവസ്ഥ. കളിക്കാൻ പാടില്ലല്ലോ, നടക്കുക. എന്നെ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വന്ന് തല്ലി വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട് അമ്മ. ഭക്ഷണം കഴിക്കാത്തതിനാണ് കേട്ടോ, അല്ലാണ്ട് ക്രിക്കറ്റ് കളിച്ചാണല്ലോ. അതായത് ഭക്ഷണം കഴിച്ചിട്ട് പോയി കളിച്ചോ എന്നുള്ളതാണ് അമ്മയുടെ ഒരു റൂൾ. അപ്പം അമ്മയുടെ പേര് സരോജിനി അമ്മ. അപ്പോൾ അമ്മ ഇത് കഴിക്കാൻ പോലും ചെല്ലാണ്ട് ക്രിക്കറ്റ് കളിയാണ്. അത്രയും പാഷനേറ്റ്. അന്ന് ഈ തെങ്ങും തോപ്പിലൊക്കെ കളിക്കും. ഈ തെങ്ങിൻ്റെ മടലെടുത്ത് ബാറ്റ് ഉണ്ടാക്കും, മറ്റേ മരം കൊണ്ട് അറുത്ത് ബാറ്റ് ഉണ്ടാക്കിച്ച് കൊണ്ടുവരും. മടലും ഉണ്ട്. മടൽ കഴിഞ്ഞിട്ടാണ് പിന്നെ മരത്തിൻ്റെ ബാറ്റ് കിട്ടുന്നത്. 1983 ഫിലിമിൽ അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് തെങ്ങേല അടിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ പിടിച്ചാൽ ഔട്ട്, അടിക്കുമ്പോൾ തെങ്ങേല അടിച്ചിട്ട് ബോൾ റിട്ടേൺ വരുമല്ലോ. അങ്ങനത്തെ വിചിത്രമായ നിയമങ്ങൾ. അടിച്ച് കാട്ടിലേക്ക് വിട്ടാൽ ഔട്ട്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ
അങ്ങനത്തെ നാട്ടിൻപുറത്തെ വിചിത്രമായ നിയമങ്ങളൊക്കെയാണ്. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ല, ക്രിക്കറ്റ് ഭയങ്കര റിനൗണ്ട് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആളുകൾക്ക് അത്രയും പ്രോത്സാഹനം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു നാട്ടിൽ നന്നായിട്ട് കളിക്കുന്നവരുണ്ടെങ്കിൽ അവരെ സെലക്ട് ചെയ്യാനും അവരെ എൻകറേജ് ചെയ്യാനും അവർക്ക് പോകാൻ അക്കാദമികളും പരിശീലിപ്പിക്കാൻ സ്ഥലങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്കോട് നമ്മുടെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. തൃപ്പൂണിത്തുറയൊക്കെ പൂജ ക്രിക്കറ്റ് ക്ലബ്ബൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആരും പ്രോത്സാഹിപ്പിക്കാൻ കണ്ടില്ല, ആരും അറിഞ്ഞില്ല. പിന്നെ ഈ ക്രിക്കറ്റിൽ നിന്ന് എപ്പോഴാണ് ഈ സിനിമയിലേക്കുള്ള അതാണ് അതൊരു ചേഞ്ചാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ആ റൂട്ട് തുടർന്ന് പോയിരുന്നെങ്കിൽ അന്നൊരു പ്രോത്സാഹനം കിട്ടിയിരുന്നെങ്കിൽ മേ ബി ഞാനൊരു ക്രിക്കറ്റർ ആയേനെ, ഞാനൊരു ബോളറായിട്ട് മാറിയേനെ. എൻ്റെ ഒരു ഫസ്റ്റ് പാഷനും ഫസ്റ്റ് ഇത് വന്നത് അതാണ്. സ്കൂൾ ലൈഫിൽ ചെറുപ്പത്തിലെ ഒരു കുട്ടിക്കാലം കഴിഞ്ഞിട്ട് ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കാറില്ല. ഇപ്പം നമ്മൾ ആർട്ടിസ്റ്റുകളുടെ CC അതും ഇതൊക്കെ ഇവരൊക്കെ കളിക്കുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോൾ എനിക്ക് എന്തോ സമയവും കിട്ടാറില്ല. പിന്നെ ആ ഒരു അതിൽ നിന്ന് മനസ്സ് പോയി. പക്ഷെ ക്രിക്കറ്റ് ഇപ്പോഴും വാച്ച് ചെയ്യുന്നുണ്ട്, ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. മാച്ചസ് എല്ലാം തിരിച്ചു പിടിക്കണം പോകുന്നതിന് മുമ്പ് അല്ലേ? അതല്ല, ക്രിക്കറ്റ് കളിക്കാനും ഇപ്പോൾ നമ്മൾ ഈ മസിൽ മെമ്മറി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് മെമ്മറി നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ബോൾ എങ്ങനെയാണ് എറിയേണ്ടതെന്നും ഏത് റണ്ണപ്പും പരിപാടികളെല്ലാം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ വരാമെന്നുള്ളൂ, വരുത്തണമെന്നേ. അതെ, അല്ല പക്ഷേ അതുകൊണ്ട് 1983 എന്ന് പറഞ്ഞ ഫിലിം ചെയ്തപ്പോൾ അത് ഭയങ്കര ഒരു ടച്ചിങ് ആയിട്ട് തോന്നി. അപ്പോൾ അതിൽ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായിരുന്നു ഞാൻ. ആംബ്രോസ് സജി എന്നാണ് അതിൽ ക്യാരക്ടറിൻ്റെ പേര്. അപ്പോൾ ആംബ്രോസിൻ്റെ ആക്ഷനിൽ ബോൾ ചെയ്യുക എന്നുള്ളതാണ് അതിൽ പറയുന്നത്. ഫാസ്റ്റ് ബോളർ തന്നെയായിട്ടാണ് അതിൽ അഭിനയിച്ചത്. അപ്പോൾ ടീമിലുള്ളവരെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ആളായിട്ട് ജീവിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ കുറേ മൂമെൻറ്റ്സ് അതേപോലെ തന്നെയുണ്ട്. ക്രിക്കറ്റ് പറമ്പിലേക്ക് അടിച്ചിട്ട് പന്ത് തിരയാൻ കാട്ടിൽ പോകുന്നു, അങ്ങനത്തെ സീക്വൻസസ് അതിലുണ്ട്. അപ്പോൾ അത് സിനിമയിൽ അഭിനയിച്ച് തുടങ്ങിയിട്ട് പിന്നെ ഭയങ്കരമായിട്ട് നമ്മളെ കുട്ടിക്കാലത്തേക്കും നമ്മളെ നൊസ്റ്റാൾജിയയിലേക്കൊക്കെ പോയ ഒരു മൂവി അതായിരുന്നു. അതുകൊണ്ട് പിന്നെ വേറൊരു കാര്യത്തിലേക്ക് വരാം. അതിന് മുമ്പ് ഈ ക്രിക്കറ്റിൽ നിന്നും എന്നുള്ള ഡൈവേർഷൻ നമുക്കൊരു കട്ടൻ ചായ കുടിച്ചോടാം. കുടിക്കാം. ചെമ്പരത്തി കട്ടൻ ചായ. ചെമ്പരത്തി കട്ടൻ. അപ്പോൾ താങ്കളുടെ ഈ പോഡ്കാസ്റ്റിംഗ് ആകുമ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും വെറൈറ്റി സംഭവങ്ങൾ ഉണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. നമ്മൾ കെമിക്കലൊന്നും ഇല്ലാതെ സിമ്പിൾ സാധനം. ഷിയാസ് എന്താണിത്? ചിയ സീഡ്സ്, തുളസിയില. ഓ, അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭാഷണം കൂടി ആവട്ടെ. അത് പൊളിച്ച്. അല്ല, അപ്പോൾ ഈ ഒരു ഡൈവേർഷൻ എന്ന് പറയുന്നത് ഒരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ്. എൻ്റെ നാട് പറഞ്ഞല്ലോ പെരുമ്പാവൂര്, പുല്ലുവഴി. അതിനടുത്ത സ്ഥലമാണ് മൂവാറ്റുപുഴ. അപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെ ജയറാം സർ, അത് ജയറാമേട്ടൻ സിനിമയിലേക്ക് എത്തി. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ജയറാമേട്ടൻ്റെ മിമിക്രി കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ അമ്പലത്തിൽ പരിസര പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ അതിനോടൊരു അങ്ങനൊരു ഭയങ്കര പാഷൻ, ഇത് എനിക്ക് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഇത് ഈ രംഗത്തേക്ക് വരണം, അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അത് ഭയങ്കര കൗതുകമായിരുന്നു. അന്ന് നമ്മൾ ഉത്സവം എല്ലാ പരിപാടികൾക്കും പോകും. അതായത് അന്ന് കഥാപ്രസംഗമുണ്ട്. അല്ലല്ല, ഞാൻ പറഞ്ഞ അന്നത്തെ കാലത്ത് കഥാപ്രസംഗമുണ്ട്, ബാലയുണ്ട്, നാടകമുണ്ട്, ഗാനമേളയുണ്ട്, അല്ല ഈ ഉത്സവ പരിപാടികൾക്ക് ഓട്ടംതുള്ളലുണ്ട്. ഇങ്ങനത്തെ പല കലാരൂപങ്ങളുണ്ട്. പിന്നെ അതെല്ലാം ലോപിച്ച് നാടകം മാത്രമായി, മിമിക്സ് പരേഡായി. അല്ല ഞാൻ പറഞ്ഞ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ ഗാനമേളകളും പരിപാടിയും മാത്രമേ ഉള്ളൂ. നാടകം പോലും ആർക്കും വേണ്ട. അപ്പം നമുക്ക് അത്രയും കലാരൂപങ്ങൾ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാരലി സംഭവിച്ചത് എൻ്റെ ഒരു റിലേറ്റീവ്, എൻ്റെ ഒരു എന്താ പറയുക കസിൻ വല്യച്ഛൻ, പുള്ളിയുടെ പേര് വിശ്വംഭരൻ. താങ്ക്സ് ഗിവിംഗ് ആണ്. അതെ, താങ്ക്സ് ഗിവിംഗ് ആണ് ഉറപ്പായിട്ടും. കാരണം മനസ്സിലെപ്പോഴോ ഒരു വിത്തുകൾ പാകിയത് പുള്ളിയായിരിക്കാം. പുള്ളി ഒരു നടനായിരുന്നു. അപ്പോൾ ചാലക്കുടി സാരഥി എന്ന് പറയുന്ന നാടക ട്രൂപ്പായിരുന്നു അത്. അപ്പോൾ ചാലക്കുടി സാരഥിയിൽ അന്ന് നാടകം സംവിധാനം ചെയ്തുകൊണ്ടിരുന്നത് തിലകൻ സാറാണ്. അപ്പോൾ അന്ന് അവർ കളിച്ചുകൊണ്ടിരുന്ന നാടകം 5 സ്റ്റാർ ഹോസ്പിറ്റൽ, അത് പിന്നീട് സിനിമയായി. അതിൽ തിലകൻ ചേട്ടനാണ് അഭിനയിച്ചത്. അപ്പോൾ ഈ 5 സ്റ്റാർ ഹോസ്പിറ്റൽ, അലകൾ, ഫസക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നാടകങ്ങളാണ്. അപ്പോൾ ഈ എൻ്റെ അമ്മ, ഇപ്പം പറഞ്ഞ സരോജിനി അമ്മ, അത് ഞാൻ വളരെ വൈകി കണ്ടുപിടിച്ച ഒരു കാര്യമാണ്. അതായത് അമ്മയുടെയൊക്കെ മരണശേഷം പോലും കണ്ടുപിടിച്ചൊരു കാര്യമാണ്. അതായത് അമ്മ കഥകൾ എഴുതുമായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ബുക്കിൽ എന്തൊക്കെയോ കുത്തിക്കുറിച്ച് വെക്കും. അപ്പോൾ ഈ പിന്നീട് മുകളിലൊക്കെ കിടന്ന ഈ ബുക്കുകളും സംഭവങ്ങളൊക്കെ എടുത്തപ്പോഴാണ് ഇങ്ങനെ കഥകൾ പോലെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അമ്മയുടെ ഉള്ളിൽ അങ്ങനെ ഒരു വാസന ഉണ്ടായിരിക്കണം. പക്ഷേ ഒരു റെവല്യൂഷൻ, ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയും ഈ പറഞ്ഞ വിശ്വംഭരൻ ചേട്ടൻ്റെ ഓമന ചേച്ചി എന്ന് പറഞ്ഞ വൈഫും, ഇവർ രണ്ടുപേരും അന്ന് എല്ലാ സിനിമയ്ക്കും പോകുമായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടം നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു 80s സ്റ്റാർട്ടിംഗ് ആണ് ഈ പറയുന്നത്, സിനിമ കൊട്ടക. അപ്പോൾ 70s ലാസ്റ്റ് 80s സമയത്ത് സ്ത്രീകൾ ഒറ്റയ്ക്ക് സിനിമയ്ക്കൊന്നും അങ്ങനെ സാധാരണ പോവില്ല, അല്ലെങ്കിൽ വിടില്ല വീട്ടിൽ നിന്ന്, അങ്ങനെയൊക്കെ ആയിരിക്കും കൂടുതലും. അപ്പോൾ ഇവർ രണ്ടും സിനിമാ പ്രേമികളായിരുന്നു. ഇവരെല്ലാ സിനിമയ്ക്കും പോകും. അപ്പോൾ ഇവർക്ക് സിനിമയ്ക്ക് പോകുമ്പോൾ 2 സ്ത്രീകൾ ഒറ്റയ്ക്ക് പോകാതിരിക്കാൻ വേണ്ടി അവർക്കൊരു കൂട്ട് വേണം. അതിന് എന്നെ കൊണ്ടുപോകും.
അപ്പോൾ എന്നെ എല്ലാ സിനിമയ്ക്കും കൊണ്ടുപോകും. അപ്പോൾ ചെറുപ്പം മുതൽ, അതായത് ഫ്രം ദ ഏജ് ഓഫ് 2-3 വയസ്സ് മുതൽ എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകായിരുന്നു. പക്ഷെ നമ്മൾ അറിയുന്നില്ല നമ്മൾ ആ സമയത്ത് പോകുന്ന ഇതൊക്കെ കപ്പലണ്ടി കഴിക്കാനും ഇതിന്റെ കൂടെ കിട്ടുന്ന സാധനങ്ങൾ ചായ കുടിക്കാനൊക്കെ ആയിട്ടാണ് പോകുന്നത്. കൂൾ ഡ്രിങ്ക്സ്. അപ്പോൾ അന്ന് ഗോൾഡ് സ്പോട്ട് അങ്ങനത്തെ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് വാങ്ങിച്ചു തരും. അപ്പോൾ അങ്ങനെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ സിനിമയ്ക്ക് ഇങ്ങനെ പോയി തുടങ്ങി. അപ്പോൾ പക്ഷെ അപ്പോഴും പാഷനായിട്ട് അപ്പുറത്ത് കളിയാണ് കിടക്കുന്നത്, സിനിമേനെ നമ്മൾ കാണുന്നില്ല. പറഞ്ഞു വന്നത് ലേറ്റർ ഓൺ പിന്നെ ഞാനിരുന്ന് സ്വയം ആലോചിച്ച് ഞാൻ എന്തുകൊണ്ടായിരിക്കും, കാരണം എൻ്റെ ടോട്ടൽ കുടുംബത്തിൽ നിന്ന് വേറെ ആരും ഒരു ഇങ്ങനെ കലാരംഗത്തില്ല, ആർക്കും ഇതിനോട് വലിയ താല്പര്യമോ പാഷനോ ഒന്നുമില്ല. ഞാൻ എന്തുകൊണ്ടായിരിക്കില്ല ഇതിനെ, എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മയ്ക്ക് അതിനോട് താല്പര്യം ഉണ്ടായി കാണും, അല്ലെങ്കിൽ ഉള്ളിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കല അഭിരുചി ഉണ്ടായിട്ടുണ്ടാവണം, അതല്ല ഈ ചെറിയ കഥകളൊക്കെ അബ്രപ്റ്റായിട്ട് എഴുതി വെച്ചത്. അപ്പം ഞാൻ ഈ സിനിമകൾ കണ്ട് വളർന്നപ്പോൾ ഈ ഇദ്ദേഹം നാടക നടനായിരുന്നു പറഞ്ഞില്ല, അപ്പോൾ കുറച്ച് മുതിർന്നപ്പോൾ ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ്സൊക്കെ ആയ സമയത്ത് പുള്ളിയുടെ നാടകങ്ങൾ കാണാൻ പോകാൻ തുടങ്ങി. അപ്പോൾ ആ പെരുമ്പാവൂർ ഫാസ് ഓഡിറ്റോറിയം എന്നും പറഞ്ഞൊരു ഓഡിറ്റോറിയം, എല്ലാ മാസവും നാടകങ്ങളുണ്ട്. അപ്പോൾ ഈ നാടകം കാണാൻ എന്നെ കൊണ്ടുപോകും. അപ്പം ഞാൻ അറിഞ്ഞു അറിയാതെ ഈ നാടകങ്ങൾ പോയി കാണാൻ തുടങ്ങി. അപ്പോൾ ഉത്സവപ്പറമ്പുകൾ ഒബ്വിയസ്ലി കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മൈൻഡിൽ ഉണ്ടായിരുന്നിരിക്കണം, പക്ഷെ അന്നൊന്നും ഇതിനോട് താല്പര്യമില്ല. താല്പര്യം വരുന്നത് ഈ പറഞ്ഞ 10ാം ക്ലാസ് സമയത്ത് മൂവാറ്റുപുഴ അബി, നമ്മുടെ അബീക്ക, മരിച്ചുപോയ അബീക്ക. അപ്പോൾ താങ്ക്സ് ടു അബീക്ക. അപ്പോൾ അതൊരു വലിയ ടേണിംഗ് പോയിൻ്റ്. അപ്പോൾ ഈ അബീക്കയുടെ മിമിക്രി കാണുകയാണ് ഒരു തവണ. അപ്പോൾ ഭയങ്കര ആൾക്കൂട്ടം, ഭയങ്കര കയ്യടി, പുള്ളിനെ കാണാൻ ആൾക്കാർ സ്റ്റേജിൻ്റെ പുറയിലേക്ക് പോകുന്നു. അപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ നാട്ടിൽ, ഒരു ബിജു എന്ന് പറഞ്ഞ കൂട്ടുകാരുണ്ട്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു നമുക്കും ഇതുപോലത്തെ ഒരു പരിപാടി ചെയ്ത് കൂടെയാണ്. അപ്പോൾ അങ്ങോട്ടും കൂടി ചോദിക്കണ്ടേ, നിനക്കറിയാമോ ചെയ്യാൻ ചോദിക്കണ്ടേ. അപ്പം മറ്റോ പറ അത് ഈസിയല്ല, നമ്മളിങ്ങനെ ട്രൈ ചെയ്താൽ വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം മമ്മൂക്കനെ ഇമിറ്റേറ്റ് ചെയ്യുന്നു, അമിതാഭ് ബച്ചനെ ഇമിറ്റേറ്റ് ചെയ്യുന്നു, ഈ അബിക മമ്മൂക്കനെ ഇമിറ്റേറ്റ് ചെയ്യുന്നു, അവരുടെ രൂപത്തിൽ വരുന്നു, മറ്റേ വടക്കൻ വീര അതിൽ ചന്തുവിൻ്റെ വേഷത്തിൽ വന്ന് ഡയലോഗ് പറയുന്നു. അപ്പോൾ ഭയങ്കര കയ്യടി. അപ്പോൾ പുള്ളി ഒരു സ്റ്റാറാണ്. അപ്പോൾ കോതമംഗലത്ത് MA കോളേജ് എന്ന് പറഞ്ഞ കോളേജിൽ അന്ന് ആൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മൾ പുള്ളീനെ ജസ്റ്റ് കാണാൻ വേണ്ടി കോതമംഗലത്തേക്ക് ബസ്സിൽ ഈ മറ്റേ ST അടിച്ച് പോകാമെന്ന് പറയില്ല, ഒന്ന് മറ്റേ സ്റ്റുഡൻസ് അതിൽ പോയി കോതമംഗലത്ത് കോളേജിൽ പോയി ദൂരെ മാറി നിന്ന് ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഇയാൾ നടന്നു വരുന്നു, ഇങ്ങനെ ഒരു ഭയങ്കര ആരാധനയോട് കൂടിയിട്ട്. അപ്പോൾ പുള്ളിക്ക് അന്നൊരു സ്റ്റാർ പരിവേഷമാണ് ശരിക്കും, അത്ര ഒരു സ്റ്റാർ പോലെയാണ് അബിക. പുള്ളിക്ക് വേറെ ആരും ഉണ്ടായിട്ടില്ല. ഇല്ല. അങ്ങനെയാണ് ഈ ഒരു ഐഡിയ വരുന്നത്. 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കിയാലോ. അങ്ങനെ ഈ നാട്ടിൽ ഓണാഘോഷ പരിപാടി ഉണ്ടല്ലോ, അപ്പോൾ നാടൻ കലാപരിപാടികൾ, അത് മറ്റേ മിഠായി മറ്റേ എന്താ പറയുക മിഠായി പെറുക്കൽ, സ്പൂണിൽ നാരങ്ങ വെച്ച ഓട്ടം, ചാക്കിലോട്ടം, അങ്ങനെ സ്പോർട്സ് ഇനങ്ങൾ കഴിഞ്ഞാൽ വൈകുന്നേരം മോണോ ആക്ട്, മിമിക്രി, പിന്നെ അതിൻ്റെ അവസാനം ഒരു ഗാനമേള എന്തെങ്കിലും പരിപാടി കൂടിയാണ് അവസാനിക്കുക. അപ്പോൾ അങ്ങനെ നാട്ടിൽ രണ്ടും കൽപ്പിച്ച് ഞാനും ഈ പറഞ്ഞ സുഹൃത്തും കൂടി ഇത് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അതായത് മിമിക്രി ചെയ്യാൻ ഒരു മുൻപരിചയവുമില്ല, ഒന്നുമില്ല. ആകെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ അബീക്കയുടെ പരിപാടി കണ്ട് ഇത് കണ്ട് അതേപോലെ പറഞ്ഞു നോക്കുന്നു, സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നോക്കി പ്ലാൻ ചെയ്തിട്ട് അതെ ഇതേപോലെ പറഞ്ഞു നോക്കിയിട്ട് ഇങ്ങനെ സ്വയം പറയുന്നു. അങ്ങനെ ആ പരിപാടി വൻ ഫ്ലോപ്പായിരുന്നു. കൂവി വെളുപ്പിച്ചു ആൾക്കാർ നമ്മളെ ഇറങ്ങിപ്പോടാ, നിനക്കൊന്നും വേറെ പണിയില്ല എന്നൊക്കെ ചോദിച്ചാൽ, കാരണം നമ്മുടെ നാട്ടുകാർ തന്നെയല്ലേ എന്തും പറയാം, പോടാ ഇറങ്ങിപ്പോടാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തോ അലമ്പ് കാണിക്കാൻ വേണ്ടി നമ്മൾ സ്റ്റേജിൽ കയറിയതാണെന്നാണ് അവർ വിചാരിച്ചത്. ഏതൊക്കെ നടന്മാരെയാണോ കാണിച്ചത് അത് സത്യം പറഞ്ഞാൽ കൃത്യമായിട്ട് ഓർമ്മയില്ല. എനിക്കാണ് പ്രേം നസീർ സാറ് അങ്ങനെ എന്തൊക്കെയാണ് കാണിച്ചത്. കാരണം ഈ ജയറാമേട്ടൻ ഈ പ്രേംനസീർ സാറിന് ഗംഭീരമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിങ്ങനെ ഈ ജയറാമേട്ടൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഇങ്ങനെ കണ്ടിട്ട് അതാണ് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യണത്, നസീർ സാറിനെ അല്ല. അതായത് ജയറാമേട്ടൻ ഇങ്ങനെ കാണിക്കുന്ന ആക്ഷൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോൾ ആ ഒരു സാധനങ്ങൾ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്ത് നമ്മളത് പറയുന്നു. അങ്ങനെ ഇത് പറഞ്ഞ് ഫ്ലോപ്പായി, ഇപ്പോൾ നിരാശയായി. പക്ഷേ അപ്പോൾ ആണ് മറ്റവൻ വേറൊരു ഐഡിയ പറയുന്നത്. അവൻ കുറച്ചും കൂടി സാമ്പത്തികമായിട്ട് അവൻ്റെ വീട്ടിൽ റബ്ബറുണ്ട്. അപ്പോൾ റബ്ബറിൻ്റെ ഈ ഷീറ്റൊക്കെ അപ്പനോ അമ്മയൊക്കെ വിട്ടതിന് ശേഷം ഇതിൻ്റെ ഈ ബാക്കി പത്രങ്ങൾ വരും, ഒട്ടുപാലെന്നൊക്കെ പറഞ്ഞിട്ട് റബ്ബറിൻ്റെ കഷ്ണങ്ങളും പിരിയൊക്കെ വരും, ബോളൊക്കെ. അത് കൊണ്ട് കൊടുത്താലും കുറച്ച് പൈസ കിട്ടും. അപ്പോൾ അവൻ്റെ കയ്യിൽ ചെറിയ പൈസ ഉള്ള സമയമാണ്. അപ്പോൾ അവൻ പറഞ്ഞു നമുക്ക് ഈ അവൻ്റെ ഇവിടുത്തെ ഒരു VHS ഉണ്ട്. അപ്പോൾ ഈ VHSൽ ഈ കലാഭവൻ്റെ മിമിക്രിയുടെ കാസറ്റ് ഉണ്ട്, ഗൾഫിലൊക്കെ പോയി അവതരിപ്പിക്കുന്നത്. അതിട്ട് നമുക്ക് കണ്ടുപഠിക്കാമെന്ന് പറയാം. അവൻ്റെ പേര് ബിജു. US-ലാണ് ഇപ്പോൾ. അപ്പോൾ ഞങ്ങളിത് കൊണ്ടുപോയിട്ട് ഈ ഒരു ലെയ്സൺ എന്ന് പറയുന്ന ഒരു സുഹൃത്തിൻ്റെ, അവൻ്റെ സുഹൃത്താണ്, പുള്ളിയുടെ വീട്ടിലെ VHS ഉള്ളൂ, ബിജുവിൻ്റെ സുഹൃത്താണ്. അങ്ങനെ പുള്ളിയുടെ സഹായത്തോട് കൂടിയിട്ട് ഞങ്ങൾ ഈ വീഡിയോ കാസറ്റ് ഇടുകയാണ്. അപ്പം അന്ന് ഈ ഒരേ കളറിൽ ജുബ്ബൊക്കെ ഇട്ട് നിരന്ന് മിക്സ് അവതരിപ്പിക്കുന്ന മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് മറ്റേ അത് മറ്റേ മ്യൂസിക് ഒക്കെ ഇട്ടുള്ള സംഭവം.
അപ്പം ഇത് കണ്ടിട്ട് അതിൻ്റെ അകത്ത് സ്കിറ്റുകളുണ്ട്, അതിൻ്റെ അകത്ത് ശബ്ദാനുകരണങ്ങളുണ്ട്, പല പല പരിപാടികളാണ്. ഈ പറഞ്ഞ മ്യൂസിക് പരിപാടികൾ ചെയ്യില്ല, അതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് കണ്ടിട്ട് പിന്നെ എവിടെ മിമിക്സ് പരേഡ് ഉണ്ടെങ്കിലും പോകും. അന്നൊക്കെ ഒരു 20-30 കിലോമീറ്ററൊക്കെ സൈക്കിൾ ചവിട്ടി പോകാന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. കാരണം ഉത്സവങ്ങൾക്ക് വേണ്ടിയിട്ട് ലോഡും വെച്ച് ചവിട്ടി പോകും. ആ, അത് 3-4 കൂട്ടുകാരുണ്ട്. ബിജുവാണ് മെയിനായിട്ടുള്ളത്. കാരണം ഈ ഒരു താല്പര്യമുള്ളത്. അപ്പോൾ അങ്ങനെ ഇതിനു വേണ്ടി നടക്കുകയാണ്. ആ പ്രദേശത്തുള്ള കോതമംഗലം, മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, ഇപ്പുറത്തെ ഒരു അങ്കമാലി, ഇങ്ങനെ ഒരു 4 ബൗണ്ടറി കെട്ടിക്കഴിഞ്ഞ് ഈ ഒരു റേഞ്ചിലുള്ള എല്ലാ അമ്പലങ്ങളും പള്ളികളും പരിപാടികളും നടക്കുന്നിടത്ത് പോയിട്ട് ഇത് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം. അങ്ങനെ വാച്ച് ചെയ്ത് പിന്നെ പല സ്ഥലത്തും കയറി അവതരിപ്പിക്കാൻ തുടങ്ങി. കുറേശ്ശെ ശരിയാവാൻ തുടങ്ങി. അങ്ങനെ അപ്പോൾ പിന്നെ നമുക്ക് തന്നെ തോന്നിയത് നമ്മൾ മിമിക്രി ആർട്ടിസ്റ്റാണ് എന്ന് തോന്നുന്നു. അപ്പോൾ പ്രീ ഡിഗ്രി കാലഘട്ടമായി. ആദ്യത്തെ സമ്മാനം സത്യം പറഞ്ഞാൽ അങ്ങനെ ഒന്നും കിട്ടിയതായിട്ട് ഓർമ്മയില്ല. പക്ഷേ ഇതുപോലെ എന്തെങ്കിലും പ്രോത്സാഹനം, കയ്യടി, പിന്നെ ഈ ഓണപരിപാടിക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട്, ചെറിയ ട്രോഫി അങ്ങനത്തെയൊക്കെ. ഇല്ല, അത് കഴിഞ്ഞപ്പോൾ പിന്നെ ജനാർദ്ദൻ ചേട്ടൻ്റെ ശബ്ദമായിരുന്നു എൻ്റെ പൊണ്ണു തോമാച്ച. ആ ഒരു എൻ്റെ പൊന്നു തോമാച്ചൻ സമയമായിരുന്നു അത്. എല്ലാവരും ഒരു CBI ഏതാ എൻ്റെ പൊന്നു തോമാച്ച, CBIക്കാരന്മാര് സ്റ്റാറുമാര് 2 രൂപകളൊക്കെ ആയിട്ട് വീടിന്റെ മകളിലോട്ട് കയറി പോയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സംഭവം. അല്ല, പക്ഷെ ഞാനത് വേറെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ജനാർദ്ദൻ ചേട്ടന് നമ്മൾ സിനിമയിൽ കാണുമ്പോഴുള്ള ശബ്ദം അങ്ങനെ ആയിരുന്നില്ല. അതിനു മുമ്പ് ഉള്ളൊരു വില്ലൻ കാലഘട്ടം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എത്രയും ഇതുണ്ടായിരുന്നില്ല. മിസ്റ്റർ അലക്സ്, നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ മുതലാളി നിങ്ങൾക്ക് തക്ക പ്രതിഫലം തരും. മറിച്ചാണെങ്കിൽ നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും കഥ ഞാൻ കഴിക്കും. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ഈ എന്റെ പൊണ്ണു തോമാച്ച എന്ന് പറയുന്ന സ്ഥാനത്തിലേക്ക് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് പിന്നീട് മാറി. അപ്പൊ ശബ്ദത്തിൽ ഓരോ ആളുകളുടെയും വർഷങ്ങളിൽ ഉണ്ടാവുന്ന വ്യതിയാനമാണത്. അങ്ങനെ അതായിരുന്നു പിന്നെ കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള വോയിസ്. നസീർ സാറിന്റെയും അങ്ങനെ കുറച്ച് ശബ്ദങ്ങളൊക്കെ പറയായിരുന്നു. മിമിക്രി നിന്ന് സിനിമയിലോട്ട് കയറുക. സിനിമയിലേക്കൊന്നും എത്തിയിട്ടില്ല. അങ്ങനെ മിമിക്രിയിലേക്ക് ഭയങ്കര പാഷനായി എന്ന സമയത്ത് ഈ പ്രീ ഡിഗ്രി കഴിഞ്ഞ് അടുത്തത് എന്ത് എന്നുള്ളൊരു നമുക്ക് ലൈഫിൽ എല്ലാവർക്കും ഈ ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു പ്രായമുള്ള ഇപ്പോഴത്തെ പിള്ളേർക്ക് വരെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴും പിന്നെ കുറച്ചും കൂടി പ്ലാൻഡ് ആണ് പിള്ളേർ. എന്ത് പഠിക്കാൻ പോകണം, എന്ത് പ്രൊഫഷനിലേക്ക് തിരിയണം. നമുക്ക് അങ്ങനെ ഒന്നുമില്ലല്ലോ. എന്ത് പ്രൊഫഷനാണ് നമ്മുടെ മുമ്പിൽ, എഞ്ചിനീയറിംഗ് കൊണ്ട് ജീവിക്കാൻ വയ്യാത്ത കാലം. നമ്മുടെ ദൂരമായ ചിന്തകളിൽ പോലും അങ്ങനെയൊന്നും ഇല്ലായിരുന്നില്ല. വീട്ടുകാർക്കും അറിയായിരുന്നു ഇവൻ ഡോക്ടർ ആവാൻ പോകുന്നില്ല, എഞ്ചിനീയർ ആവാൻ പോകുന്നില്ല, മാക്സിമം തല്ലിപ്പൊളി ആവാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് വീട്ടുകാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 3 ചേച്ചിമാരാണ്. ഞാൻ ഏക മകനാണ്. ഇപ്പോൾ 4ാമത്തെ മകനാണ്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി വാത്സല്യവും കെയറൊക്കെ കൂടുതൽ കിട്ടുന്ന സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കടുത്ത നിയന്ത്രണങ്ങളൊന്നുമില്ല. പക്ഷെ ഞാൻ ആ പ്രീ ഡിഗ്രി സമയത്തും ഈ പറഞ്ഞ പോലെ വീട്ടുകാരുടെ ഏറ്റവും വലിയ പേടിയപ്പോൾ എന്തായിരിക്കും, ഇപ്പം വല്ല മോശം കൂട്ടുകെട്ടുകളിൽ പെടുന്ന മദ്യപാനം, പുകവലി അങ്ങനത്തെയൊക്കെ പോകുന്നുണ്ടോ. പക്ഷെ ആ പ്രായത്തിൽ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അന്ന് അതിന് എനിക്ക് തോന്നുന്നത് ഇല്ലാത്തതിന് കാരണം താങ്ക്സ് ടു മൈ ഫ്രണ്ട്സ്. കാരണം ഞാൻ കൂടെ നടക്കുന്നവർക്ക് ആർക്കും ഇല്ല. അപ്പം ഞാൻ ആ കൂടെ നടക്കുന്നവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും ഉണ്ടായേനെ സ്വാഭാവികമായിട്ടും. നമ്മളിപ്പം ആ ഒരു പ്രീ ഡിഗ്രി കാലഘട്ടം കയറുന്നതിന് മുമ്പ് അന്ന് കുറേ പലഹാരങ്ങളുണ്ടായിരുന്നു. അച്ചപ്പം, നെയ്യപ്പം, കുഴലപ്പം, നെയ്യപ്പം. ഒരു അച്ചപ്പം ഒന്ന് എടുക്കാം. നാടൻ അച്ചപ്പം. കാരണം ഇപ്പം ഇന്നൊക്കെ ചിപ്സിൻ്റെയും ക്രിസ്പിൻ്റെ ഒക്കെ കാര്യം അത് വീണ്ടും റെട്രോ ആയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഇടയ്ക്ക് അത് സാധനം വാഷ് ഔട്ട് ആയതായിരുന്നു. വരണം. കാരണം ഇന്നിപ്പം നമ്മൾ പ്രീഡിഗ്രിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഈ ആഹാര ചൈതന്യം അത് മനുഷ്യനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നൊരു കാര്യമാണ്. ഇന്നിപ്പം പാക്കറ്റ് ചിപ്സുകളുടെയൊക്കെ കാലഘട്ടമായി. ഈ പാക്കറ്റിനകത്ത് ചിപ്സ് ഒന്നും പോലും ഇപ്പോൾ എഴുതാറില്ല, കിപ്സ് എന്നൊക്കെ എഴുതി വെച്ചാൽ, ക്രിസ്പ് എന്നൊക്കെ എഴുതി വെച്ചാൽ കുട്ടികളെ പറ്റിക്കാന്നുള്ളത്. അപ്പോൾ നമ്മൾ വരട്ടെ, ഇതാണ് നമ്മൾ അച്ചപ്പം. ഇതാണ് നമ്മുടെ അച്ചപ്പം. ഈ അച്ചപ്പം പണ്ട് ഒരു അച്ചാണ് കാണുന്നത്. അതെ, അച്ച കാണുന്നത്. അച്ചിൽ ഇങ്ങനെ എടുക്കുമ്പോൾ അച്ചപ്പം. പിന്നെ അന്ന് വേറൊരു സാധനം കൂടെ ഉണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ കളിച്ചിട്ടുണ്ടോ? മോതിരം പോലെ ഇത് ഫുൾ എടുത്ത് വിരലിടും. അതെ, കണ്ടില്ലേ? ഇതിങ്ങനെ കുഞ്ഞു വിരലിലൊക്കെ ഇങ്ങനെ കയറ്റിയിടും. ഡിസംബറിലൊക്കെ ഇതൊക്കെ ഓർക്കാൻ പറ്റും. അതെ, എടുക്കുക. എന്നിട്ട് ഓക്കെ അല്ലേ? ഉഗ്രച്ചപ്പോ ഇപ്പം മോനെ പ്രീ ഡിഗ്രി കഴിഞ്ഞു മനസ്സിങ്ങനെ
ഉഴറി നടക്കുകയാണ്, എന്ത് ചെയ്യണം ഏത് ചെയ്യണം. അപ്പം മിമിക്രി ഉണ്ട് ഒരു സൈഡിലൂടെ. അപ്പോഴാണ് അടുത്തത് ബികോം ആണെന്നുള്ള ഒരു, കാരണം 4th ഗ്രൂപ്പ് ആണ്, കൊമേഴ്സാണ് പഠിച്ചത്. അന്നത്തെ ദാരിദ്ര്യ ഗ്രൂപ്പുമാണ്, ഇന്ന് ഭയങ്കര സംഭവമാണ്. അതെ. അപ്പം അന്ന് നമ്മുടെ ചേട്ടന്മാർ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഈ അഡ്വാൻസ്ഡ് അക്കൗണ്ടിൽ എന്നൊക്കെ പറഞ്ഞ് ഇത്രയും വലിയ ബുക്കൊക്കെ ആയിട്ട് പോണ കാണുമ്പോൾ തന്നെ നമുക്കിങ്ങനെ തളർന്നു, ദൈവം ഇതാണല്ലോ നമ്മൾ ഇനി പഠിക്കേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞ കണക്കിനോട് പണ്ടേ താല്പര്യക്കുറവുള്ള ഇതാണ്. അങ്ങനെ നിന്ന സമയത്ത് എൻ്റെ മൂത്ത സഹോദരിയുടെ വിവാഹം ഓൾറെഡി കഴിഞ്ഞു. അവർ ചാലക്കുടിയിലാണ് വിവാഹം കഴിച്ചു പോയത്. അപ്പോൾ അത് അവർ വിദേശത്തായിരുന്നു അളിയൻ. അപ്പോൾ അങ്ങനെ അവർ മൂത്ത ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് പോകുന്നു. അന്ന് ഞാൻ ഈ +2 പഠിച്ചുകൊണ്ടിരിക്കുക. മൂത്ത ചേച്ചിയുടെ പേര് രമാദേവിയാണ്. രമാദേവിക്ക് ഒരു താങ്ക്സ് ഗിവിങ് ഞാൻ അനിയനെ തന്നതിന്. പോട്ടെ. അതിന് അടുത്ത സഹോദരി ശ്രീദേവി. ശ്രീദേവിയുടെ വിവാഹം അപ്പോൾ കഴിയാണ്. അപ്പോൾ ആ ചേച്ചിന് വിവാഹം കഴിച്ചു പോയത് ബോംബെയിലേക്കാണ്. ഇതിനിടയ്ക്ക് മാറുന്ന കാലഘട്ടത്തിൽ നമ്മുടെ വീട്ടിൽ TV വരുന്നു. ആദ്യം ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV വരുന്നു, പിന്നെ കളർ TV വരുന്നു. അന്ന് ആൻറ്റിന നമ്മൾ മോളിൽ കയറി തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ തിരിക്കുമ്പോൾ ദൂരദർശൻ, അപ്പോൾ ഈ ദൂരദർശനിൽ പ്രോഗ്രാം രാമായണം, ഹീമാൻ, അങ്ങനെ കാർട്ടൂൺ പരിപാടികൾ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഹിന്ദിയായിട്ട് വലിയ താല്പര്യമില്ലെങ്കിൽ പോലും ഇതൊക്കെ കാണുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഞാൻ എന്തോ ഹിന്ദിയായിട്ട് അങ്ങ് കണക്റ്റ് ആവുന്നു. പിന്നെ ഈ സീരിയൽസ് ഉണ്ട്. അപ്പോൾ ഈ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ അറിയണത് അന്ന് നമ്മൾ കണ്ട സീരിയലിൽ ഷാറൂഖ് ഖാൻ അഭിനയിച്ചിട്ടുണ്ടെന്ന്. അതായത് ഈ സർക്കസ്, ഫൗജി, പിന്നെ ഹംറാഹി, ബുനിയാദ്, നുക്കട്, തമസ്, അങ്ങനെ എനിക്ക് ആ സീരിയൽസ് എല്ലാം ഓർമ്മയുണ്ട്. ഇതെല്ലാം ഇങ്ങനെ കുത്തിയിരുന്ന് കാണും. അപ്പോൾ ഇതെല്ലാം കണ്ട് ഹിന്ദി ഭയങ്കര സ്വായത്തമാവാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് സ്വയം തോന്നുകയാണ് എനിക്ക് ഹിന്ദി അറിയാം. ഞാനിത് കണ്ടു തുടങ്ങുന്ന സമയത്താണ് ഈ തേജാബ് എന്നൊക്കെ പറഞ്ഞ മൂവി വരുന്നത്. അപ്പോൾ അനിൽ കപൂർ, പിന്നെ ജാക്കി ഷ്രഫ്, അപ്പോൾ അങ്ങനത്തെ ഫിലിംസൊക്കെ വന്നിട്ട് ഈ ഹിന്ദി സിനിമയോടൊരു ഭയങ്കര പാഷൻ. അപ്പോൾ ഹിന്ദി പാട്ടുകളൊക്കെ അന്ന് ഭയങ്കര ഹിറ്റ്. അപ്പോൾ എനിക്ക് സാധാരണ ഞാൻ പറഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിനിമാ കഥകളിലും സിനിമാ താരങ്ങളുടെ കഥകളിലെല്ലാം ഈ ഒരു കണക്ഷൻ തുടങ്ങുന്നത് ചെന്നൈ ആയിട്ടായിരിക്കും. കാരണം മലയാള സിനിമ ചെന്നൈയിലാണ്, എല്ലാവരും ചെന്നൈയിലേക്ക് പോകുന്നു, ചെന്നൈയിൽ ലോഡ്ജിൽ കിടക്കുന്നു, പട്ടിണി കിടക്കുന്നു, സിനിമാക്കാരെ കാണുന്നു, അങ്ങനത്തെ കഥകളായിരിക്കും നമ്മൾ കേട്ടിരുന്നത്. എൻ്റെ ഇതിങ്ങനെ വടക്കോട്ട് ഡൈവേർട്ടായത്, അതായത് ഈ 10ാം ക്ലാസ്സിൽ നിന്ന് ഈ സാധനം നേരെ അങ്ങോട്ട് ഡൈവേർട്ടായത് ഹിന്ദി. അപ്പോൾ അതിനൊരു കാരണം താങ്ക്സ് ടു ദൂരദർശൻ. ഈ ദൂരദർശൻ കണ്ടുപിടിക്കുന്ന ഹിന്ദി പരിപാടികൾ, കാരണം തമിഴ് പരിപാടികളൊന്നും കാണാൻ ഓപ്ഷനില്ല. ഹിന്ദി സിനിമ, ഹിന്ദി. അപ്പോൾ അവിടെ മുഴുവൻ ഈ അണ്ടർവേൾഡ് പടങ്ങൾ, വെടിവെപ്പ്, അങ്ങനത്തെ കുറേ സിനിമകൾ കാണുകയാണ്. ആ സമയത്താണ് ലാലേട്ടൻ്റെ പടം വരുന്നത്, ആര്യൻ. ഇപ്പം നാട്ടിൽ തല്ലിപ്പൊളിയൊക്കെ ആയിട്ട് നടന്ന അവസാനം ഇവിടുന്ന് രക്ഷപ്പെട്ട് ഓടി ബോംബെക്ക് പോകുന്നു. അവിടെ ഒരാളെ ഇടിക്കുന്നു, അതോടുകൂടി അവിടുത്തെ ദാദിയായി മാറുന്നു. പിന്നെ ഭയങ്കര അണ്ടർവേൾഡ് കിങ് ആവുന്നു, ഭയങ്കര സെറ്റപ്പിൽ നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ ഉള്ളിൽ അറിയാതെ ഒരു ചെറിയൊരു ചാഞ്ചാട്ടം ഇങ്ങനെ കയറി, ഇതേപോലെ എങ്ങനെ പോയി ഒരുത്തനെ എങ്ങനെ ഇടിച്ചിട്ടിട്ട് ഇനി അവിടെ എങ്ങനെ ഒരു ദാദിയായാലോ. പക്ഷേ അത് ആഗ്രഹമായിട്ട് മനസ്സിലിരുന്നു. അപ്പോൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് മൈൻഡിൽ ഈ സംഭവം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് ഈ പല കൺഫ്യൂഷൻസ്. അടുത്ത് എന്ത് പഠിക്കാൻ പോകണോ, ക്രിക്കറ്റ് കളിക്കാൻ പോകണോ, മിമിക്രി ചെയ്യാൻ പോകണോ, അങ്ങനെ ഉള്ളൊരു മൊത്തത്തിലൊരു മെസ്സായിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോഴാണ് ഈ സഹോദരിയുടെ വിവാഹം കഴിയുന്നത്. അപ്പോൾ വീട്ടുകാർ തന്നെ പറയാൻ തുടങ്ങി, നീ എന്താ ഒന്നുകിൽ പഠിക്കാൻ പോകും അല്ലെങ്കിൽ ജോലിക്ക് പോകും, അങ്ങനെയുള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ ആര്യനും കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയൊരു ഐഡിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൽക്കാലം ജോലിക്കെന്ന് പറഞ്ഞ് ബോംബെക്ക് പോവാം. കാരണം സഹോദരി അവിടെ ഉണ്ടല്ലോ വിവാഹം കഴിഞ്ഞ്. അങ്ങനെ ബോംബെയിൽ എത്തിക്കഴിഞ്ഞ് പയ്യ ആരും അറിയാതെ അണ്ടർവേൾഡിലേക്ക് പോവാം, ധാരാവിയിലേക്ക് കൂടി കയറാം. അതെ. അപ്പോൾ ഈ ധാരാവി ഒക്കെ ഉണ്ടല്ലോ അവിടെ. അങ്ങനെ ഒരു പ്ലാനുമായിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. മനസ്സിൽ മുഴുവൻ ഹിന്ദി പാട്ടുകളും ഒരു വർണ്ണശബളമായ ബോംബെയും അങ്ങനെ അങ്ങനത്തെ ഒരു പിക്ചറുമായിട്ടാണ് പോകുന്നത്. അടുത്ത ഹരിയാന കയറുകയാണ്. അതെ. അങ്ങനെ ഈ ബോംബെയിൽ ചെന്ന് ഇറങ്ങിയപ്പോഴാണ് ഞാനൊരു സത്യം മനസ്സിലാക്കുന്നത്. ഞാൻ ഈ കണ്ട ചിത്രഹാരം ഇതൊന്നും അല്ല ഈ സംഭവം, എനിക്ക് ഹിന്ദി സംസാരിക്കാൻ പോലും അറിയില്ല എന്നുള്ളത് എനിക്ക് അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഞാൻ വിചാരിച്ചു എനിക്കറിയാം. അവിടെ ചെന്ന് ഇപ്പോൾ എവിടെ അവർ പറയുന്നതായിട്ട് ഇങ്ങനെ വായം വിളിച്ച് നോക്കിക്കല്ല, നമുക്ക് തിരിച്ച് പലതും പറയണമെന്നുണ്ട്, പക്ഷെ ഒന്നും പറ്റുന്നില്ല. മനസ്സിലായി, ലോക്കായി എന്ന് മനസ്സിലായി. അതായത് ഇനിയിപ്പോൾ തിരിച്ച് നാണക്കേട് കാരണം നാട്ടിലേക്ക് വരാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ അവിടെ ഓരോ തൊഴിലുകളായിട്ട് ചെയ്യാൻ ആരംഭിച്ചു. ആദ്യം തന്നെ ഇവരെ കൊണ്ടാക്കുന്നത് ഒരു മെഡിക്കൽ ഷോപ്പിലാണ്, സെയിൽസ്മാനായിട്ട്. സെയിൽസ്മാൻ കൗണ്ടറിൽ നിന്ന് കൊടുക്കുക. പക്ഷേ അതിലൊരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഭാഷ അറിയില്ല. അപ്പോൾ ഞാൻ കൗണ്ടറിൽ നിന്ന് വന്ന ആൾക്കാർ മുഴുവൻ എന്നെ ചീത്ത വിളിക്കുക. കാരണം അവർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. 3-4 പേരുള്ള കൗണ്ടർ. അപ്പോൾ അതിൻ്റെ മുതലാളി എന്നെ ചീത്ത പറഞ്ഞാൽ മുതലാളിയുടെ പേര് ഞാൻ മറന്നു. അയാളൊരു സിന്ധിയാണ്. ഞാൻ താങ്ക്സ് ടു പുള്ളിക്കും കൂടി പറയുന്നത്, എന്നെ കണ്ടമാനം ചീത്ത പറഞ്ഞിട്ടുണ്ട്. എന്ത് കിഴങ്ങനാന്നൊക്കെ ചോദിച്ചിരുന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് പുള്ളി എന്നെ ഫ്രണ്ടിൽ നിന്ന് മാറ്റി ബാക്കിൽ നിർത്തി. ഈ അവിടെ തുടയ്ക്കുക, വെള്ളം കൊണ്ടുവരിക, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാൻ പറഞ്ഞു. അതായത് മെഡിക്കൽ ഷോപ്പിൻ്റെ ബോക്സുകൾ വരുമ്പോൾ എടുത്ത് വെക്കുക, സ്റ്റോർ ചെയ്യുക, അങ്ങനെയൊക്കെ. ഈ ഉള്ളിൽ അധോലോക നായകൻ അതുണ്ട്. തകർന്നിട്ടില്ല. ഇത് ഒരു അവസരം കിട്ടുമ്പോൾ ഞാൻ ചാടും എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ. പിന്നെ ഞാൻ അപ്പോഴാണ് നമ്മളൊരു സുഹൃത്തുമായിട്ട് പരിചയപ്പെടുന്നത്.
അത് നമ്മുടെ ബിൽഡിങ്ങിൽ തന്നെ ഈ ചേച്ചിയൊക്കെ താമസിച്ച ബിൽഡിങ്ങിൽ തന്നെ താമസിക്കുന്ന മറ്റൊരു ഫാമിലിയുടെ ആ അളിയൻ്റെ സുഹൃത്തിൻ്റെ അനിയൻ ഇതേപോലെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. മലയാളി, തൃശ്ശൂർക്കാരൻ സോമനൻ. താങ്ക് യു സോമന് വെരി വെരി ബിഗ് താങ്ക് യു. സോമൻ അന്നും ഫ്രണ്ടാണ്, ഇന്നും ഫ്രണ്ടാണ്. എപ്പോഴും സോമൻ. പ്രായം ഏതാണ്? ഏതാ സോമൻ? എൻ്റെ പ്രായം എനിക്ക് തോന്നുന്നത് ഒരു 19 കഴിഞ്ഞിട്ടുണ്ടാവും. ഇന്നത്തെ പിള്ളേർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും. അതെ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ സോമൻ എന്തോ കലാതിലകമാണെന്ന് എന്തോ ഇങ്ങനെ അറിയാണ്. അപ്പോൾ പുള്ളീനെ ഒന്ന് എനിക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ അളിയൻ്റെ ത്രൂ മീറ്റ് ചെയ്യാണ്. അപ്പോൾ സോമൻ അന്ന് ബോംബെയിൽ അവിടെ ആ സൊസൈറ്റിയിലും പരിസര പ്രദേശത്തൊക്കെ മിമിക്രിയൊക്കെ അവതരിപ്പിക്കുന്നു, അങ്ങനത്തെ ഒരു ഇതിലാണ്. അപ്പോൾ എൻ്റെ അളിയൻ പറയുകയാണ് ഇങ്ങനെ എൻ്റെ അളിയനും മിമിക്രി അവതരിപ്പിക്കുന്നു പറഞ്ഞിട്ടാണ് ഞങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത്. സോമനാണ് പറയുന്നത് ഇവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ സോമൻ അന്ന് ഇന്നസെൻ്റ് ചേട്ടൻ്റെ ശബ്ദം എടുക്കും. അപ്പോൾ പുള്ളി തൃശ്ശൂർക്കാരനാണ്. തൃശ്ശൂർ സോമൻ്റെ നാട് പട്ടിക്കാട് ചെമ്പൂത്തറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ സോമനുമായിട്ട് പെട്ടെന്ന് സൗഹൃദത്തിലായി കഴിഞ്ഞിട്ട് സോമൻ പറഞ്ഞു ഇവിടെ പരിപാടിയുണ്ട് സമായത്തിൻ്റെ നമുക്ക് കൊണ്ടുപോകാമെന്ന് പറയുന്നത്. അങ്ങനെ സമായത്തിൻ്റെ ഒരു പരിപാടിക്ക് കൊണ്ടുപോയിട്ട് ഞാനും സോമനും കൂടി ചേർന്ന് മിമിക്രി അവതരിപ്പിക്കുന്നു. അപ്പോൾ അതവിടെ ഭയങ്കര ഹിറ്റാവുന്നു. അപ്പോൾ പെട്ടെന്നൊരു പേരായി. അപ്പോൾ ഓക്കെ ഇവർ കൊള്ളാം, ഈ 2 പിള്ളേരെന്ന് പറഞ്ഞ് പിന്നെ അങ്ങനെ പ്രോഗ്രാമുകളിലേക്ക് പോവാണ്. അതിൻ്റെ കൂടെ ജോലികൾ. അപ്പോൾ ഈ മെഡിക്കൽ ഷോപ്പിൽ ജോലി കഴിഞ്ഞ് അടുത്ത ജോലി എന്ന് പറയുന്നത് ഒരു കൊറിയർ കമ്പനിയിൽ ജോലി കിട്ടുകയാണ്, കൊറിയർ ബോയ് ആയിട്ട്. അതിൻ്റെ ഇടയ്ക്കിടെ ഈ കലാപ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഈ സോമൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഈ പ്രോഗ്രാമുകൾക്കെല്ലാം പോകാൻ തുടങ്ങുന്നത്. അപ്പോൾ പുള്ളി ഒരു ഗൈഡൻസ് ആയിട്ട് മുമ്പിലുണ്ട്. പുള്ളി സീനിയറുമാണ്. പുള്ളി കുറച്ചും കൂടി ഹ്യൂമറൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പുള്ളി ഹിന്ദി അറിയാം. എന്നെക്കാൾ മുമ്പ് എത്തിയതാണ്. കുറച്ചും കൂടി ഗ്രിപ്പുണ്ട് ബോംബെയിൽ. അപ്പോൾ സോമൻ്റെ ഒരു ശിഷ്യം പോലെ ഞാനും കൂടെയാണ്. അങ്ങനെയാണ് ആ പരിപാടികളിലേക്ക് കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യും. ആ പരിപാടികളിലേക്ക് കൂടുതലായിട്ട് ഇൻവോൾവ് ആയി കഴിഞ്ഞപ്പോൾ ഈ പരിപാടി സ്വാഭാവികമായിട്ട് പയ്യെ അങ്ങ് ഒതുങ്ങിയത് ഈ അണ്ടർവേൾഡ്. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട് ഒരു സ്ഥലത്ത് വെടിയേറ്റ് മരിച്ച ഒരാൾ. ഇപ്പോൾ ബാണ്ടൂപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരിക്കൽ ഒരു മലയാളി സഹോദരന്മാർ ഹോട്ടൽ നടത്തുന്നവർ ഇങ്ങനെ കൊന്നു. അപ്പോൾ നമുക്കിങ്ങനെ കേൾക്കാം ദാവൂദിൻ്റെ ആൾക്കാരാണ് കൊന്നത്. അങ്ങനെയൊക്കെ നമ്മൾ ന്യൂസ് കിട്ടുമല്ലോ നമുക്ക്. അപ്പോൾ ഇത് കാണാൻ വേണ്ടി പോയി ഞാൻ. അങ്ങനെ ആ വെടിവെപ്പ് നടന്ന സ്ഥലം അങ്ങനെ 2-3 സ്ഥലത്ത് പോയി, പല സ്ഥലത്തും പോയി. ഇപ്പോൾ ഒരു പിള്ള പേര് പറഞ്ഞു ദത്താസമതി, ഏതൊരു യൂണിയൻ ലീഡർ ഇതുപോലെ ഒരു സിഗ്നലിൽ വെച്ചിട്ട് വെടിവെച്ച് കൊല്ലുകയാണ് മഹാലക്ഷ്മി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അത് ആ സ്ഥലത്ത് പോയി എവിടെയാണ് ഇങ്ങനെ ഇങ്ങനെയായിരിക്കും വെടി. കാരണം സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോഴും സാധനമുണ്ട്. പക്ഷെ അപ്പോഴാണ് നമുക്ക് മനസ്സിലായി നമ്മൾ വിചാരിക്കുന്ന കാലം സീരിയസ് ആയിട്ടുള്ളൊരു പരിപാടിയാണിത്. അവിടെ അങ്ങനെ അണ്ടർവേൾഡ് എന്ന് പറഞ്ഞൊരു സ്ഥലമൊന്നുമില്ല. എല്ലാ സ്ഥലത്തും ഉണ്ട് ഇത്. അവരുടെ പ്രവർത്തനങ്ങൾ പരസ്യമായിട്ടല്ല, അത് രഹസ്യമായിട്ടാണ് നടക്കുന്നത്. അവരാരെ എന്താന്ന് പോലും നമുക്കറിയാം. ഞാൻ എൻ്റെ മനസ്സിലൊരു പൊട്ടധാരണ ഇതൊരു സ്ഥലമാണ് അണ്ടർവേൾഡ് എന്ന് പറഞ്ഞാൽ. അവിടെ പോയാൽ ഇതുപോലെ ടീമുകളെയൊക്കെ കണ്ടുമുട്ടാം. അവിടെ ആരെങ്കിലും ഒരാളെ ഇടിച്ചാൽ ചിലപ്പോൾ നമ്മളെ അവർ ഇടിക്കും എന്നൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇത് വേറെ ടെറർ പരിപാടിയാണെന്നുള്ളത് നമുക്ക് നാട്ടിലിടിക്കുന്നില്ല. പക്ഷെ വെറുതെ തോന്നില്ല നമുക്ക് സിനിമയെ കണ്ടിട്ട് നമുക്ക് ഇടിക്കാൻ പറ്റുന്നൊക്കെ തോന്നുന്നു. ചെറിയ അമ്പലത്തല്ലും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അല്ലാണ്ട് ഒരു സീരിയസ് നോട്ടിലൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ധാരണകളെല്ലാം പൊളിഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ നമുക്ക് ആ ട്രാക്ക് അധികം പിടിക്കാതിരിക്കും, വല്ല വീഡിയോ എല്ലാം കൊണ്ട് ചത്തു കഴിഞ്ഞാൽ അതുമായി. അതിൻ്റെ ഇടയ്ക്ക് സോമൻ്റെ പ്രോത്സാഹനം കൊണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരാളും കൂടി വന്നു ചേർന്നു, സന്തോഷ് എന്ന് പറഞ്ഞിട്ടൊരു സന്തോഷ് പന്തളത്തു നിന്നാണ് വന്നത്. സന്തോഷ് ഇപ്പോൾ സിനിമാ രംഗത്തുണ്ട്. ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ കമ്പനിയിലെ മാനേജറാണ്. സന്തോഷ് പന്തളം എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പോൾ സന്തോഷ് സോമനും ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണ്. അപ്പോൾ സന്തോഷം കൂടി വന്നു ചേർന്നു. അപ്പോൾ സന്തോഷ് കുറച്ച് ശബ്ദം ഈ ഇപ്പോൾ ആദ്യം പറഞ്ഞ പോലെ അങ്ങനത്തെയൊക്കെ ഉള്ള പരിപാടികൾ അത് വെച്ചിട്ടുള്ള അതുകൊണ്ട് മൃദംഗം, തബല, ഡിസ്കോ ട്യൂണുകളൊക്കെ എടുക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ സ്റ്റാഴ്സിൻ്റെ സൗണ്ട് കുറച്ച് ഇമിറ്റേറ്റ് ചെയ്യുന്നു. ഈ സോമൻ കുറച്ച് ഹ്യൂമർ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളാണ്. ഒപ്പം സ്റ്റാഴ്സിൻ്റെ സൗണ്ട് കൊടുക്കും. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ഒന്നിച്ചിട്ട് പിന്നെ അങ്ങനെ പ്രോഗ്രാമുകളുടെ ഒരു പരമ്പര. അതിൻ്റെ ആ പരമ്പരകളുടെ ഒരു കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ ബോംബെയിലത്തെ ചില നാടക ഗ്രൂപ്പുകൾ ഞങ്ങളെ കണ്ടുമുട്ടുകയും നാടകത്തിലേക്ക് എന്നെ ക്ഷണിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഞാൻ പോയിട്ട് നാടകത്തിൽ അഭിനയിക്കുന്നു. അപ്പോൾ അതിലൊരു പ്രധാന എടുത്ത് പറയേണ്ട പേര് മിസ്റ്റർ ചെറിയാൻ, സുനേന ആർട്സ് എന്ന് പറഞ്ഞൊരു നാടക ഗ്രൂപ്പ്. അപ്പോൾ അവരുടെ പുള്ളിക്ക് ഒരു ബിഗ് താങ്ക് യു. അപ്പോൾ കാരണം എനിക്ക് തോന്നുന്നത് ഈ പുള്ളിയാണ് ഈ അഭിനേതാവ് എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ എന്നെ, കാരണം ഞാൻ മറ്റതെല്ലാം ഞാൻ എൻ്റെ സ്വയം പരിപാടിയാണല്ലോ. എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്യാം മിമിക്രിയിൽ, വേറെ ആരും നമ്മളെ ഗ്രൂം ചെയ്യുന്നില്ലല്ലോ. ഈ നാടകത്തിലെത്തിക്കഴിഞ്ഞപ്പോഴാണ് റിഹേഴ്സൽ ക്യാമ്പ്, ആദ്യം റീഡിങ് ക്യാമ്പ്, ആദ്യം സ്ക്രിപ്റ്റ് വായിക്കുക, പിന്നെ റിഹേഴ്സൽ നടത്തുക. ഒരു സ്ഥലത്ത് ഒരു റൂമിൽ കുറേ ദിവസം റിഹേഴ്സൽ നടത്തിയിട്ടാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ ആ റിഹേഴ്സൽ ക്യാമ്പിൽ ഇങ്ങനെ നടക്കണം, ഇങ്ങനെ നോക്കണം, ഇങ്ങനെ ഈ പ്രോപ്പർട്ടി ഇങ്ങനെ എടുക്കണം, ഈ ഡയലോഗ് പറയുമ്പോൾ ഇങ്ങനെ പറയണം എന്നൊക്കെ പറഞ്ഞിരുന്നത് ഇദ്ദേഹമാണ്. പണ്ടില്ല തൂങ്ങിയ മൈക്കൊക്കെ അല്ലേ? തൂങ്ങിയ മൈക്ക് തന്നെ. തൂങ്ങിയ മൈക്കിലാണ് ഈ അവതരിപ്പിക്കുന്നത്. അത് ഒരു മൈക്ക് ആദ്യം ഉണ്ടാവും, ചില സ്ഥലത്ത് ഉണ്ടാവും, ചില സ്ഥലത്ത് 3 മൈക്ക് തൂക്കും. ഇങ്ങനെ ഒരു കോർണറിൽ
2 കോർണറിൽ വരണം, സെൻറ്ററിലുമായിട്ട്. താഴെ മാർക്ക് പിന്നെ ഡെപ്തിൽ വരണം തോന്നും, മാർക്കിംഗ് ഉണ്ടാവും, കാരണം അവിടെയാണ് സ്പോട്ട് ലൈറ്റ് വരിക. അപ്പോൾ ആ ചില അങ്ങനെ പ്രത്യേക ഡയലോഗ് പറയുമ്പോൾ ആ സ്പോട്ടിൽ നിന്നിട്ട് വേണം പറയാം. അപ്പോഴാണ് ഈ ഓർത്ത് വെച്ചിരിക്കുന്ന ഡയലോഗ്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഞാനിപ്പോൾ പേര് പറയുന്നില്ല, ഒരാളുണ്ടായിരുന്നു, പുള്ളി ഒരിക്കലും ഈ സ്പോട്ടിൽ വരില്ല, സ്പോട്ടിൽ നിന്ന് മാറിയേ നിൽക്കുള്ളൂ. അങ്ങനെ സ്പോട്ടിൽ അപ്പോൾ ഡയറക്ടർ എപ്പോഴും ചീത്ത വിളിക്കും. അപ്പോൾ ഡോംബുലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതുപോലത്തെ ഒരു നാടകം നടക്കുക, എനിക്ക് തോന്നുന്നു NN പിള്ള സാറിൻ്റെ ജഡ്ജ്മെൻറ്റ് അങ്ങനെ എന്തോ ഒരു സാധനമാണ്. ഇത് ഈ പുള്ളി ഈ സ്പോട്ടിൽ വന്നില്ല. ഈ മുകളിലുണ്ടായിരുന്ന സ്പോട്ട് ലൈറ്റ് പൊട്ടി. അതിൻ്റെ കൂടെ ഒരു ഈ അന്ന് കണ്ടില്ല ഈ ഒരു സിമെൻറ്റ് അന്ന് എന്താ പറയാന്നുള്ളത്, അതാണ് ആ ഹോൾഡർ പോലെ വരിക, കുറച്ച് ഒരു വലിയ സാധനം കട്ടിയുള്ളത്, അതിലാണ് ഈ ഹോൾഡറും എല്ലാം കൂടി വരിക. ഇതടക്കം പൊട്ടി താഴേക്ക് വീണു. അത് ഈ സ്പോട്ടിലാണ് വന്ന് വീണത്. അപ്പോൾ എന്നിട്ട് അന്ന് പുള്ളി ഡയറക്ടറോട് പറഞ്ഞു, ഇപ്പം ഞാൻ സ്പോട്ടിൽ നിന്നിരുന്നെങ്കിൽ എൻ്റെ ശവാടൊക്കെ ഇവിടെ നടന്നേനെ എന്ന് പറഞ്ഞു. അപ്പം സ്പോട്ടിൽ നിൽക്കാത്തതിൻ്റെ വലിയ എപ്പോഴും ചീത്ത കഴിക്കുന്ന ആളാണ്, കറക്റ്റ് ലൈറ്റ് മുഖത്ത് വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഈ സ്പോട്ട് ലൈറ്റ് പൊട്ടി ഈ മാർക്കിൽ വീണപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ട് പുള്ളി ചോദിച്ചു, ഞാൻ സ്പോട്ടിൽ നിന്നെങ്കിൽ ഇപ്പം എൻ്റെ ശവാടൊക്കെ നടന്നേനെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ സുഹൃത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു. നല്ല കോമഡി പരിപാടി. അങ്ങനെ ഈ നാടകത്തിൽ അഭിനയിക്കാൻ പോയപ്പോൾ ഒത്തിരി കോമഡി പരിപാടികൾ ഓർത്ത് വെച്ചിരിക്കുന്ന ഡയലോഗ് ഇഷ്ടം പോലെ. നല്ല ഡയലോഗല്ല, ഞങ്ങളൊരു അറിയില്ലേ ഞാൻ നല്ല കള്ളനെന്നും പറഞ്ഞ് ബെന്നി പി നായരമ്പലം എഴുതിയൊരു നാടകമുണ്ട്. അപ്പോൾ രാജൻ പി ദേവ് സാറൊക്കെ കൂടി നാട്ടിൽ കളിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് നമ്മൾ അവിടെ കളിക്കുന്നു. അപ്പോൾ അതിൽ ഞങ്ങൾ മലാടെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നാടകം കളിക്കാൻ വേണ്ടിയിട്ട് രാംലീല മൈതാനം എന്നും പറഞ്ഞ്, അപ്പോൾ അതൊരു ഗ്രൗണ്ടാണ്, ഒരു സ്റ്റേജ് മാത്രമുണ്ട്. അപ്പോൾ രാത്രി 10 മണിക്കാണ് നാടകം. അപ്പോൾ നാടകത്തിൽ ഞാൻ ആദ്യത്തെ സീനിൽ ഞാനൊരു വീട്ടിലേക്ക് കയറി വരുന്നതാണ്. അപ്പോൾ ഈ ചെറിയാച്ചനാണ് അവിടെ നിൽക്കുന്നത്, പുള്ള വീട്ടിലേക്ക് ഞാൻ വരുന്നതാണ്, ഒരു ഇൻഫർമേഷൻ അറിയിക്കാൻ വേണ്ടി വരുന്നത്. ഞാൻ കയറി വന്നപ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ചെറിയാൻ അപ്പുറത്തുനിന്ന് വരുന്നു, ഞാൻ ഇവിടെ നിന്ന് വരുന്നു, നടുക്ക് ഒരു പട്ടി നിൽക്കുന്നു. അതായത് ഈ പട്ടി സ്ഥിരം കിടന്നുറങ്ങുന്ന ഈ സ്റ്റേജിലാണ് രാത്രി. കാരണം അവിടെ അങ്ങ് മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 6 മാസത്തിലൊരിക്കൽ ഒരു പരിപാടിയൊക്കെ ഉള്ളൂ. അപ്പോൾ പട്ടികൾ വൈകുന്നേരം ആകുമ്പോൾ ഓപ്പൺ സ്റ്റേജിൽ അവിടെ കിടന്നുറങ്ങും. അങ്ങനെ പട്ടി 10 മണിയായിട്ടും ഈ ആൾക്കാർ പോകാത്തതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് സ്റ്റേജിൽ കയറി കിടന്നു. ഞാൻ പെട്ടെന്ന് സ്റ്റേജിലേക്ക് വരുമ്പോൾ കാണുന്ന പട്ടി, അപ്പോൾ ഞാൻ ഒന്ന് പേടിച്ചു. അപ്പോൾ ഇത് അന്നും നമുക്ക് ഇത് നമ്മൾ ആ സമയത്ത് വെപ്രാളപ്പെടില്ല പെട്ടെന്ന്. അപ്പോൾ ഈ ചെറിയാനും ഒന്നിതായി. അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ഓ അത് ശരി, ഞാൻ അറിയാതെ നിങ്ങളെ വീട്ടിൽ പട്ടിനെ മേടിച്ചു അല്ലേ എന്ന് ഒരു ഡയലോഗ് അപ്പോൾ പറഞ്ഞു. അപ്പോൾ ചെറിയാൻ അവിടെ നിന്ന് പറയണം, നീ കുറേ നാളായിട്ട് ഇങ്ങോട്ടൊന്നും വരാറില്ല, അതുകൊണ്ട് പിന്നെ ഒരു പട്ടിയെ മേടിച്ചേക്കാന്ന് വെച്ചു എന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് കൗണ്ടർ പറഞ്ഞു. അപ്പോൾ പട്ടി എന്ന് പറഞ്ഞ വഴിക്ക് ഈ പട്ടി എടുത്ത് ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് ചാടി. ആ ഫ്രണ്ടിലിരുന്ന ആൾക്കാരൊക്കെ എഴുന്നേറ്റ് ഓടി. ഞാൻ അങ്ങനത്തെ കുറേ ഇൻസിഡൻസുകൾ നടന്നിട്ടുണ്ടാവില്ല. ഈ കട്ടൗട്ടർ പൊളിഞ്ഞു പോരുക, സ്റ്റേജിൻ്റെ നമ്മൾ ബാക്കിൽ വെക്കുന്ന, അങ്ങനത്തെ കുറേ ഇൻസിഡൻസ് ഉണ്ട്. ദാറ്റ്സ് ഓൾ, ബട്ട് ഇറ്റ്സ് ഓൾ എക്സ്പീരിയൻസ്. അപ്പോൾ നമ്മളതിൽ നിന്ന് സീനിയർ കുറേ ആക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിക്കുന്നു, കുറേ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഈ നാടകവും മിമിക്രിയും പാരലായിട്ട് ആണ് ബോംബെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പോഴും അധോലോകം അവിടെ പോയി. അങ്ങനെ ഇതിൻ്റെ ഒരു സ്റ്റേജ് ഞാൻ പറഞ്ഞ മിമിക്രിയിൽ നിന്ന് നാടകക്കാർ കണ്ടെത്തി, നാടകത്തിൽ നിന്ന് എന്നെ ഡബ്ബിങ്ങിൻ്റെ ആൾക്കാർ കണ്ടെത്തി. അപ്പോൾ ഒരിക്കൽ ഈ നാടകം കാണാൻ വന്ന ഒരാൾ എന്നോട് പറഞ്ഞു, നല്ല ശബ്ദമാണല്ലോ, അപ്പോൾ എന്തുകൊണ്ട് ഡബ്ബിങ് ചെയ്തുകൂടാ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്യാം, പക്ഷേ എന്താണ് എവിടെയാണ് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അന്ന് നാണപ്പൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, പുള്ളി വളരെ ഫേമസ് ആയിട്ടുള്ള ഡബ്ബിങ് ആർട്ടിസ്റ്റാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഈ മലയാളത്തിൽ ഒരു കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരുന്ന സിനിമയ്ക്ക് മുമ്പ് ഒരു റീല് വരും, ബീഹാറിൽ വെള്ളപ്പൊക്കം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു റീൽസ് വരുന്ന ഓർക്കുന്നുണ്ടോ? ആ റീൽസ് കഴിഞ്ഞിട്ടാണ് സിനിമ തുടങ്ങുക. ഇത് മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്ന ഇദ്ദേഹമാണ്. അപ്പോൾ ഇന്ത്യയിലത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള NFDCയുടെ മറ്റേ അല്ലെങ്കിൽ ഫിലിം ഡിവിഷൻ്റെയൊക്കെ ആ ഡബ് ചെയ്യുന്നത് ഇദ്ദേഹമാണ്. ഈ നാണപ്പൻ്റെ ശബ്ദം ഭയങ്കര ഫേമസ് ആണ്. പുള്ളി ഭയങ്കര എന്തോ 3 മൊസ്കിറ്റോസ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ എന്തോ ഒരു ഇതിൽ പെട്ടുള്ള ഒരാളാണ് പുള്ളി. അദ്ദേഹമാണ് നേരത്തെ തലതൊട്ടപ്പൻ, നല്ല സീനിയർ മനുഷ്യനാണ്, മലയാളി. പുള്ളിയുടെ നാട് എനിക്ക് ആലുവയാണെന്ന് തോന്നുന്നു. അപ്പോൾ പുള്ളിയുടെ ഒരു സീനിയർ അവസാനത്തെ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ പുള്ളിയുടെ അടുത്ത് എത്തുന്നത്. അപ്പോൾ പുള്ളിയുടെ അടുത്ത് എന്നെ കൊണ്ടുപോകുന്നത് സുധാകരനങ്കിൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു മെൻറ്ററാണ്. എൻ്റെ ഈ ഡബ്ബിങ് രംഗത്തേക്കുള്ള വേറൊരു ഡൈവേഷനിലെ മെൻറ്ററാണ്. അപ്പോൾ താങ്ക്സ് ടു സുധാകരനങ്കിൾ ആൻഡ് ഫാമിലി, അവരുടെ ഫാമിലിയും അത്രയും പ്രിയപ്പെട്ടതാണ്, വൈഫും മോളൊക്കെ. അപ്പോൾ അങ്ങനെ ഈ സുധാകരനങ്കിളാണ് എന്നെ ഈ പറഞ്ഞ നാണപ്പനങ്ങളുടെ അടുത്ത് കൊണ്ടുപോകുന്നു. പിന്നെ പയ്യെ ഡബ്ബിങ് പരിപാടികൾ, ആദ്യമായിട്ട് ഡബ്ബിങ് സ്റ്റുഡിയോ കയറുക ദിനേശ് പ്രഭാകർ അല്ലേ? അതെ. നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ല, അന്ന് നമ്മൾക്കൊരു അവസരമാണിത്. അപ്പോൾ നമ്മൾ ആ സമയത്ത് ഫിലിം ഡിവിഷൻ്റെ എന്തോ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് ഫിലിം ഡിവിഷൻ്റെ എന്തോ ഒരു സിനിമ ഡബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ ഒരു ടെസ്റ്റൊക്കെ ഉണ്ട്, നമുക്ക് ക്ലാരിറ്റി ഉണ്ടോ, നമുക്ക് സ്ഫുടതയുണ്ടോ, പിന്നെ ബ്രത്ത് കൺട്രോൾ ചെയ്ത് പറയാൻ പറ്റുമോ, അങ്ങനെയൊക്കെയാണ്. പിന്നെ നമുക്കിതൊന്നും അറിയില്ല, നമുക്ക് അതുകൊണ്ട് തന്നെ പേടിയില്ല. പക്ഷെ അന്ന് കൊണ്ടുപോയിട്ട് ഇതുപോലെ സുധാരണങ്ങളാണ് ഡബ് ചെയ്യിക്കുന്നത്. അപ്പോൾ തോന്നുന്നു ഭയങ്കര കൗതുകം ഇതിനോട്, ഇത് കൊള്ളാമല്ലോ ഈ പരിപാടി, ഇങ്ങനെ ഈ ഡബ്ബിങ്. അപ്പോൾ അതുവരെ തോന്നാത്തൊരു ഭയങ്കര ഇഷ്ടവും കൗതുകവും ഇതിനോട് തോന്നുകയാണ്.
അങ്ങനെ പയ്യെ ഡബ്ബിങ്ങിലേക്ക് കയറുകയാണ്. അപ്പോൾ അവിടെ സുധാരേട്ടനുണ്ട്, പിന്നെ ഒരു ശാന്തികുമാർ, താങ്ക്സ് ടു ശാന്തികുമാർ, പുള്ളി ഒത്തിരി അവസരങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ശാന്തികുമാർ അന്ന് ഈ പരസ്യ ചിത്രങ്ങളുടെ ഡബ്ബിങ്ങിലെ ഒരു കിങ് ആയിരുന്നു. നമ്മൾ ആ സമയത്ത് കേട്ടിട്ടുള്ള ഒരു ഭൂരിഭാഗം പരസ്യങ്ങളും പറഞ്ഞിട്ടുള്ള ഈ ശാന്തികുമാറാണ്. നല്ല മലയാളി. പുള്ളി ഇവിടെ നമ്മുടെ പാവറട്ടി, തൃശ്ശൂർ ആ ഭാഗത്താണ് പുള്ളി വീട്. അപ്പോൾ ഇന്നും അദ്ദേഹമായിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളും വൈഫും ഡബ്ബിങ് ആർട്ടിസ്റ്റുകളാണ്. മകള് സോണിയ എന്ന് പറയുന്നത് എനിക്ക് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പരസ്യങ്ങൾക്ക് ശബ്ദം നൽകിയിട്ടുള്ള സോണിയ ആയിരിക്കും. കാരണം ഈ ഐ ലവ് യു രസ്ന എന്നുള്ള പരസ്യത്തിൽ ഐ ലവ് യു രസ്ന എന്ന് പറഞ്ഞ് സോണിയ, അതായത് അവൾ ആ പ്രായം മുതൽ ഡബ്ബ് ചെയ്യുന്നത്, ഇപ്പോഴും ഡബ്ബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 14 ലാംഗ്വേജിലൊക്കെ ഡബ്ബ് ചെയ്യും. ഇപ്പോൾ അവർ ബാംഗ്ലൂർ സെറ്റിൽഡാണ്. അവൾ ഹസ്ബൻഡ് സ്റ്റുഡിയോ നടത്തുന്നു. അവൾ ഫേമസ് ആയിട്ടുള്ള ആക്ട്രസസിനൊക്കെ ഡബ്ബ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവൾ വളരെ ഫ്ലുവൻ്റായിട്ട് ഹിന്ദി പറയും, ഇംഗ്ലീഷ് പറയും, എല്ലാ ലാംഗ്വേജും കൈകാര്യം ചെയ്യും. നമ്മുടെ 14 ലാംഗ്വേജിലൊക്കെ ഡബ്ബ് ചെയ്യും. അപ്പോൾ ഈ സോണിയയുടെ ഫാദറാണ് ശാന്തികുമാർ. അപ്പോൾ ഈ ശാന്തികുമാറായിട്ട് കണക്ഷൻ വരുന്നു. അപ്പോൾ പരസ്യരംഗത്തേക്ക് കയറുന്നു. അപ്പോൾ ഈ സുധാകരേട്ടൻ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന മുഴുവൻ മറ്റേ സിനിമകളും സീരിയലുകളുമാണ്. ഓം നമ ശിവായ, മറ്റേ ജപ് തബ്രത്, ജയ് ഹനുമാൻ, അങ്ങനത്തെ ഗീതാരഹസ്യം, അങ്ങനത്തെ സീരിയൽസാണ്. ചന്ദ്രകാന്ത്, ഇതൊക്കെ ഡബ്ബിങ് നടക്കുകയാണ്. അപ്പോൾ ഈ സീരിയൽസിലെല്ലാം ഡബ്ബ് ചെയ്യുന്നു. അപ്പോൾ അവിടെ അപ്പുറത്ത് പരസ്യങ്ങൾക്ക് ഡബ്ബ് ചെയ്യുന്നു, ഈ നാടകത്തിൽ അഭിനയിക്കുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് പല ജോലികളും ചെയ്യുന്നുണ്ട്. അവിടെ ഒരിക്കലും ഇതൊരു മെയിൻ പ്രൊഫഷനല്ല, ഇതെല്ലാം നമ്മൾ പറഞ്ഞെല്ലാം സൈഡാണ്. ഞാൻ ഈ കൊറിയർ കമ്പനിയിലെ കൊറിയർ ജോലിക്ക് ശേഷം ഞാനൊരു ട്രാൻസ്പോർട്ട് കമ്പനിയിൽ കയറി, ലോറിയുടെ ഒപ്പം സഞ്ചരിക്കുന്ന പരിപാടിയായിരുന്നു. അപ്പോൾ ലോറി കൊണ്ട് ഈ മഹാരാഷ്ട്രയുടെ ഇൻറ്റീരിയേഴ്സിലേക്കൊക്കെ ഗുഡ്സ് സപ്ലൈ ചെയ്യാൻ പോകണം. അപ്പോൾ അതിൻ്റെ കൂടെ ഒരാളായിട്ട് പോകുന്നതാണ് കിളി. അപ്പോൾ ആ കിളിയായിട്ട് പോയിട്ടാണ് ഞാൻ ഈ മറാഠി ഭാഷ സ്വായത്തമാക്കിയത്. അപ്പോൾ അപ്പോഴും ഈ സോമൻ്റെ സൗഹൃദം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു 99-2000 ആ കാലഘട്ടത്തിലാണ് നമ്മളോട് വെറുതെ നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്നത്, നിങ്ങൾക്ക് എന്തുകൊണ്ട് സിനിമയിൽ അഭിനയിച്ചു കൂടാന്ന്. അപ്പോൾ അതുവരെ നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോയി. അത് കാരണം നമുക്ക് സാധ്യമല്ല. സിനിമ നാട്ടിലെവിടെയുള്ള വേറൊരു സാധനമാണ്, നമുക്ക് സിനിമയായിട്ടൊരു ബന്ധമില്ല. അപ്പോൾ വെറുതെ നമുക്ക് തോന്നുന്നത് എന്നാൽ പിന്നെ സിനിമയിൽ അഭിനയിച്ചേക്കല്ലേ. ഇതിനിടയ്ക്ക് ഈ സന്തോഷം എന്ന് പറഞ്ഞ അവൻ്റെ ഫാദർ മരണപ്പെടുകയും അവൻ നാട്ടിലാളില്ലാത്തതുകൊണ്ട് അവൻ തിരിച്ച് നാട്ടിലേക്ക് പോന്നു. അപ്പോൾ ഞാനും സോമനും വീണ്ടും ഒറ്റപ്പെട്ടു. അപ്പോൾ ആണ് സോമൻ ഞാൻ പറഞ്ഞത്, എന്നാൽ പിന്നെ നമുക്ക് പോയിട്ട് സിനിമയിൽ അഭിനയിക്കാം. അങ്ങനെ ഞങ്ങളൊരു തീരുമാനം എടുക്കുകയാണ്, കേരളത്തിലേക്ക് വന്ന് സിനിമയിൽ അഭിനയിച്ച് കളയാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി കുറച്ച് പൈസ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 30-35,000 രൂപ, അന്ന് നല്ല പൈസയാണ്. ആ പൈസ സ്വരൂപിച്ചു. കുറച്ച് കാലം കൊണ്ട് സ്വരൂപിച്ചിട്ട് ഞങ്ങൾ ആ പൈസയുമായിട്ട് തിരുവനന്തപുരത്തേക്ക് വരികയാണ്. ട്രെയിൻ കയറി തിരുവനന്തപുരത്ത് തമ്പാനൂർ വന്നിറങ്ങി. അവിടെ ഒരു പ്രശാന്ത് എന്നാണ് അന്ന് ആ ലോഡ്ജിൻ്റെ പേര്. ആ ഒരു കുഞ്ഞ് ലോഡ്ജാണ്. ഇവിടെ 100 രൂപ അങ്ങനെ എന്തോ ഉള്ളു അന്ന്. ആ റൂം അങ്ങ് വാടകയ്ക്ക് എടുത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിക്കുകയാണ്, ഇനി ഇവിടുന്ന് നാളെ മുതൽ ഓരോ സ്ഥലത്ത് പോകുന്നു, മറ്റന്നാൾ മുതൽ നമ്മൾ അഭിനയിച്ച് തുടങ്ങുന്നു. അങ്ങനെയാണ് പ്ലാൻ. എക്സ്പീരിയൻസ് ആയി. അപ്പോൾ 1-2 കോൺടാക്റ്റുകളും കൊണ്ടാണ് വന്നിരിക്കുന്നത് വിളിക്കേണ്ടവരുടെ. അപ്പോൾ കെ രാജീവ് സാറിൻ്റെ ഒരു സീരിയൽ നടക്കുന്നു, പിന്നെ VK പ്രകാശിൻ്റെ ഒരു സീരിയൽ നടക്കുന്നു. അപ്പോൾ ഇതിലൊക്കെ പോയി അഭിനയിക്കും. കാരണം VK പ്രകാശിന് വേണ്ടി ബോംബെയിൽ വെച്ച് നമ്മൾ പരസ്യങ്ങൾ ഡബ്ബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നാൽ ഭയങ്കര സ്വീകരണമായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. പിറ്റേ ദിവസം മുതൽ ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയിട്ട് ഒരു വല്ലാത്ത ഇറക്കമായിരുന്നു. ഏകദേശം ഒരു 1.5-2 മാസം നീണ്ടു നിന്ന അന്വേഷണമായിരുന്നു. സീരിയൽ സെറ്റുകൾ, സിനിമാ സംവിധായകർ, കുറേ അധികം പേരെ കണ്ടു. തിക്താനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന് ഇപ്പം നമ്മളതിനൊരു നെഗറ്റീവായിട്ട് കാണുന്നില്ല. ഞാൻ എൻ്റെ ഒരു വേറെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഞാൻ ആലോചിക്കുമ്പോൾ അവരൊക്കെ അങ്ങനെയല്ലേ പെരുമാറാൻ കഴിയുമോ? കാരണം 2 ചെറുപ്പക്കാർ നമ്മുടെ മുമ്പിലേക്ക് വരുന്നു. ഇന്നത്തെ പോലത്തെ സോഷ്യൽ മീഡിയയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവരാരാണ്, എന്താണ്, ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അങ്ങനെയൊന്നും ഈ വരുന്നവർക്ക് അറിയില്ലല്ലോ. എന്നാലും മണിക്കൂർ കണക്കിന് കാത്തു നിന്ന് അതുണ്ട്. രാവിലെ വൈകുന്നേരം വരെ നിന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ചോറും കഴിക്കാനായിട്ട് ഉച്ചയ്ക്ക് അവിടെ ലഞ്ച് ബ്രേക്കായി. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഈ സമയത്താണ് ഡയറക്ടർ വിളിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു. ഭക്ഷണം കഴിക്കാൻ പോയില്ല, അവിടെ തന്നെ നിന്നു വട്ടിയൂർക്കാവിലൊരു സ്ഥലത്ത്. അങ്ങനെ നിന്ന് കാലിൽ നീര് വന്നിട്ടുണ്ട്. വൈകിട്ട് വരെ നിന്നു, പക്ഷെ വിളിച്ചില്ല. സംവിധായകൻ മൂഡ് ഔട്ടാന്നൊക്കെ പറഞ്ഞ് വണ്ടി കയറിപ്പോയി. പറഞ്ഞ് പിന്നെ അറിയിക്കാമെന്നും പറഞ്ഞ് വിട്ടു. ചിലർ വീട്ടിൽ പോലും കയറ്റാത്തതുണ്ട്. അപ്പോൾ ഫോട്ടോ ഉണ്ടെങ്കിൽ ഗേറ്റിൻ്റെ പുറത്ത് വെച്ചിട്ട് പോക്കളാൻ പറഞ്ഞവരുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരെ നമ്മൾക്ക് എങ്ങനെ കുറ്റപ്പെടുത്താൻ കഴിയും? പിന്നെ അന്നത്തെ ഒരു കാലഘട്ടം കൂടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നിപ്പോൾ സിനിമയുടെ കോൺസെപ്റ്റ് മാറി. ആളുകളെ ആരും ജഡ്ജ് ചെയ്യുന്നില്ല നിറത്തിൻ്റെ പേരിലോ ലുക്കിൻ്റെ പേരിലോ ഒന്നും. ഇപ്പോൾ ഒരു പെക്യൂലിയർ ആയിട്ടൊരു ലുക്ക് കണ്ടാൽ അപ്പം ശ്രദ്ധിക്കുകയാണ്
നോക്കിയാണ് ആൾക്കാർ, ഇവൻ കൊള്ളാം, ഇവനൊരു പ്രത്യേക ലുക്ക് ഉണ്ടല്ലോ, എന്നാൽ പിന്നെ ഇവനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കാം. അന്ന് നേരെ തിരിച്ചാ. അന്ന് സിനിമയുടെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സുന്ദരനായിരിക്കണം, സുമുഖനായിരിക്കണം, നല്ല കട്ടിമീശ വേണം, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലാണ് പോകുന്നത്. അപ്പോൾ സിനിമാ നടൻ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഗ്ലാമറുള്ള ആൾ. ആ ഗ്ലാമറില്ല, അങ്ങനത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ കൽപ്പിക്കുന്ന ഒരു ഗ്ലാമറാണ്, നമ്മളുണ്ടാക്കിയാണ്. ഗ്ലാമറിൻ്റെ ഡെഫിനേഷൻ അതല്ല. അങ്ങനത്തെ രൂപമില്ലാത്ത ഒരാൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കില്ല. പക്ഷേ ദിനേശിക്ക് ഇപ്പം ഈ പറയുന്ന പോസിറ്റീവ് തോട്ട് പ്രോസസ്സ് ചെയ്ത് വന്നാൽ അന്ന് തകർന്നിട്ടുണ്ടോ? അന്ന് നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ തകരൂല. കാരണം നമ്മൾ ഭയങ്കര പ്രതീക്ഷയോടുകൂടി കുറേ ഫോട്ടോസും, അപ്പോൾ ഒരു PP നമ്പറൊക്കെയാണ് പുറകിൽ എഴുതുന്നത്, പോയി പറയുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്പറാണത്, PP നമ്പർ. അത് നമുക്ക് ഫോണില്ലെങ്കിൽ നമ്മൾ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ, നമ്മളതിൽ കടയിലേക്ക് വിളിച്ചാൽ ആ കടയിലെ ചേട്ടൻ എന്ന് പറയുന്നൊക്കെ പറഞ്ഞ പോലെ. അത് ഫോട്ടോ ഒക്കെ ഒരു ചേട്ടനെ കൊണ്ട്, ഒരു രമേഷ് എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ, അദ്ദേഹത്തിന് ഒരു താങ്ക്സ് പറയാതിരിക്കാൻ വേണ്ടി. രമേഷ് അല്ലല്ല, രമേഷ് ബോംബെയിലാണ്, ഇപ്പോൾ നാട്ടിലുണ്ട്. ആ സമയത്ത് ബോംബെയിലാണ്. പുള്ളി ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള വോയിസ് ഓവർ ആർട്ടിസ്റ്റ്. മലയാള ഭാഷ, അതിൻ്റെ ശുദ്ധി, അതിൻ്റെ ഉച്ചാരണം, വൊക്കാബുലറി, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഒത്തിരി ക്ലാസ് എടുത്തു തരികയും ഭാഷയിലെ ശുദ്ധി. പുള്ളി മറ്റേ നിത്യചൈതന്യതിയുടെയൊക്കെ ഒരു ശിഷ്യനായിരുന്നു. അപ്പോൾ ഈ ജയ് ഹനുമാൻ സീരിയലൊക്കെ പുള്ളിയാണ് ഡബ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പുള്ളി ഡബ്ബിങ്ങിൽ വരുത്തിയ വലിയൊരു മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളന്ന് ഈ സീരിയലുകൾ ഡബ് ചെയ്യുമ്പോൾ ഹിന്ദിയിൽ എന്തു പറയുന്നോ അത് മലയാളത്തിലാക്കി പറയുക എന്നുള്ളതായിരുന്നു. അപ്പോൾ മലയാളം കറക്റ്റായിരിക്കും, പക്ഷെ നമുക്ക് കേൾക്കുമ്പോൾ എന്തോ ഫീൽ ചെയ്യില്ല. मैं उसको मारूंगा जिसने मेरे बाप को मारा था എന്നായിരിക്കും ഡയലോഗ്. അപ്പോൾ അത് മലയാളത്തിൽ പറയുമ്പോൾ ഞാൻ അവനെ കൊല്ലും, ആരാണോ എൻ്റെ അച്ഛനെ കൊന്നത്. അപ്പോൾ മലയാളം ഓക്കെയാണ്, പക്ഷെ നമ്മളിവിടെ പറയുക എൻ്റെ അച്ഛനെ കൊന്നവനെ ഞാൻ കൊല്ലുന്നേ പറയുള്ളൂ. ആരാണോ എൻ്റെ അച്ഛനെ കൊന്നത് അവനെ ഞാൻ കൊല്ലും എന്ന് പറയുമ്പോൾ സംഭവം മലയാളം ഓക്കെയാണ്, പക്ഷേ ഹിന്ദിയിലെ യൂസേജിൻ്റെ मैं उसको मारूंगा जिसने मेरे बाप को मारा था എന്ന് പറയാം. അപ്പോൾ ഈ രമേഷ് ഈ ട്രാൻസ്ലേഷൻ വന്നപ്പോൾ പുള്ളി എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് മാറ്റിയിട്ട് അവരത് പറഞ്ഞോട്ടെ, പക്ഷെ നമുക്ക് പറയാനുള്ളത് നമ്മൾ പറയുന്നുള്ള രീതിയിലേക്ക്. അതാണ് ഇപ്പോഴത്തെ ഡബ്ബിങ്. ഇപ്പോൾ ഈ ബാഹുബലി ഉൾപ്പെടെയുള്ള ഡബ്ബിങ് പടങ്ങൾ ഇപ്പോൾ ചെയ്യുന്നതാണ്. കാരണം അവർ പറയുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യല്ല, നമുക്ക് അവിടെ എന്താണോ പറയേണ്ടത് അത് ഈ ലിപ്പിലേക്ക് ഫീൽ ചെയ്തിട്ട് ഫിറ്റ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക്, അപ്പോൾ നമ്മൾ പറയില്ല ഇത് ഡബ്ബിങ് പടം കാണുന്ന പോലെ ഇല്ല എന്ന് പറയില്ലേ, അതിൻ്റെ കാരണം അതാണ്. പക്ഷേ അവരുടെ ഓരോ ലാംഗ്വേജിനും ഓരോ ക്രിയാകർമ്മം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള സാധനമുണ്ട്, അത് വെച്ചിട്ടാണ് അവർ സംസാരിക്കുക. അത് അതിനെക്കുറിച്ച് പറിച്ച് മനസ്സിലാക്കി തന്ന ഈ രമേശാണ്. പുള്ളി ഒരു ഭയങ്കര കക്ഷിയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ അന്ന് പുള്ളി പറഞ്ഞിരുന്നു, ആ സമയത്ത് പുള്ളി പറഞ്ഞിരുന്നു ഇതെല്ലാം ഡിജിറ്റലാവും, പിള്ളേരൊക്കെ ഈ ലാപ്ടോപ്പും ഐപാഡൊക്കെ നോക്കി പഠിക്കുന്ന ഒരു കാലം വരും, ടീച്ചർമാരുടെ സർവീസ് ആവശ്യം വരില്ല. ഞാൻ പിന്നീട് ബൈജൂസ് ആപ്പൊക്കെ വന്നപ്പോൾ ഞാൻ ആലോചിച്ചു, പുള്ളി അന്ന് പറഞ്ഞതാണത്, പ്രഡിക്റ്റ് ചെയ്ത് അത് പുള്ളി അതിലേക്കൊക്കെ ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ എന്തോ പുള്ളിക്ക് അതിനൊരു സപ്പോർട്ട് കിട്ടിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഈ പുള്ളിയാണ് ഫോട്ടോസൊക്കെ എടുത്തു തന്നത്. ഈ ഫോട്ടോസും കൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. അന്ന് നമ്മളുടെ രൂപം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ മെലിഞ്ഞുണങ്ങി കരിഞ്ഞ്. അന്ന് ഞാനൊരു കൊറിയർ കമ്പനിയിൽ ജോലി ചെയ്തായിരുന്നല്ലോ. അപ്പോൾ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ കൊറിയറുമായിട്ട് നടക്കാം. അതെ, വെയിൽ കൊണ്ടതിന് ഒരു കണക്കില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ട്രാൻസ്പോർട്ട് കമ്പനിയിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്താണ് ഈ ഒരു മറ്റേ എൻ്റെ ആ ജോലി പോകുന്നത് ബോംബെയിൽ മറ്റേ കലാപം വന്നുമല്ലോ 92 അതിലാ ജോലി പോയി. നമ്മൾ ജോലി എന്ന് പറയുന്ന സ്ഥാപനമൊക്കെ അഗ്നിക്കിരയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ പിന്നെ ഒരു മെഡിക്കൽ കമ്പനിയിൽ ജോയിൻ ചെയ്തു. പിന്നെ തിരിച്ചു പോയ ബോംബെക്ക്? അല്ല, ഞാൻ വന്നില്ല, ഇങ്ങോട്ട് വന്നില്ല. അല്ല, അത് 2000 ഞാൻ ഒരു ബാക്ക് സ്റ്റോറി പറഞ്ഞു. ഞാൻ പറഞ്ഞ അവിടെ ഞാൻ ജോലി മാറേണ്ട ഒരു കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ മെഡിക്കൽ പ്രൊഫഷണലായിരുന്നു എന്ന് പറഞ്ഞത്. അതായത് മെഡിക്കൽ റെപ്പ്, അതായത് നമ്മളുടെ അതായത് ബോംബെയിൽ എൻ്റെ ഒരു ക്യാരക്ടർ ചേഞ്ചിന് വലിയൊരു ഡൈവേഷൻ ഉണ്ടായത് സന്ദീപ് സന്തോഷ് എന്ന് പറഞ്ഞ 2 സഹോദരന്മാരെ കണ്ടുമുട്ടുന്നതാണ്. അതിൽ സന്തോഷ് തബലിസ്റ്റും ഈ സന്ദീപ് കീബോർഡിസ്റ്റും ആയിരുന്നു. പക്ഷെ അവർ ജോബുണ്ട്. ഞാൻ പറഞ്ഞ ഞാൻ മിമിക്രി അവതരിപ്പിക്കാൻ പോകുന്ന സമയത്ത് അവിടെ ഗാനമേള ഉണ്ടാവും. ആ ഗാനമേള ട്രൂപ്പിലെ ആളുകളായിരുന്നു ഇവർ. അപ്പോൾ പെട്ടെന്നൊരു സൗഹൃദം വന്നിട്ട് അവരാണ് എനിക്ക് പല കാര്യങ്ങളും ഇങ്ങനെ ഈ പറഞ്ഞ പോലെ നീ കുറച്ചും കൂടെ ഡ്രസ്സിങ്ങിൽ ശ്രദ്ധിക്കണം. അപ്പോൾ അവരുടെ പഴയ ഷർട്ട് എനിക്ക് തരുന്നു, ഇങ്ങനെ പാൻറ്റ് ഇങ്ങനെ ഇടണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവരുടെ വീട്ടിൽ പോകുന്നു, അവരുടെ അമ്മ ഭക്ഷണം തരുന്നു. അപ്പോൾ അവരുടെ അമ്മ മഹാരാഷ്ട്രീയനും അച്ഛൻ മലയാളിയാണ്. അപ്പോൾ ഇവർക്ക് മലയാളം പാട്ടുകളും ദാസേട്ടൻ്റെ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവരൊക്കെ അവിടെ ജനിച്ചു വളർന്ന പിള്ളേരാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കുറേ ഇൻഫർമേഷൻ അവർക്ക് കൊടുക്കുന്നു. അങ്ങനെ ഞങ്ങളൊരു വലിയ സൗഹൃദം രൂപാന്തരപ്പെടുന്നു. സന്ദീപിൻ്റെ അമ്മ ഇപ്പോഴും ഉണ്ട്, അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ ഞാൻ എപ്പോൾ ബോംബെ പോയാലും സന്ദീപിൻ്റെ അമ്മയെ പോയി കാണും. കാരണം ഒത്തിരി ഭക്ഷണം കഴിച്ചാണ്. അപ്പോൾ ഈ മഹാരാഷ്ട്രീയൻ ഭക്ഷണം കൂടുതൽ കഴിച്ചിട്ടുള്ളത് അവിടെ നിന്നാണ്. അമ്മയ്ക്ക് ഒരു ബിഗ് താങ്ക് യു. ആയി എന്നാണ് ഞങ്ങൾ വിളിക്കുക. ആയി എന്ന് പറഞ്ഞാൽ അമ്മ.
ഇപ്പോൾ സിനിമ ഈ പറഞ്ഞ കണക്ക് സിനിമയിൽ ഫോട്ടോ എടുത്ത് തന്ന ചേട്ടൻ്റെ കഥ. അതെ അതെ, ഞാൻ അവിടെ കുറച്ച് സംഭവങ്ങൾ വിട്ടിരുന്നു അവിടെ വെച്ചിട്ട്. അതായത് ഈ പറഞ്ഞ കൊറിയർ കമ്പനിയിൽ പാണ്ഡ്യാസ് കൊറിയർ എന്നായിരുന്നു എൻ്റെ പേര്. അപ്പോൾ അത് ഈ ഗുജറാത്ത് ബേസ്ഡ് ഒരു മീൻസ് കൂടുതൽ ഗുജറാത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് കൊറിയർ വരുന്ന അങ്ങനത്തെ ഒരു കമ്പനിയൊക്കെ ആയിരുന്നു. അപ്പോൾ കൊറിയർ ഇങ്ങനെ പല ഓരോ ഏരിയ തിരിച്ചാൽ നമുക്ക് തരാം. അപ്പോൾ എൻ്റെ ഒരു ഏരിയ ബോംബെയിൽ ചെമ്പൂർ എന്നൊക്കെ പറഞ്ഞ സ്ഥലമായിരുന്നു. അതൊരു താരതമ്യേന അർബൻ ഒരു ഏരിയ, ഒരു ഇടത്തരം ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഈ ബാൻഡ്ര എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. ബാൻഡ്ര എന്ന് പറഞ്ഞാൽ അന്ന് സിനിമാക്കാർ താമസിക്കുന്ന ഏരിയ. ബാൻഡ്ര, പാലി ഹില്ല്. ഇപ്പോൾ ഷാറൂഖ് ഖാൻ അടക്കം താമസിക്കുന്ന ബാൻഡ്രയിലാണ്. ഇപ്പോൾ അന്തേരിയും വന്നു. അപ്പോൾ അന്തേരി ബാൻഡ്രയാണ് ഇപ്പോൾ 2 സിനിമ സ്ഥലങ്ങൾ. അന്തേരിയിൽ സീരിയലുകാരാണ് അന്ന് ചേക്കേറിയത്. ഇപ്പോൾ സിനിമക്കാരുമായി ഫുള്ള് അങ്ങനത്തായി. അപ്പോൾ അന്ന് ഇതുപോലെ ഒരു കൊറിയർ വരികയാണ് ഇതുപോലെ ജാക്കി ഷറഫിൻ്റെ പേരിൽ. അപ്പോൾ എനിക്കുള്ളിൽ ഈ ഒരു സിനിമ ക്രേസ് കിടക്കുന്നുണ്ടല്ലോ. അപ്പം ഞാൻ എൻ്റെ ഏരിയ അല്ലാതെ എനിക്ക് പോകാൻ പറ്റില്ല. അപ്പം ഞാൻ ആ ഏരിയയിൽ പോണവനെ പിടിച്ചിട്ട് സോപ്പിട്ട് പറഞ്ഞു ഇത് ഞാൻ കൊണ്ട് കൊടുക്കാം. അപ്പോൾ എനിക്ക് ഒരു ആഗ്രഹമുള്ളതുകൊണ്ട് ഞാനിങ്ങനെ സിനിമ, അപ്പോൾ അവർക്കറിയാം എനിക്കിങ്ങനെ ചെറിയ മിമിക്രി ഇങ്ങനത്തെ പരിപാടികളുണ്ടെന്ന് ഓഫീസിൽ അറിയാം. ഞാൻ ആ സമയത്ത് അത് പറയാൻ വിട്ടുപോയൊരു പോയിൻ്റാണ്. ബോംബെ ചെന്ന് ഞാൻ സോമൻ്റെ ഒപ്പം മിമിക്രി നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ പരിപാടികളൊക്കെ നടത്തി ഞാൻ ആ സമയത്ത് അവിടുത്തെ ആളുകളുടെ മുമ്പിലൊക്കെ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹിന്ദിയിലെ കുറച്ച് താരങ്ങളുടെ ശബ്ദങ്ങളും കൂടി ഞാൻ പഠിക്കുകയാണ്. ആ സമയത്ത് അമിതാഭ് ബച്ചൻ, സഞ്ജയ് ദത്ത്, പരേഷ് റാവൽ, നാനാ പടേക്കർ ഇവരുടെയൊക്കെ ശബ്ദങ്ങൾ, അവരൊക്കെ അവിടുത്തെ താരങ്ങളാണ്. ഇപ്പോൾ ക്രാന്തിവീർ എന്ന് പറഞ്ഞ പടം ഇറങ്ങിയ സമയത്ത് നാനാ പടേക്കറിൻ്റെ ഒരു ഡയലോഗ് ഭയങ്കര ഫേമസായിരുന്നു. യേ ഹിന്ദു കാ ഖൂൻ, യേ മുസൽമാൻ കാ ഖൂൻ, യേ മിലായ इसमें हिंदू का कौन सा और मुसलमान का कौन सा, बता साले बता, जो अपने नाम नहीं बताना जानते उसको हिंदू और मुसलमान के बारे में किसने बताया, तूने എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ ഡയലോഗ്. പരേഷ് റാവലിൻ്റെ മൊഹറ എന്ന് പറയുന്നത് തൂ ചീസ് ബടി ഹേ മസ്ത് മസ്ത്, ആ പടത്തിലെ ഡയലോഗ് ഈ ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ പൈസ ഓരോ മിനിറ്റിന് മേടിച്ച് മേടിക്കും പുള്ളി ചോർത്തി കൊടുക്കുന്നത്. അപ്പോൾ പുള്ളി പറയും स्टार्ट तो मिनटों अपना गोडाउन से माल लेके भागा, मिनटों के पीछे पीछे अपना चिकना इंस्पेक्टर भागा, भागते 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 मिनटों ने चलती गाड़ी पकड़ ली. साला मिनटों ने क्या सोचा, बच गया, लेकिन उस गाड़ी वाले ने उसको ऐसा लपट कर खींचा सीधा मौत की मुंह में लेके गया और उस महारथी जम मार के आउट. लेकिन उस महारथी को मैंने देखा, विशाल अग्निहोत्री. झटका लग गया ना, मुझे भी लग गया था सेठ. सिर्फ 40 सेकंड हुआ, मेरा 40,000 रुपया दे देना എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഈ സാധനങ്ങളെല്ലാം അങ്ങനെ വരെ. പിന്നെ മറ്റേ ജോൾസമീന ഹിന്ദുസ്ഥാൻ അസ്സലാം വലൈക്കും മേരാ ബാദ്ഷാ ഖാൻ, അമിതാഭ് ബച്ചൻ്റെ മറ്റേ ഖുദാ കെ വേല ഡയലോഗ്. उसके लिए मजनून सलाम की बादशाही और आज भी जिंदा है तारीफ बनकर, उसी मोहब्बत को लेकर कबूल की ये पठान. जमीन हिंदुस्तान से अपने मोहब्बत की हार मांगने आया है. आजमाइश खड़ी है, इंतकाम मुश्किल है लेकिन हौसला बुलंद है. എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളുടെ ഡയലോഗ്സ് ഇപ്പോൾ എല്ലാം മറന്നുപോയി. എത്ര 20 വർഷം കഴിഞ്ഞില്ലേ. കാണാതിരുന്ന് പഠിക്കും അല്ലേ ഡയലോഗുകൾ. അന്ന സമയത്ത് ഇത് കാണാതെ പഠിച്ചിട്ട് നമ്മൾ സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ പറയും. പിന്നെ ഇപ്പോൾ 10-25 വർഷമായിട്ട് വേറെ സ്ട്രഗിളല്ലേ. അപ്പോൾ ഈ സാധനം വിട്ടു ഇത് നമ്മൾ റെഗുലർലി പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ ഹിന്ദി സൗണ്ടുകളൊക്കെ ഞാൻ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം പറയുന്നത്. ഇതൊരു 1 വീക്ക് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് പെർഫെക്ഷനിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ ഓഫീസിലൊക്കെ അങ്ങനെ പറയുന്നതുകൊണ്ട് ഈ ഒരു ക്രേസ് അറിയാവുന്നതുണ്ടാവും പറഞ്ഞു ഓക്കെ. പക്ഷേ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കി പോകണം ഈ ബാൻഡ്രയ്ക്ക് പോകണേ. അപ്പോൾ എൻ്റെ വിചാരം എന്താണ്, ജാക്കി ഷറഫ് നേരിട്ട് ഇറങ്ങി വരുന്നു, എന്നെ കെട്ടിപ്പിടിക്കുന്നു, എൻ്റെ കയ്യിൽ നിന്ന് കൊറിയർ മേടിക്കുന്നു, അങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ വിചാരം. പിന്നെ അന്ന് മൊബൈൽ പോലും ഇല്ലാത്ത കാലഘട്ടമായതുകൊണ്ട് ഫോട്ടോനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന പോലുമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഈ കാശ് മുടക്കി ബാൻഡ്രയിൽ പാലി ഹില്ല ഏരിയയിൽ എവിടെയാണ് ഇയാളുടെ വീട്ടു ഡ്രസ്സും തപ്പി പിടിച്ച് പോവാണ്. അങ്ങനെ പോയി അവിടെ ചെന്നപ്പോൾ ഒരു ബംഗ്ലാവ്, അതിൻ്റെ മുമ്പിൽ ഒരു സെക്യൂരിറ്റി ക്യാബിൻ, പുറത്ത് റോഡിൽ. ആ പുറത്തുനിന്ന് തന്നെ ഇവർ ഇത് മേടിച്ച് ഒപ്പിട്ട് തന്ന് പറഞ്ഞു വിട്ടു. അത് പിന്നെ പുറത്താരും പറയാൻ പോയില്ല ഈ ചമ്മൽ. കാരണം മറ്റേതിങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ട് പോകുമായിരുന്നു. വരുന്നു, കെട്ടിപ്പിടിക്കുന്നു, എന്നെ അങ്ങനെ ഉമ്മ വയ്ക്കുന്നു, ഷെയ്ഖാൻ്റെ അന്ന് എൻ്റെ നിന്ന് കൊറിയർ മേടിക്കുന്നു. അവരവിടെ ഉണ്ടോയെന്ന് പോലും നമുക്കറിയില്ല. കാരണം അന്ന് നമ്മുടെ ബുദ്ധി ലെവൽ ഇല്ല, അത്രയൊന്നും ഐക്യു ലെവൽ നമുക്ക് നമ്മളതൊന്നും ചിന്തിക്കുന്നില്ല. അപ്പോൾ അതിനുശേഷം പിന്നെ അങ്ങനെ വേറെ ലെറ്റർ വന്നാലും നമ്മളിങ്ങനെ മാറ്റിയിടും. കാരണം പിന്നെ ഈ പരിപാടിക്ക് പോയിട്ട് കല്ല അവരൊന്നും ആ ഏരിയയിൽ പോയിട്ടുണ്ടാവില്ല. നമുക്കറിയാം കൊറിയറുകൾ വരും, പക്ഷേ അവർ പോയിട്ട് ഇല്ല. മെഡിക്കൽ റെപ്പിൻ്റെ ജോലി കിട്ടുന്ന ഭയങ്കര കോമഡി കഥ. അതായത് ഞാൻ ഈ പറഞ്ഞ എൻ്റെ ഏറ്റവും അടുത്ത ബ്രദേഴ്സിനെ പോലെയുള്ള ആളാണ് സന്ദീപ് സന്തോഷ്. അതിൽ സന്ദീപ് ബയോകെം എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ മെഡിക്കൽ റെപ്പാണ്. അപ്പോൾ അവൻ ബി.ഫാം പഠിച്ചതാണ്. ഒരാൾ മെഡിക്കൽ റെപ്പാവണമെങ്കിൽ അറ്റ്ലീസ്റ്റ് സയൻസ് ഗ്രൂപ്പിലെങ്കിലും പഠിക്കണം, അല്ലെങ്കിൽ ബി.ഫാം പഠിക്കണം, ഡി.ഫാം പഠിക്കണം. ഡി.ഫാമിൻ്റെ ഇതുണ്ടെങ്കിൽ നമുക്ക് മെഡിക്കൽ ഷോപ്പൊക്കെ നടത്താം. എനിക്ക് എന്ത് ഡി.ഫാം ഇത്. അപ്പോൾ ഇവരെന്നോട് ചോദിക്കുകയാണ്, നിന്നെ ഞാൻ സന്ദീപ് പറയണം, നിന്നെ ഞാൻ ഒരു കമ്പനി ഉണ്ട്, ആ കമ്പനിയുടെ മാനേജറുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അയാളുടെ പേര് തിവാരി എന്ന് പറഞ്ഞൊരു UP-കാരനെ കണ്ടാണ്. അപ്പോൾ ഈ
തിവാരിയോട് ഞാൻ പറഞ്ഞപ്പോൾ നല്ല അച്ചാലെടുക്കാത്ത ലേക്കാവെന്ന് പറഞ്ഞു എന്ന് പറയുന്നത് നല്ല പയ്യനാണെങ്കിൽ കൊണ്ടുവരുമോ, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നീ സയൻസാണ് ഡിഗ്രി എന്നാണ് നിൻ്റെ പറഞ്ഞിരിക്കുന്നത്, സർട്ടിഫിക്കറ്റ് ഒന്നും ചോദിക്കില്ല, പക്ഷേ ഇൻ്റർവ്യൂ എടുക്കും നിൻ്റെ. അപ്പോൾ ഇൻ്റർവ്യൂവിന് കയറണം. അപ്പോൾ ഇൻ്റർവ്യൂവിന് കയറ്റി വിട്ടിട്ട് ഇവർ പുറത്ത് നിൽക്കണം. അപ്പോൾ ഇൻ്റർവ്യൂവിന് കയറണമെങ്കിൽ എനിക്ക് പാൻറ് ഇൻ ചെയ്യാൻ ഭയങ്കര അപകർഷതാബോധമുള്ള ഒരാളാണ്. എന്തോ ഒരു അപ്പോൾ എന്നെ മെലിഞ്ഞിരിഞ്ഞുകൊണ്ടും എനിക്ക് പാൻറ്റൊന്നും സൂട്ടാവില്ല. അങ്ങനെയൊക്കെ ഒരു കോംപ്ലക്സുകളാണ്, ആവശ്യമില്ലാത്ത ചിന്തകളാണ്. ഭയങ്കര കറുത്ത നിറണ ആളുകൾ എന്നെ നോക്കുന്നത്, അങ്ങനെയൊക്കെയുള്ളൊരു കോംപ്ലക്സ് എന്തോ അങ്ങനെ ചെറുപ്പം മുതൽ മനസ്സിലുണ്ടായിരുന്നതാണോ. പിന്നെ ഇവരാണിത് മാറ്റുന്നു പറഞ്ഞത്. ഇവരെന്നെ പാൻറ് ഇൻ ചെയ്യിച്ചിട്ട് ടൈ കെട്ടിക്കുകയാണ്. അപ്പോൾ ടൈ ഓൾറെഡി ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് എൻ്റെ കഴുത്തിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്യണം. ഷർട്ടൊക്കെ വെച്ചിട്ട് എന്നെ ഇൻ്റർവ്യൂവിനകത്ത് കയറ്റി വിടുകയാണ്. തിവാരി അകത്തിരിക്കുക, വേറെ 2 പേരും കൂടി ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ തിവാരി എന്നോട് എൻ്റെ ഓർമ്മ അനുസരിച്ച് ആർ യു ഗ്രാജുവേറ്റ് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അറിയാവുന്ന നോ എന്ന് പറഞ്ഞു. ഇവർ എസ് എന്ന് പറയാൻ എന്നോട് പറഞ്ഞത് നോ. അപ്പം എന്നിട്ട് ഞാൻ പുള്ളിയോട് ചോദിച്ചു, സാർ ആർ യു ഗ്രാജുവേറ്റ് എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു നോ എന്ന്. പിന്നീടൊരു കോമഡി സീനായി മാറി. പിന്നെ എൻ്റെ നെക്സ്റ്റ് കട്ട് എന്താണെന്നറിയോ, ഈ അകത്തേക്ക് പോയാൽ ഞാൻ പുറത്തേക്ക് വരുന്നത് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവിൻ്റെ ഒരു ബാഗ് ഉണ്ട് ലെതറിൻ്റെ, ആ ബാഗുമായിട്ടാണ്. അപ്പോൾ ഇവന്മാർ തലയൊക്കെ വെച്ച് ഇൻ്റർവ്യൂ പൊളിയെന്ന് വിചാരിച്ചിരുന്ന ഇവരുടെ മുമ്പിലേക്ക് ഞാൻ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവിൻ്റെ ബാഗുമായിട്ട് വരുന്നു. കാരണം ഞങ്ങൾ കുറേ നേരം അകത്ത് സംസാരിച്ച് ഞാൻ പറയും, അയാൾ എന്നോട് എന്തൊക്കെയോ ചോദിച്ചു, ഫുഡോ യാത്ര, ഞാനത് എന്തൊക്കെയോ പറഞ്ഞു. പുള്ളിക്ക് ഭയങ്കര ഇമ്പ്രസ്ഡായി. അങ്ങനെ എനിക്ക് ജോലി എടുത്തു തരികയാണ്. അപ്പോൾ മറ്റ് തിവാരി എന്നിട്ട് പുള്ളിയോട് പറഞ്ഞിട്ടുണ്ട്, ആൾ കൊള്ളാം, അവൻ വാചകം അടിച്ചവൻ ഡോക്ടർമാരെ വീഴ്ത്തിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഡ്യൂട്ടി ആരംഭിക്കുകയാണ്. പിന്നെ നമുക്ക് ട്രെയിനിങ് തന്നു. ബറോഡയിൽ വെച്ചിട്ട് ഒരു 2 വീക്സ് ട്രെയിനിങ് ഉണ്ടായിരുന്നു. എങ്ങനെ ബിഹേവ് ചെയ്യണം, നമ്മുടെ കയ്യിലുള്ള പ്രോഡക്റ്റ്സ് എന്തൊക്കെയാണ്, ഈ കമ്പനിയുടെ ഈ പ്രോഡക്ട്സിലെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, എങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാമെന്ന് നമുക്കൊരു വിഷ്വലൈറ്റ് ഉണ്ട്. അത് വിഷ്വലൈറ്റ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ചെയ്ത് ഡോക്ടർക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് അന്നത്തേത്. ഇപ്പോൾ ആ സിസ്റ്റമൊക്കെ മാറിയെന്നു. അങ്ങനെ ഞാൻ പിന്നെ ടൈ ഒക്കെ കിട്ടി. അപ്പോൾ അന്ന് വരെ എനിക്ക് കിട്ടിയതിലേക്ക് വെച്ച് ഏറ്റവും ഉയർന്ന ഉദ്യോഗമാണ്. ടൈ ഒക്കെ കിട്ടി പാൻറ്റൊക്കെ എനിക്ക് ജോലിക്ക് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു ബാഗായിട്ട് ഞാനെന്തൊരു വലിയ ഉദ്യോഗസ്ഥനായി മാറിയല്ലോ എനിക്ക് തോന്നുന്നു. മറ്റേതെന്ന് പറഞ്ഞാൽ ലോറിയിൽ പോകുന്നു. ഞാൻ ഹോട്ടലിൽ ജോലി ചെയ്തിട്ടുണ്ട്. അംബാസഡറിൻ്റെ ഒരു ഔട്ട്ലെറ്റ്സ് ഉണ്ട്, അതിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഹോട്ടൽ വെയിറ്ററായിട്ട് ജോലി ചെയ്തു, കൊറിയർ ബോയ് ആയിട്ട് ജോലി ചെയ്തു, ലോറിയിൽ ക്ലീനറായിട്ട് പോയി. പക്ഷേ അതൊന്നുമല്ല, ഇത് വേറെ ലെവൽ ജോലി. ഒരു പത്രത്തിൽ ജോലി ചെയ്തു. ഈ പേയ്മെൻറ്റ് കളക്ഷനായിരുന്നു ഒരു ജോലി. ദോപ്പഹർ എന്ന് പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഇറങ്ങുന്ന പേപ്പറാണ്. മിഡ് ഡേ ദോപ്പഹർ എന്ന് പറഞ്ഞ 2 പേപ്പറുകൾ ഇറങ്ങായിരുന്നു. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് ഈ ജോബിൽ വന്നപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഭയങ്കര പ്രൗഡ്, ഞാനെന്തോ ഭയങ്കര സംതിങ് എന്നുള്ളതിൽ. അപ്പോൾ ഈ സന്ദീപൊക്കെ മെഡിക്കൽ റെപ്പാണ്. ഞാൻ 1 വർഷം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഏരിയ സെയിൽസ് മാനേജറായി ആ കമ്പനിയിൽ. പക്ഷേ ബയോക്കം അവരുടെ വലിയ കമ്പനി, അവർക്ക് ഉയർന്ന ശമ്പളമാണ്. നമ്മൾ താരതമ്യേന ഐ ഡ്രോപ്സ് മാത്രം വിൽക്കുന്ന കമ്പനിയായിരുന്നു. ആൻഡ്രേ ലബോറട്ടറീസ് എന്ന് പറഞ്ഞിട്ട് ബറോഡ മക്കാർപുരയിലുള്ള. അപ്പോൾ ഏരിയ സെയിൽസ് മാനേജറാവുന്നു ഞാൻ അവിടെ. എന്ന് വെച്ചാൽ ഞാൻ അത്ര സെയിൽസ് കൊണ്ടുവരിക. അപ്പം അന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ബോംബെയിലൊക്കെ ഈ ധാരാവി എന്നൊക്കെ പല ചേരികളിലുമുള്ള ഈ ഡോക്ടേഴ്സെല്ലാം പലതും ക്വാളിഫൈഡ് അല്ല. അവരൊക്കെ തട്ടിപ്പ് ഡോക്ടർമാരാണ്. പക്ഷേ ഇവർക്ക് വെച്ചാൽ മിനിമം മെഡിസിൻസിനെ കുറിച്ച് ഇവർക്കൊരു ഐഡിയ ഉണ്ടാവും. വലിയ രീതിയിലുള്ള പരിപാടികൾക്ക് അവർ പോകില്ല. അവർക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നു കഴിഞ്ഞാൽ അവർ ഹോസ്പിറ്റലിലേക്ക് വിടും. പക്ഷേ സാധാരണ ഈ ചേരിയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് സ്ഥിരമുണ്ടാവുന്ന കുറേ വയറിളക്കം, തലവേദന, പനി, ഇത് ഇവന്മാർക്ക് ഈ കമ്പനിക്കാർ നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കും. ഇത് വന്ന് ഇന്നത് കൊടുക്കുക, ഇത് വന്ന് ഇന്ന് കൊടുക്കുക, ഇത് വന്ന് ഇന്ന് കൊടുക്കാം. പക്ഷേ ഇത് സ്ഥിരം രോഗികളായിരിക്കും ഇവരുടെ. എന്ന് വെച്ചാൽ ഇന്ന് പോകുന്ന 3 ദിവസം കഴിയുമ്പോൾ വീണ്ടും വരും. അപ്പോൾ ഇതൊരു റെഗുലർ പ്രാക്ടീസാണ്. അപ്പോൾ ഇവന്മാർ എല്ലാ മരുന്നുകളും എഴുതും, കമ്മീഷൻ വാങ്ങിക്കും, ഗിഫ്റ്റുകൾ വാങ്ങിക്കും. ഇതൊക്കെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുമായിട്ടുള്ള പരിപാടി. നല്ല ഡോക്ടർമാരെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ പുള്ളിക്ക് അറിയാം, അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ളത്. അപ്പോൾ പക്ഷെ അത് ഈ അത്രയും ചേരികളാണെന്ന്, ചേരികളിൽ അത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് കാരണം അവർ ഡോക്ടർക്ക് കൊടുക്കുന്ന 5 രൂപ 10 രൂപയ്ക്ക് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ആ 10 രൂപ മേടിച്ച് വെച്ചിട്ട് വേണം പിന്നെ ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തത്. അപ്പോൾ ഇവനും അതിനേക്കാളും വലിയ തട്ടിപ്പറിക്കും. ഞാൻ ഈ പാൻറ് ഇൻ ചെയ്ത് വന്നേക്കുന്ന പോലെയാണ് ഈ ഡോക്ടറും. അവനൊരു സ്റ്റെതസ്കോപ്പും കഴുത്തിലിട്ടിട്ട് വന്നിരിക്കുകയാണ്. ചില സമയങ്ങളിൽ ഇവന്മാരോട് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവനേക്കാളുള്ള വിവരം എനിക്കുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇന്ന മരുന്ന് ഇതിന് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് എനിക്ക്. അപ്പോൾ അങ്ങനെ നമ്മുടെ മൈൻഡിൽ അന്ന് കയറിയതാണ് കുറേ കാര്യങ്ങൾക്ക് കോമൺ മെഡിസിൻസ് എന്തൊക്കെ ഉപയോഗിക്കാം എന്നുള്ളൊരു സാധനം നമുക്കന്ന് കിട്ടി. അത് പിന്നീട് നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും പലരും കെമിക്കൽ പല ടാബ്ലറ്റ്സ് എന്ന് പറയുമ്പോൾ അതിന് ആ അസുഖത്തിന് അത് കഴിക്കാൻ പാടില്ലല്ലോ, അല്ലെങ്കിൽ ഇതിന്നത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളെ കുറിച്ചിട്ട് നമുക്കൊരു ധാരണ കിട്ടി. ഇതെല്ലാം കളഞ്ഞിട്ടാണ് നാട്ടിൽ വന്നിരിക്കുന്നത്. അതെ, ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞത് ഇപ്പോൾ 2000 നമ്മൾ നിൽക്കുന്നത് ഈ തിരുവനന്തപുരത്ത് ലോഡ്ജിൽ.
അങ്ങനെ ഇവിടുത്തെ കറക്കം മടുത്തു. ഞാൻ കയ്യിലെ പൈസ മുഴുവൻ തീർന്നു. 35,000 സോമന് എന്ന് വെച്ചാൽ അന്ന് വൈഫും കുട്ടിയുണ്ട് അവിടെ. അവൻ്റെ കല്യാണം കഴിഞ്ഞിരുന്നു. അവൻ പ്രേമവിവാഹമായിരുന്നു. അപ്പോൾ അവരും കിടന്ന് വിളിക്കാൻ തുടങ്ങി. അവർക്കും ആരുമില്ല, എന്താ എവിടെ പോയി കിടക്കുക എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ മടുത്തു. സിനിമ നമുക്ക് പറ്റിയ പരിപാടിയല്ല. അങ്ങനെ തിരിച്ചു പോയി ബോംബെക്ക്. തിരിച്ച് വീണ്ടും പോയി. അവിടെ ചെന്നിറങ്ങി ആദ്യത്തെ ഒരാഴ്ചക്ക് ഒരു നാണക്കേടും ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഞങ്ങളെപ്പോൾ പോയി സിനിമയിൽ അഭിനയിക്കുന്നു പറഞ്ഞാണല്ലോ അങ്ങോട്ട് പോകുന്നത്. വീണ്ടും പഴയ റൂട്ടീൻ. അപ്പോൾ അതോടൊരു ജോലി വിട്ടു. പിന്നെ ഈ ഫുള്ളി ഡബ്ബിങ്, ഇങ്ങനത്തെ കലാപരിപാടികൾ, ആഡ്, പിന്നെ ഈ ആഡ് ഫിലിംസിൽ ഡബ്ബിങ്ങിനൊപ്പം തന്നെ വേറെ ആൾക്കാർ ഡബ്ബ് ചെയ്യുമ്പോൾ സൂപ്പർവൈസ് ചെയ്യുക, മലയാളം ലാംഗ്വേജ് പാട്ട് പാടുമ്പോൾ സൂപ്പർവൈസ് ചെയ്യുക, ഷൂട്ടിങ്ങിന് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് പോവുക. ഈ അവിടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാഷയിൽ എല്ലാ ഭാഷയിലും ഒരുമിച്ച് ഷൂട്ട് ചെയ്യുക ഒരു ആഡ്. അപ്പം നമ്മുടെ ഭാഷ വരുമ്പോൾ നമ്മൾ അസിസ്റ്റൻ്റായിട്ട് നിൽക്കണം. അതായത് കാരണം ഹിന്ദി ആർട്ടിസ്റ്റുകളെ അഭിനയിക്കണം, അവരുടെ ലിപ്പ് പറഞ്ഞെടുത്തിട്ട് നമ്മൾ പിന്നെ ഡബ്ബ് ചെയ്യുക. മനസ്സിലായി. അപ്പോൾ അങ്ങനെ നമുക്കൊരു അഡ്വർടൈസിങ് ബാക്ക്ഗ്രൗണ്ട് കിട്ടുകയാണ് എനിക്ക്. അതായത് എന്താണ് കോപ്പി എഴുതുന്നത്, എങ്ങനെയാണ് ആഡ് ഷൂട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഡബ്ബ് ചെയ്യുന്നത്, പോസ്റ്റ് പ്രൊഡക്ഷൻ. അപ്പോൾ അതും മൈൻഡിലേക്ക് കയറുകയാണ്. ആഡ് എന്നുള്ളൊരു സാധനം നമുക്ക് അവിടെ വെച്ചിട്ട് കിട്ടുകയാണ്. അതുകൊണ്ടാണ് നാട്ടിൽ വന്നിട്ട് വീണ്ടും തിരിച്ചു പോയിട്ട് പഴയ പോലെ ജോലി ചെയ്യുന്നു. പിന്നെ അടുത്തൊരു താങ്ക്സ് ഗീവൺ വ്യക്തിയുടെ പേരാണ് രാജീവ് നായർ എന്ന് പറഞ്ഞിട്ട്. ഈ രാജീവ് നായർ ഇപ്പോൾ മലയാള സിനിമയിൽ നിങ്ങളറിയും, മനാർക്കലി എന്നൊക്കെ പറഞ്ഞ ഫിലിം പ്രൊഡ്യൂസ് ചെയ്ത രാജീവ് നായരാണ്. ഓർഡിനറി എന്ന് പറഞ്ഞ ഫിലിം പ്രൊഡ്യൂസ് ചെയ്തതാണ്. പിന്നെ ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ ഒരു ഫിലിം വരാൻ പോകുന്നുണ്ട്, കാളിയൻ എന്ന് പറഞ്ഞ് പുള്ളിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പുള്ളി ഒരു പാട്ടൊക്കെ എഴുതുന്ന ആളാണ്, കവിതകൾ എഴുതിയിട്ടുണ്ട്. ഇപ്പം വളരെ ഹിറ്റായിട്ടുള്ള സാഹിബ എന്നുള്ള പാട്ടൊക്കെ രാജീവ് നായർ എഴുതിയതാണ് ഈ അനാർക്കലിയിലെ. ഈ രാജീവ് നായർ അവർ ഷിപ്പിംഗ് സംബന്ധമായിട്ടുള്ള ജോലി, ഈ അണ്ടർ വാട്ടറിൽ ഉള്ള സർവീസുകളില്ലേ, കേബിൾ, അതിൻ്റെ ഒരു ഇത് വന്ന ആളാണ് പുള്ളി. നമ്മളുടെ ഒരു പ്രോഗ്രാം കാണാൻ, മിമിക്രി കാണാൻ വന്നിട്ട്, പുള്ളി കലാസ്വാദകനാണ്. നമ്മൾ സ്റ്റേജിൻ്റെ താഴെ വന്നിട്ട് നമ്മളോട് പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ചോദിക്കുന്നു, നിങ്ങൾ ഭയങ്കര ടാലൻ്റ് ആണല്ലോ, നിങ്ങൾ എന്തുകൊണ്ട് സിനിമയിൽ അഭിനയിക്കുന്നില്ല എന്ന് ചോദിക്കണം. അപ്പം ഞങ്ങളിങ്ങനെ രണ്ടുപേരും കൂടി അങ്ങോട്ടും കൂടെ ലുക്ക് മനസ്സിൽ ഇവിടെ വന്നിട്ടുള്ള സംഭവം നമുക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ അഭിനയിക്കുന്നു, പക്ഷെ നമുക്ക് ആരും പരിചയമില്ല, അതുകൊണ്ട് നമ്മളത് താല്പര്യമില്ല. അപ്പോൾ പുള്ളി പറയാണ്, എൻ്റെ സുഹൃത്താണ് ഡയറക്ടർ ലാൽ ജോസ്, ഞാൻ പറയാം ലാൽ ജോസിനോട് നിങ്ങളെ കുറിച്ചിട്ട് എന്ന് പറയാണ്. അപ്പോൾ ഞങ്ങൾ ഓക്കെ ശരി. അപ്പോൾ നമ്മുടെ മനസ്സിൽ ലഡ്ഡു പൊട്ടിയില്ല, നമുക്ക് മറ്റേ സാധനമാണ്. അതായത് വീണ്ടും നമ്മളെ മിസ്ഗൈഡ് ചെയ്യാൻ ഒരാൾ, അതായത് ദുരവസ്ഥയും ദാരിദ്ര്യാവസ്ഥയും. അപ്പോൾ അന്ന് സംഭാഷണമൊക്കെ പറഞ്ഞ് ലാൽ ജോസിൻ്റെ എന്തോ ഒരു നാട്ടിലത്തെ നമ്പർ എന്തോ തന്നെന്നാണ് ഓർമ്മ, ഈ ലാൻഡ് ലൈനാണ്. അപ്പോൾ നമ്മളെ ഈ മറ്റു സിനിമയിലൊക്കെ കാണുന്ന രാജീവ് പോയ വഴിക്ക് തന്നെ അത് ഷെബറ്റ് ഹോട്ടലിൽ കയറിയാണ്. ഇനി ഞങ്ങൾക്ക് വയ്യ, കാരണം അത്രയും നാണം കിട്ടും. നമ്മളിവിടെ നല്ല മര്യാദയ്ക്ക് നല്ല രീതിയിൽ ജീവിക്കുന്നു, എന്തിനാണ് വെറുതെ. വീണ്ടും രാജീവിനെ കണ്ടുമുട്ടും. അപ്പോൾ രാജീവ് പറഞ്ഞു, നിങ്ങൾ വിളിച്ചില്ലേ ഇതുവരെ? അപ്പോൾ പറഞ്ഞു, അല്ല വിളിച്ചു, കിട്ടിയില്ല നമ്പർ, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചില്ല, അപ്പോൾ ആരും വിളിച്ചില്ല എന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് സംഭവം സംതിങ് സീരിയസ് ആണെന്നുള്ളത്. അപ്പോൾ എൻ്റെ നമ്പർ പോയി, ഒന്നുകൂടെ തരാമെന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ വിളിക്കുന്നു. വിളിച്ചപ്പോൾ ലാൽ ജോസ് പറയുന്നു, രാജീവ് പറഞ്ഞിരുന്നു നിങ്ങൾ എന്തെങ്കിലും നാട്ടിൽ വരുന്ന സമയത്ത് ഒന്ന് വന്ന് കാണൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ സമയത്ത് ബോംബെയിലാണല്ലോ, ഇത് കേൾക്കേണ്ട താമസം. അപ്പോൾ പുള്ളി പിന്നെ ഞങ്ങൾ അങ്ങനെ ഒരു ഇടയ്ക്ക് ഫോൺ വന്ന് സ്ഥാപിച്ചു. അപ്പോൾ ലാൽ ജോസ് കുറച്ച് കാസറ്റുകൾ വേണമെന്ന് പറഞ്ഞു, നമ്മളുടെ ഈ പ്യാസ, കാഗസ് കെ ഫൂൽ എന്നൊക്കെ പറഞ്ഞ് ഗുരുദത്തിൻ്റെ ക്ലാസിക് സിനിമകളുണ്ട്. അപ്പോൾ സോമനുമായിട്ടാണ് പുള്ളി കുറച്ചും കൂടി കണക്റ്റഡായിട്ട് സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞാനും ഒരാളും കൂടി കൂടെ ഉണ്ടെന്നുള്ളൊരു, ഞങ്ങൾ രണ്ടുപേരാണെന്നുള്ളത്. അപ്പോൾ സോമൻ പുള്ളിയായിട്ട് നല്ല സൗഹൃദത്തിലാവുന്നു. അപ്പോൾ ഞാൻ ഈ കാസറ്റുകളൊക്കെ വാങ്ങിക്കുന്നു. അങ്ങനെ ഞങ്ങൾ പുള്ളിനെ കാണാൻ വേണ്ടി നാട്ടിൽ വരുന്നു. സോമൻ്റെ കൂടെ ഞാനും വരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി പോയിട്ട് ലാൽ ജോസ് സാറിൻ്റെ വീട്ടിൽ പോയി കാണുന്നു, ഒറ്റപ്പാലത്ത്. അപ്പോൾ നമ്മൾ അപ്പം തന്നെ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലാൽ ജോസ് സാറ് പക്ഷേ അന്ന് വളരെ ക്ലിയറായിട്ട് നമ്മൾ രണ്ടുപേരെയും മൊത്തത്തിലൊന്ന് അവലോകനം ചെയ്തു, രൂപവും ഭാവവും ഒക്കെ. അപ്പോൾ എനിക്ക് വേണമെന്ന് രണ്ടാം ഭാവം എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞിരിക്കുന്ന സമയമെന്ന് തോന്നുന്നു. പുള്ളി പറഞ്ഞു, ഇങ്ങനെ എൻ്റെ ഇപ്പോൾ ഇറങ്ങിയ സിനിമ പരാജയപ്പെട്ടിരിക്കുകയാണ്, മറ്റേ ഇനി അടുത്ത സിനിമ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, കുറച്ച് പേര് അഡ്വാൻസ് തന്നിട്ടുണ്ട്, അപ്പോൾ അടുത്ത സിനിമ എപ്പോഴെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അവസരം ഞാൻ തരാം. പക്ഷേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു കേട്ടപ്പോൾ നമ്മളുടെ മൊത്തം കാര്യങ്ങൾ ചോദിച്ചു. അത് പറഞ്ഞു, നിങ്ങളിപ്പോൾ ബോംബെയിൽ നല്ല നിലയ്ക്ക് ജോലിയും ശമ്പളമൊക്കെ ആയിട്ട് ജീവിക്കുകയാണ്, ഇപ്പോൾ സിനിമ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പൈസ കിട്ടിക്കൊള്ളണമെന്നില്ല. പിന്നെ ഇപ്പോൾ എൻ്റെ ഒരു പടത്തിൽ അവസരം കിട്ടിയെന്ന് വെച്ച് അടുത്തൊരു പടത്തിൽ അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല. പിന്നെ നിങ്ങളെ പിടിച്ചിട്ട് എനിക്ക് ഇപ്പോൾ വലിയ റോളുകളൊന്നും തരാനും പറ്റില്ല, കാരണം നിങ്ങൾ എന്ത് ചെയ്യുന്ന പോലും എനിക്കറിയില്ല. അപ്പോൾ ഒരു പാർട്ട് ഓഫ് ദ ഫിലിം ആവാം, അത്രേ ഉള്ളൂ. ആ ഒരു ഇത് ഞാൻ ചെയ്യാം.
എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അതാണ് അതിൻ്റെ കൃത്യമായ എന്ന് വെച്ചാൽ ഒരു ഫോൾസ് പ്രോമിസോ ഹോപ്പോ അല്ലെങ്കിൽ നിങ്ങൾ സിനിമയിൽ അടിച്ചു കയറുന്നു അങ്ങനെ ഒന്നും പറഞ്ഞില്ല. ഇത് അങ്ങനെ വളരെ ജെന്യൂനായിട്ട് കൃത്യമായ കാര്യമാണ് പറഞ്ഞത്. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ മനസ്സിൽ ഭയങ്കരമായ ആഗ്രഹം ഇങ്ങനെ തിളച്ചു മറിയുകയാണല്ലോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ചു പോയി. പിന്നെയും കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് 2001 അവസാനമാണ് നമ്മൾ മനോരമ പേപ്പറിൻ്റെ ബാക്കിലൊരു ഇത് കാണുന്നത്. ഇങ്ങനെ മീശ മാധവനും പറഞ്ഞ് ലാൽ ജോസിൻ്റെ പുതിയ ചിത്രം മാർച്ചിൽ ഷൂട്ടിംഗ് ആരംഭിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വീണ്ടും വിളിക്കുന്നു. അപ്പോൾ പുള്ളി നിങ്ങൾ വേറെ വിട്ടിട്ടില്ല അല്ലേ എന്ന് ചോദിച്ചു ഈ സംഭവം. അപ്പോൾ ഇല്ല വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വരും, ആ സമയത്ത് ഫെബ്രുവരി മാർച്ചിലാണ് ഷൂട്ടിങ്, അപ്പോൾ അതിനുവേണ്ടി പൈസയൊക്കെ മുടക്കി വന്നോന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ വരാൻ തയ്യാറായിരുന്നു. അങ്ങനെയാണ് വരുന്നത്. വന്ന് നമ്മളെ ഡയറക്ടർ മറ്റേ ഈ എല്ലാം രഞ്ജൻ പ്രമോദ് റൈറ്റർക്കും പ്രൊഡ്യൂസർക്കൊക്കെ പരിചയപ്പെടുത്തുന്നു. അപ്പോൾ നമ്മളിതിൽ എന്താണ് ചെയ്യുന്നത്, നമ്മളിതിൽ എന്ത് റോളാണ് അഭിനയിക്കുന്നത് ഒന്നും അറിയില്ല. അപ്പോൾ ഇവരുടെ മുമ്പിൽ വെച്ചിട്ട് ലാൽ ജോസ് പറയുകയാണ്, അതുപോലെ ബോംബെയിൽ നിന്ന് വന്ന എൻ്റെ സുഹൃത്തുക്കളാണ്, ഇതിലാണ് ദിലീപിൻ്റെ കൂട്ടുകാരായിട്ടുള്ള വേഷം ചെയ്യുന്ന ഇവരാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് നമുക്ക് ദിലീപിൻ്റെ കൂട്ടുകാരായിട്ടാണ് ഞങ്ങൾ വേഷം ചെയ്യുന്നത്. അപ്പോൾ മനസ്സിൽ മോനെ ലഡ്ഡു പൊട്ടി അപ്പോൾ ഉണ്ട് അവിടെ. അപ്പോൾ പിന്നെ ലൊക്കേഷനിൽ ചെല്ലുന്നത് ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ മറ്റേ ജഗതി ചേട്ടനെ കണി കാണിക്കുന്ന സീൻ അതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പറയുമ്പോൾ ഞാൻ ചില ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, മലയാള സിനിമയിലേക്ക് ഫസ്റ്റ് പടത്തിൽ കണി കാണിച്ചുകൊണ്ടാണ് ഞാൻ വന്നത് എന്ന് പറയും. അപ്പോൾ ആ കണി കാണിക്കൽ സീന്, പിന്നെ അതിന് മുമ്പ് അവിടെ എനിക്ക് ആദ്യമായിട്ട് ഡയലോഗ് കിട്ടുകയാണ്. കൃഷ്ണൻ്റെ വേഷത്തിൽ വന്നപ്പോൾ ഇവനെ പട്ടി ഓടിച്ചിട്ടു എന്ന് മറ്റേ ഹരിശേഷോകനെ കഴിക്കാൻ ഓടിച്ചിട്ടു എന്ന് പറയുന്നൊരു ഡയലോഗുണ്ട്. അതാണ് സിനിമയിലായത്തെ ഡയലോഗ്. അത് ഞാൻ എൻ്റെ ശബ്ദത്തിൽ തന്നെ ഡബ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് തുടക്കം. പിന്നെ ആ സിനിമയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ സീക്വൻസസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് സിനിമയിലേക്ക് എത്തിയത്. അപ്പോൾ ഒരു സൗണ്ട് ജേർണിയും കൂടി നമ്മുടെ ഇതിൻ്റെ ഒപ്പം ഉണ്ട്. ഞാൻ ഈ ഒത്തിരി ആളുകൾക്ക് ഡബ് ചെയ്തത്, ഇപ്പോൾ സൈജു കുറുപ്പിന് വേണ്ടി കുറച്ച് പടങ്ങൾ ഡബ് ചെയ്തു. ഹലോ ചോക്ലേറ്റൊക്കെ ഞാൻ ഡബ് ചെയ്തത്. നരന് വേണ്ടി ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ആദ്യ കാലത്ത് 3 പടങ്ങൾ ഞാൻ ഡബ് ചെയ്തത്. പിന്നെ ഈ മകരൻ ദേശ്പാണ്ഡെ അയാൾ മലയാളത്തിൽ അഭിനയിച്ച എല്ലാ പടവും ആമേനുൾപ്പെടെ ഞാൻ ഡബ് ചെയ്തത്, പോത്തച്ചൻ ആ ക്യാരക്ടേഴ്സ് എല്ലാം. പിന്നെ നമ്മുടെ വിനീത് കുമാറില്ലേ, ഡാൻസർ വിനീത് കുമാർ, അവന് വേണ്ടി ഫ്ലാഷ് എന്ന് പറഞ്ഞ ലാലേട്ടൻ പടത്തിൽ, നിഷാന്ത് സാഗറിന് വേണ്ടി പടങ്ങളിലൊക്കെ ഞാൻ ഡബ് ചെയ്തിട്ട് ടോൺ മാറ്റും. അതിലൊരു ഭയങ്കര കൗതുകമായ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിസാൻ എന്ന് പറഞ്ഞൊരു പടമുണ്ട് സിബി മലയിൽ സാറിൻ്റെ. അതിൽ നിഷാന്ത് സാഗറും ഞാനും തമ്മിൽ ഡയലോഗുണ്ട്. നിഷാന്തിനും ഞാൻ ഡബ് ചെയ്തിരിക്കുന്നത്, എനിക്ക് ഞാൻ ഡബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിപ്പോൾ ഞാൻ ഒരു ദിവസം സൂര്യ ടി വിയിൽ പെട്ടെന്ന് വീട്ടിലിരുന്ന് ഈ പടം കണ്ടപ്പോൾ ഞാൻ ഞെട്ടി, ഇതും എൻ്റെ ശബ്ദം ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. ടാലൻ്റാണ് അത്. ഞാൻ ഒരു പടത്തിൽ 16-17 പേർക്കൊക്കെ ഡബ് ചെയ്തിട്ടുണ്ട്. വാർ ആൻഡ് ലവ് എന്നൊക്കെ പറഞ്ഞ് വിനയൻ സാറിൻ്റെ പടം. ഹിന്ദിയെ കൂടുതലും, അപ്പോൾ പലതരം ഹിന്ദി ടോണിൽ ഡബ് ചെയ്യും. ഈ കാസ്റ്റിംഗ് ഡയറക്ടർ എവിടെ നിന്നാണ് ട്രാൻസ്ഫോം ആവുന്നത്? ആദ്യം പറഞ്ഞല്ലോ അഡ്വർടൈസിങ് മനസ്സിൽ കയറിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നാട്ടിൽ വന്ന് ആദ്യകാലത്ത് 1-2 സിനിമകളൊക്കെ കഴിഞ്ഞപ്പോൾ റെഗുലറായിട്ട് സിനിമയിലായിരുന്ന സമയത്ത് ഞാൻ കുറേ പേർക്ക് താങ്ക്സ് പറയാനുള്ളത്. ജിസ്മോൻ, നമ്മുടെ സുഹൃത്ത് ജിസ്മോൻ, പ്രവീൺ, അങ്ങനെ 2 പേര് അവരിവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഡബ്ബിങ് ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ അവരെ പരിചയപ്പെടുന്നു. അപ്പോൾ നല്ല സൗഹൃദം. അപ്പോൾ അവർ പറയുന്നു, നീ ഡബ്ബ് ചെയ്തുകൊണ്ടിരുന്നതല്ല, അപ്പോൾ ഇവിടെ ഡബ്ബ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ സീരിയൽസ് ഡബ്ബ് ചെയ്യാൻ വേണ്ടി അന്ന് ഇവിടുത്തെ എറണാകുളത്തെ കുറച്ച് സ്റ്റുഡിയോസിൽ സീരിയൽസും കായംകുളം കൊച്ചുണ്ണി പോലത്തെ സീരിയൽസൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ഡബ്ബ് ചെയ്യാൻ പെട്ടെന്നൊരു സൗഹൃദം രൂപാന്തരപ്പെടുന്നു. അങ്ങനെ സൗഹൃദം രൂപാന്തരപ്പെട്ട് ജിസ്മോന് ഞാൻ നല്ല സുഹൃത്തുക്കളായിരിക്കുന്ന സമയത്താണ് ജിസ്മോൻ ജീവൻ ടി വിയിൽ പ്രോഗ്രാം ഡയറക്ടറൊക്കെയാണ്. ആ സമയത്ത് അവൻ സ്വന്തമായിട്ട് പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവനിങ്ങനെ ഒരു ഡയറക്ഷൻ താല്പര്യമുണ്ടെന്ന് ഞാൻ. അപ്പോൾ അവൻ പറഞ്ഞു ഇങ്ങനെ ആഡ് ഫിലിം ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ബോംബെയിൽ ഞാൻ ആഡിൻ്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിച്ചാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് 2 പേർക്കും ചേർന്ന് ഒരു തുടങ്ങിയാലോ എന്ന് വെച്ചാൽ ഞങ്ങൾ 2 പേരും കൂടി ചേർന്ന് ഒരു ആഡ് ഫിലിം കമ്പനി തുടങ്ങുന്നു. ചെറിയ ചെറിയ പരസ്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ആ കമ്പനി വളരുന്നു. അതിലേക്ക് ഒരു ആദ്യം ചെയ്ത പരസ്യം ഒരു ജ്വല്ലറിയുടെ പരസ്യമാണ്. അപ്പോൾ അത് തൊടുപുഴയുള്ള ഒരു എൻ്റെ ആ ജ്വല്ലറിയിൽ നിന്ന് ഉണ്ടോയെന്നറിയില്ല, ഒരു ചെറിയ പൈസ നമ്മളത് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞൊരു സ്കൂൾ ബാഗിൻ്റെ പരസ്യം ചെയ്യുന്നു. അത് കുറച്ച് ക്ലിക്കാവുന്നു. അന്ന് അതിൽ മ്യൂസിക് ചെയ്ത് ബിജിബാൽ ആണ് ചെയ്തത്, മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ ആ പാട്ട് ഭയങ്കര ഹിറ്റാവുന്നു. അത് കണ്ടിട്ട് ഞങ്ങൾക്ക് വേറെ പരസ്യങ്ങൾ വരുന്നു. അങ്ങനെ ഞങ്ങൾ വളർന്ന് കുറച്ചെത്തി കഴിഞ്ഞപ്പോൾ ഒരാളും കൂടി വന്ന് ജോയിൻ ചെയ്യുന്നു. അതാണ് മിസ്റ്റർ സിജോയ് വർഗീസ്. അപ്പോൾ താങ്ക്സ് ടു സിജോയ് വർഗീസ്. അപ്പോൾ ഞങ്ങൾ 3 പേരും ചേർന്ന് പിന്നെ പരസ്യ കമ്പനി നല്ല രീതിയിൽ വളരുന്നു. കേരളത്തിലെ കേരളത്തിലെ ലീഡിങ് ഒരു പ്രൊഡക്ഷൻ ഹൗസായി മാറുന്നു ആഡ് ഫിലിംസിൽ. പേര് അന്ന് ക്ലാപ്പ് ഫിലിംസ് ആണ്, ക്ലാപ്പ്. അപ്പോൾ പ്രമുഖ ബ്രാൻഡുകളുടെ എല്ലാം
അപ്പോൾ ബ്രാൻഡ്സിൻ്റെ എല്ലാം പരസ്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഒരു മാസം തന്നെ 10-15 പരസ്യങ്ങളുടെ ഷൂട്ട് അങ്ങനെയാവുന്നു. അപ്പോൾ ഈ പരസ്യങ്ങൾ തുടങ്ങിയ സമയത്താണ് എനിക്ക് ഒരു ബോംബെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ. അപ്പോൾ ആ കാലഘട്ടത്തിൽ പരസ്യങ്ങളിൽ അഭിനയിക്കുന്ന മുഴുവൻ ബോംബെ മോഡൽസാണ്. ബോംബെ അല്ലെങ്കിൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ ചെന്നൈ ഈ മോഡൽസാണ്. പിന്നെ അതിന് മാറ്റം വന്നത് ഒരു 2010 കൂടിയിട്ടൊക്കെയാണ്. ആ സമയം വരെ കംപ്ലീറ്റ്ലി അഭിനയിക്കുന്ന മുഴുവൻ മോഡൽസാണ്. ഈ മോഡൽസ് മുഴുവൻ ബോംബെ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ കൂടുതൽ ഹിന്ദി അറിയുള്ളൂ. അപ്പോൾ ഇവരെല്ലാം കൈകാര്യം ചെയ്യുന്ന ഞാനാണ്. അപ്പോൾ ഇവരെ സെലക്ട് ചെയ്യുന്ന ഞാനാണ്. അപ്പോൾ ഞാൻ പല പരസ്യങ്ങളും ശ്രദ്ധിച്ചിട്ട് ഇന്ന ആളെ കാസ്റ്റ് ചെയ്താൽ നന്നായിരിക്കുന്നു. അങ്ങനെ ഞാൻ അറിയാതെ ഈ കാസ്റ്റിങ്ങിലേക്ക് വരികയാണ്. ഞാൻ എൻ്റെ പരസ്യങ്ങൾക്ക് കാസ്റ്റ് ചെയ്ത് തുടങ്ങുന്നു. അങ്ങനെ ഞാൻ ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നു. അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള പരസ്യത്തിലെ ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് പരസ്യത്തിൽ അഭിനയിപ്പിക്കുന്നു. അങ്ങനെ വന്ന് പിന്നെ ഞാൻ ബോംബെ പോയി ഇവരുടെ ഓഡീഷൻ എടുക്കുന്നു. എന്നിട്ട് സെലക്ട് ചെയ്തിട്ട് വരുന്നു. എന്നിട്ട് ഇവിടെ ആഡിൽ അഭിനയിപ്പിക്കുന്നു. അങ്ങനെ ആ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ തട്ടത്തിൻ പറയത്തെന്ന് പറഞ്ഞ ഫിലിം ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ പരസ്യ ചിത്രങ്ങളൊക്കെ കൂടുതലായിട്ട് ക്യാമറ ചെയ്തുകൊണ്ടിരുന്ന ജോമോൻ ടി ജോണാണ്. അപ്പോൾ ജോമോൻ ടി ജോണാണ് വിനീതിനോട് പറയുന്നത് ഇങ്ങനെ ദിനേശിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ദിനേശിന് അറിയാവുന്ന കുറേ ബോംബെ മോഡൽസൊക്കെ ഉണ്ട്. അപ്പോൾ ദിനേശിനോടൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവർ തട്ടത്തിൻ മറയത്തിന് വേണ്ടി ഒരു പുതിയ പെൺകുട്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് മലയാളി കുട്ടി വേണ്ട എന്നുള്ളൊരിതാണ്. അപ്പോഴാണ് വിനീത് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ ചേട്ടാ ഇതുപോലത്തെ ഒരു ഇതെന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് ഞാൻ അതിന് മുമ്പത്തെ പരസ്യത്തിന് വേണ്ടി ഞാൻ ബോംബെയിൽ നിന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവന്നതാണ് ഈ ഇഷ തൽവാർ. അപ്പം ഞാൻ ഇവിടുത്തെ ഒരു 2 പരസ്യങ്ങളിൽ അവളെ അഭിനയിപ്പിച്ചു. അപ്പം ഞാൻ ഇവളുടെ കാര്യം പറയുന്നു. ഈഷേനെ ഞങ്ങൾ വരുത്തിക്കുന്നു, ഓഡീഷൻ നടത്തുന്നു. അങ്ങനെ ഈഷ തൽവാർ സൂട്ടബിളാണെന്ന് മനസ്സിലാവുന്നു. അപ്പോൾ ആ ഒരു സാധനം വിനീതിൻ്റെ മൈൻഡിലുണ്ട്. അപ്പോൾ ആ തട്ടത്തിമറയത്ത് ഞാനും അഭിനയിച്ചു. ആ പടം കഴിഞ്ഞതിന് ശേഷം വിനീത് പറഞ്ഞു എനിക്ക് ഡിഫറെൻറ്റ് ജോണറിലുള്ള ഒരു പടം ചെയ്യണം, തിര എന്ന് പറയുന്ന ഒരു മൂവി. അപ്പോൾ അനിയനെ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അനിയനും ശോഭന മാമും. ബാക്കി ആരും നമുക്ക് നോൺ ആക്ടേഴ്സ് വേണ്ട, കംപ്ലീറ്റ്ലി നമുക്ക് പുതിയ ആളുകളെ കണ്ടുപിടിക്കണം. അപ്പോൾ ദിനേശ് ചേട്ടന് ഈ കാസ്റ്റിംഗ് പരിചയമുണ്ടല്ലോ, അത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയോട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കേരളത്തിൽ നിന്നല്ല, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പുറത്തുനിന്നാണ്. എനിക്ക് ബോംബെയിൽ നിന്നും ചെന്നൈയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ഒക്കെയാണ് ആളുകൾ വേണ്ടത്. ഞാൻ പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞു. അവർ എനിക്ക് ഭാഷ വശമുള്ളതുകൊണ്ട് എനിക്കിത് ചെയ്ത് പരിചയമുള്ളൂ. അങ്ങനെയാണ് ഫസ്റ്റിലെ കാസ്റ്റിംഗ് ഡയറക്ടർ എന്നൊരു പേര് വീഴുന്നത്. ഞാനിത് ചെയ്യാൻ ആഗ്രഹിച്ചതോ അല്ലെങ്കിൽ വന്നു ചേർന്നതാണ്. വിനീതായിട്ട് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടാണ്. പക്ഷെ ആ ഒരു പരിപാടി സക്സസ് ആയി കഴിഞ്ഞപ്പോൾ കുറേ പേര് എന്നെ പിന്നെ കാസ്റ്റിങ്ങിന് വേണ്ടി വിളിക്കാൻ തുടങ്ങി. ഞാൻ പക്ഷെ അത് പെട്ടെന്ന് ആ പ്രൊഫഷനിൽ നിന്ന് എക്സിറ്റ് ആയി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഈ ആക്ടിങ് കരിയറിനെയും എൻ്റെ ഈ ഡയറക്ഷൻ കരിയറിനെയൊക്കെ അത് ബാധിക്കുമെന്ന് എനിക്ക് തോന്നി. പിന്നെ നമ്മൾ വേറൊരു പ്രൊഫഷനാണത്. അത് ഒത്തിരി സമയം വേണം. നമ്മൾ ആളുകളെ ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിച്ച് പ്രൊഡക്ഷൻ ഹൗസിന് വേണ്ട റിക്വയർമെൻറ്റ്, ഒരു ക്യാരക്ടറിന് 2-3 ഓപ്ഷൻസൊക്കെ കണ്ടുപിടിച്ച് ഇതെല്ലാം ചെയ്യണം. നമ്മുടെ കയ്യിൽ വലിയ ഡേറ്റ വേണം, നമ്മളെ സഹായിക്കാൻ ആൾ വേണം. ഫൈനൽ ഇതിൻ്റെ ഗുണപാഠം എന്ന് വെച്ചാൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം നമുക്ക് അതിന് ഫൈനാൻഷ്യലി ബെനിഫിറ്റും ഇല്ല. അപ്പോൾ എൻ്റെ എത്രയോ മാസങ്ങൾ പോകുന്നു, എനിക്കൊന്നും കിട്ടുന്നുമില്ല. അപ്പോൾ എൻ്റെ അഭിനയിക്കാൻ കിട്ടുന്ന റോളുകളും കൂടി പോകുന്നു. അപ്പോൾ ഞാൻ പിന്നെ ആ പരിപാടിയിൽ നിന്ന് പയ്യെ അങ്ങ് എക്സിറ്റായി. ഞാൻ പറഞ്ഞു അത് പിന്നെ ഒത്തിരി പേര് ഇപ്പോൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. കാരണം അത് ചെയ്യുന്നവർ അത് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഇതെല്ലാം കൂടി നടക്കുന്ന പരിപാടിയല്ല. അപ്പോൾ നമുക്ക് ആഡ് ഫിലിമിൻ്റെ പരിപാടി ഉണ്ട് ഓൾറെഡി, അത് കൂടാതെ അഭിനയം നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ കാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടിയിലേക്ക് വന്നതെന്ന് പറയുന്നത്. വിനീതിൻ്റെ തന്നെ ജേക്കബിൻ്റെ സ്വർഗ്ഗരാജ്യം വരെ ഞാൻ ചെയ്തു. അതിനും പല ആളുകളെയും നമ്മൾ ദുബായ് ഭാഗത്തു നിന്ന് കണ്ടുപിടിച്ച്, മിഡിൽ ഈസ്റ്റിൽ നിന്നൊക്കെ ഒത്തിരി പേര് വലിയ താരങ്ങൾ. ഇപ്പോൾ അശ്വിനൊക്കെ അതിലൂടെയാണ്, ജേക്കബിൻ്റെ സ്വർഗ്ഗരാജ്യത്തിലൂടെയാണല്ലോ വന്നത്. അങ്ങനെ കുറേ പേര് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അല്ലാതെ ഒരുപാട് നല്ല താരങ്ങളെ കൊടുത്തു. ഇതിനകത്ത് ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഈ അധോലോക നായകനായി എന്നുള്ളതാണ് ഏറ്റവും വലിയ സർപ്രൈസ്. അതെങ്ങനെ ഇതാണെങ്കിൽ ട്വിസ്റ്റാണോ? അത് ട്വിസ്റ്റല്ല, അത് ഒരു എന്താ പറയുക, പടത്തിൽ എങ്ങനെ എത്തി? അതാണ് ഞാൻ പറയുന്നത്. അതൊരു നിയോഗം. അത് ഞാൻ എൻ്റെ ഒരു ബോംബെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ പലർക്കും അറിയില്ല. അപ്പോൾ ഈ കാലം മാറി കഥ മാറി എന്ന് പറഞ്ഞ മാതിരി ഇതൊക്കെ മാറി വന്ന് പിന്നെ ഈ ഒരു ബോംബെക്കാരൊക്കെ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി, ഇവിടെ ലൊക്കേഷൻ വരാൻ തുടങ്ങി, ഇവിടെ നിന്ന് ആർട്ടിസ്റ്റുകൾ പോയി അഭിനയം, അങ്ങനെയൊക്കെ ഒരു ചെറിയ രീതിയിലൊരു മിംഗ്ലിങ് വരാൻ തുടങ്ങിയ സമയത്താണ് ഈ ബോംബെ എന്നൊക്കെയുള്ള ചില പരസ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഇവിടെ നാട്ടിൽ വന്ന് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് അവർ വരുമ്പോൾ ആദ്യം അന്വേഷിക്കുന്നത് ഹിന്ദി അറിയാവുന്ന ആരിലും ഉണ്ടോ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആരിലും ഉണ്ടോ, അല്ലെങ്കിൽ ഹിന്ദി അറിയാവുന്ന ഇവിടുത്തെ ആർട്ടിസ്റ്റുകൾ വല്ലതും ഉണ്ടോ, സൗത്ത് ആർട്ടിസ്റ്റുകൾ തന്നെ. അപ്പോൾ ഫസ്റ്റ് എനിക്ക് കോൾ വരും. അപ്പോൾ ഇവിടുത്തെ പ്രൊഡക്ഷൻ ഹൗസുകൾ പലരും വിളിക്കും. അങ്ങനെ ഞാൻ 1-2 ആമറോൺ, ബാറ്ററി അങ്ങനെ കുറച്ച് പരസ്യങ്ങളിൽ അഭിനയിച്ചു. അപ്പോൾ ഇത് എന്ന സമയത്താണ് ഒരു ഫിലിമിൻ്റെ പ്രൊഡക്ഷൻ വരുന്നത്. അത് മദ്രാസ് കഫേ എന്നും പറഞ്ഞ് സുജിത് സർക്കാർ എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. അപ്പോൾ പുള്ളിക്ക് അതിന് മുമ്പിലത്തെ പടം വിക്കി ഡോണർ എന്ന് പറഞ്ഞ പടത്തിൽ നാഷണൽ അവാർഡ് ബെസ്റ്റ് ഡയറക്ടറെ കിട്ടിയതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ രാജീവ് ഗാന്ധി അസാസിനേഷനുമായിട്ട് ബന്ധപ്പെട്ട കഥയാണ് ഈ മദ്രാസ് കഫേ. അപ്പോൾ അതിൻ്റെ കാസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആ ടീം കൊച്ചിയിൽ വരുന്നു. അപ്പോൾ ഇതേപോലത്തെ ഇവിടെ 2-3 പേര് എന്നെ വിളിക്കുന്നു, ഇങ്ങനെ കാസ്റ്റിംഗ് നടക്കുന്നുണ്ട്, ഹിന്ദി അറിയാവുന്നവർ. അപ്പോൾ ഞാൻ ചെല്ലുന്നു.
ചെല്ലുമ്പോൾ തന്നെ ഞാൻ സെലക്ട് ആവുന്നു. കാരണം അവർ നോക്കുമ്പോൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അവർക്ക് വേണ്ട ഒരു ക്യാരക്ടറിൻ്റെ ലുക്കും കിട്ടുന്നു. അങ്ങനെ ഞാൻ കാസ്റ്റ് ആവുന്നു. അങ്ങനെ ആ മദ്രാസ് കഫേക്ക് ശേഷം വേറെ 1-2 പടങ്ങൾ, വെയിറ്റിംഗ് എന്ന് പറഞ്ഞ നസറുദ്ദീൻ ഷാ കൽക്കി കൊൽഷേൻ്റെ ഒരു പടം ചെയ്യുന്നു. പിന്നെ അത് കഴിയുമ്പോൾ ഷെഫ് എന്ന് പറഞ്ഞ മൂവി വരുന്നു. അതിൻ്റെ ബസ് വാങ്ങിച്ച ഞാനാണ്. ആണല്ലേ. അപ്പോൾ ഷെഫ് വന്നപ്പോൾ ഇതേപോലെ തന്നെ ഇവിടുത്തെ വേറെ വലിയൊരു നടൻ ചെയ്യേണ്ട റോളായിരുന്നു അത്. അപ്പോൾ അത് സിങ് സൗണ്ടാണെന്ന് പറഞ്ഞപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ പുള്ളി മാറിയത്. കാരണം അത് ബുദ്ധിമുട്ടാണ്, പുള്ളിക്ക് അത്രയും ഹിന്ദി ഫ്ലുവൻ്റ് ആയിട്ട് സിങ് സൗണ്ടിൽ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ കുറച്ച് ഡേറ്റ് ക്ലാഷും ഉണ്ടായിരുന്നു. അങ്ങനെ എന്നെ അതിൽ ഒരു സീനിൽ ഒരു ഷോപ്പ് കീപ്പറായിട്ട് അഭിനയിക്കാൻ വെച്ചിരുന്നതാണ്. ആ റോള് പിന്നെ ആ ജയൻ ചേർത്തല അവരാണ് ചെയ്തത്. ഇതായിട്ട് ആ ഒരു സീനിലാണ് എന്നെ ഓഡിഷൻ ചെയ്ത് വെച്ചിരുന്നത്. ഒരു ലാസ്റ്റ് മിനിറ്റാണ് എനിക്കൊരു ഫ്ലിപ്പ് വരുന്നത്. അവർ പറയുന്നു മറ്റേ റോള് ചെയ്യാൻ ഇപ്പോൾ ഡയറക്ടർ പറഞ്ഞു പുള്ളി നല്ല ഫ്ലുവൻ്റാണ്, ഹിന്ദി പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ആ റോളിലേക്ക്, അപ്പോൾ എനിക്ക് ഒരു ഭയങ്കര ഒരു അത്ഭുതം പോലെ ഇറങ്ങുന്നത്. സെയ്ഫ് അലി ഖാൻ്റെ ഒപ്പം ഒരു മുഴുനീള വേഷം, ഒരു ജേർണി കംപ്ലീറ്റ് പുള്ളിയുടെ ഒപ്പം, അതും ഫുഡുമായിട്ട് റിലേറ്റഡ് കഥയാണല്ലോ, ഒരു ഫുഡ് ജേർണിയാണ്. അതെ. അങ്ങനെ അതും കൂടി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം ഇപ്പോൾ കുറച്ച് ബോളിവുഡ് പ്രോജക്റ്റുകൾ ചെയ്യാൻ പറ്റുന്നുള്ള അങ്ങനത്തെ ഒരു ഇതിലേക്ക് എത്തുന്നു. അപ്പോൾ തമിഴിലോട്ട് എങ്ങനെ എത്തി? അപ്പോഴും തമിഴിലേക്ക് എത്തിയിട്ടില്ല. ഇല്ല, തമിഴിൽ ഇങ്ങനെ ഇരുന്നിരുന്ന് എനിക്ക് പറഞ്ഞ മാതിരി മലയാളത്തിൽ ഫസ്റ്റ് സംഭവിച്ച പോലെ തന്നെ അന്നും ഇന്നും ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആരുമായിട്ടും പ്രത്യേകിച്ചും ഇല്ല കോണ്ടാക്റ്റോ ഒരു ഗോഡ് ഫാദറോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പ്രത്യേക ഒരു ഗ്രൂപ്പോ അങ്ങനെയൊന്നും സിനിമയിലില്ല. ആർക്കെങ്കിലും നമ്മളോട് പേഴ്സണൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വിളിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു മലയാള സിനിമയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു നടനോ, അല്ലെങ്കിൽ ഭയങ്കര ഡിമാൻഡഡ് ആയിട്ട് നിൽക്കുന്ന ഒരു നടനോ, അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രൈസ് ടാഗിൻ്റെ താഴെ വരുന്ന ഒരു നടനോ അല്ല. പക്ഷെ ഞാൻ കാണുന്നത് താങ്കളൊരു വലിയ ലക്കി ചാമായിട്ടാണ്. തുടരും എന്നുള്ള സിനിമയ്ക്കകത്ത് ഒരു സീനേ ഉള്ളെങ്കിൽ പോലും ആ പടവും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണ്. അതെ, അല്ല അങ്ങനെ അത് ദൈവകൃപ കൊണ്ട് സംഭവിക്കുന്നത്. നമ്മൾ അറിഞ്ഞു പറയാം, നമ്മളോട് ഇഷ്ടം തോന്നുന്ന കുറച്ച് സംവിധായകർ നമ്മളെ വിളിക്കുന്നു എന്നല്ലാതെ ആരും അങ്ങനെ ഇതൊന്നുമില്ല. അപ്പോൾ അതൊരു വേറെ സ്ട്രഗിളാണ്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞ പോയിന്റ് ചെന്നൈയിലേക്ക് ഇതേപോലെ എൻ്റെ ലുക്കാ ചുപ്പി എന്ന് പറഞ്ഞൊരു മൂവിയുണ്ട്. അത് എനിക്ക് വൺ ഓഫ് ദി ഫേവറേറ്റ് മൂവിയാണ് എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളതിൽ വെച്ച്. അതിൽ ബെന്നി എന്ന് പറഞ്ഞൊരു ഓട്ടോ ഡ്രൈവറുടെ കഥാപാത്രം 14 വർഷങ്ങൾക്ക് ശേഷം കോളേജിൽ പഠിച്ച ഫ്രണ്ട്സ് ഗെറ്റ് ടുഗദർ നടത്തുമ്പോൾ എല്ലാവരും വളരെ പൈസക്കാരും ബില്യണേഴ്സും ബിസിനസ് മാഗ്നറ്റൊക്കെ ആകുമ്പോൾ അവർ ഗെറ്റ് ടുഗദർ നടത്തുന്ന ആ ഫാം ഹൗസിലേക്ക് ബീവറേജിൽ നിന്ന് കള്ളും മേടിച്ചുകൊണ്ട് വന്ന ഓട്ടോറിക്ഷക്കാരനാണ് ഞാൻ. അവിടെ വെച്ചിട്ടാണ് ഞാൻ കോളേജിൽ ടോപ്പ് റാങ്കായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ആളാണ്. ആ ആളിന്ന് ഒരു ചേരിയിൽ താമസിക്കാൻ ഓട്ടോറിക്ഷ ഓടിക്കുകയാണെന്ന് അവിടെ വെച്ചിട്ട് ആ കൂട്ടുകാരനെ തിരിച്ചറിഞ്ഞിട്ട് പിടികൂടുകയാണ്. അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് എൻ്റെ ലൈഫ് ചെറുതായിട്ട് ചേഞ്ച് ആവുന്നുണ്ട്. അതാണ് ആ പടം. അപ്പോൾ ആ ക്യാരക്ടർ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതും എനിക്ക് ഒത്തിരി അപ്രീസിയേഷൻ കിട്ടിയതും. അത് ഞാൻ ആദ്യമായിട്ട് സിങ് സൗണ്ടിൽ അഭിനയിച്ച പടം. റസൂൽ പൂക്കുട്ടിയാണ് സിങ് സൗണ്ട് ചെയ്തത്. അതിൽ ജയസൂര്യ, മുരളി ഗോപി, ജോജു ജോർജ്, സൈജു കുറുപ്പ്, ഞങ്ങൾ ഇത്രയും പേരാണ് സുഹൃത്തുക്കളായിട്ട് കോളേജിൽ പഠിച്ചവർ കണ്ടുമുട്ടുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര ഹൃദയസ്പർശിയ പടം. ഈ പടം ഇറങ്ങിയത് പ്രേമം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒപ്പമാണ് ഈ പടം റിലീസ് ചെയ്യുന്നത്. ഡയറക്ടർ ബാഷ് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ദുബായിൽ. പുള്ളി 2-3 ഫിലിംസ് ചെയ്തിട്ടുള്ളൂ, പക്ഷെ നല്ല ഫിലിംസ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ പുള്ളിക്ക് അങ്ങനെ ഒരു പ്രോത്സാഹനം കിട്ടാത്തതുകൊണ്ടാണ് പിന്നെ പുള്ളി അധികം പടങ്ങളിലേക്ക് വരാതിരുന്നത്. അപ്പോൾ താങ്ക്സ് ടു ബാഷ് മുഹമ്മദ് എൻ്റെ ലൈഫിലെ ഏറ്റവും നല്ല ഒരു ക്യാരക്ടർ എനിക്ക് തന്നതിന്. അപ്പോൾ ഈ പടം കണ്ടിട്ടാണ് തമിഴിലൊരു ഡയറക്ടർ എന്നെ വിളിക്കുന്നത്. അജിത്തിൻ്റെ അതല്ല, ഇത് വേറൊരു പടമാണ്. ഇത് ബക്രീദ് എന്നും പറഞ്ഞൊരു മൂവിയാണ്. അപ്പോൾ അത് വിക്രാന്ത് എന്നും പറഞ്ഞൊരു ആക്ടർ. അപ്പോൾ അതിൻ്റെ ആ ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, ഇങ്ങനെ ഞാനിങ്ങനെ പടം കണ്ടു ഓൺലൈനിൽ, അപ്പോൾ ഇങ്ങനെ എൻ്റെ പടത്തിൽ ഒരു റോള് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ ആരും വിളിച്ചിട്ടില്ല തമിഴിൽ നിന്ന് ഇതുവരെ, നമുക്ക് അവിടെ ആരും കോൺടാക്ട് ചെയ്യാനും ഒരു അറിവില്ല. അങ്ങനെ ഞാൻ ആ ബക്രീദ് എന്ന് പറയുന്ന ഫിലിം ചെയ്യുന്നു. അപ്പോൾ ആ ബക്രീദ് എന്ന് പറയുന്ന ഫിലിമിൽ അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന ആളാണ് ഈ അജിത്തിൻ്റെ ഫിലിമിൽ, നെക്സ്റ്റ് ഫിലിമിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു. അപ്പോൾ ആ ഡയറക്ടറോട് ഇദ്ദേഹമാണ് പറയുന്നത്, ഇങ്ങനെ മലയാളത്തിൽ നിന്ന് ഒരു ആക്ടർ വന്ന് അഭിനയിച്ചു, അപ്പോൾ നല്ലൊരു ആക്ടറാണ്. അപ്പോൾ ഈ ഡയറക്ടർ എന്നെ വിളിപ്പിക്കുന്നു, എച്ച് വിനോദ് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ വിജയുടെ ലാസ്റ്റ് പുറത്തിറങ്ങാൻ പോകുന്ന പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ആളാണ്. ഇല്ല, അതിൻ്റെ അതില്ല, ജനനായകൻ. അപ്പോൾ ആ എച്ച് വിനോദ് എന്നെ വിളിപ്പിക്കുന്നു. എന്നിട്ട് അവരവിടെ എൻ്റെ പുള്ളിക്ക് ഒരു ഓഡീഷൻ വേണമെന്ന് പറയുന്നു. ഞാൻ ഓഡീഷൻ കൊടുക്കുന്നു. അങ്ങനെ ഓഡീഷനിൽ പാസ്സായിട്ടാണ് നേർക്കൊണ്ട പാർവൈ എന്ന് പറയുന്ന പടത്തിൽ അഭിനയിക്കുന്നത്. അജിത്തിൻ്റെ പടമാണെങ്കിലും അജിത്തിനെ കാണാൻ പറ്റില്ല, കാരണം എൻ്റെ സീൻ ഒറ്റയ്ക്കുള്ള സീനായിരുന്നു. ആ പുള്ളിയുടെ നെക്സ്റ്റ് പടം വലിമൈ വന്നപ്പോൾ പുള്ളി എന്നെ നല്ലൊരു റോളിലേക്ക് വിളിച്ചു. അജിത്തിൻ്റെ ഒപ്പം
ത്രൂ ഔട്ട് ക്ലൈമാക്സ് വരെയുള്ള റോള് വലിയ നന്നായിട്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ പിന്നെ അങ്ങനെ 2-3 പടങ്ങളെ തമിഴ് വിളിച്ചിട്ടില്ല. ഇപ്പോഴും അങ്ങനെ തമിഴ് വലിയ കോണ്ടാക്റ്റ് ഒന്നുമില്ല. തെലുങ്കും തമിഴും, അതെ, തമിഴും തെലുങ്കും കന്നഡം എല്ലാം അഭിനയിക്കണമെന്നുണ്ട്. അപ്പോൾ അത് മേ ബി സംഭവിക്കും, ഓൺ ദ വേ ആയിരിക്കും ചിലപ്പോൾ. അത് ഞാനിപ്പോൾ എല്ലാത്തിനും വർഷത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അതല്ല. അതെ, ഞാൻ എല്ലാത്തിനെയും പോസിറ്റീവായിട്ടാണ് കാണുന്നത്. എന്ത് വൈകുന്നതിനും ഒരു കാരണം ഉണ്ടാവും എന്നുള്ള രീതിക്കാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ മിസ്സായി പോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ സ്കൂള് മിമിക്രി ഈ പറഞ്ഞ ഇതിലെല്ലാത്തിലും പാരലായിട്ട് അടിയിലൂടെ ഒരു ലെയർ പോകുന്നുണ്ടായിരുന്നു. അതാണ് 2 ലെയറുകൾ പോകുന്നുണ്ടായിരുന്നു. ഒന്ന് ഈ യാത്ര. അപ്പോൾ ഈ 19ാമത്തെ വയസ്സിൽ തുടങ്ങിയ യാത്രകളാണ്. ആ യാത്രകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഈ മലകളുടെ മുകളിലൊക്കെ പോയി നിന്നിട്ട് ഈ പറത്തി വിടുന്ന ഒരു അതെ. അതിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാത്രകൾ പണ്ടും പോകുന്നതാണ്. ഈ യാത്രകൾ പല രീതിയിൽ. ഇപ്പോൾ എൻ്റെ ഈ വീഡിയോസ് കാണുമ്പോൾ കുറേ പേര് എനിക്ക് പറയും, ചേട്ടൻ്റെ യാത്രകൾ കാണുമ്പോൾ കൊതിയാവുന്നു, ഞങ്ങൾക്കും ഇങ്ങനെ പോകണമെന്നുണ്ട്, പക്ഷെ ഞങ്ങളുടെ കയ്യിൽ കാശില്ല, അങ്ങനെയൊക്കെ പറയും. അപ്പം ഞാൻ പറയും, ഞാനിതൊരു ഭയങ്കര ലക്ഷൂറിയസ് ട്രിപ്പല്ല എൻ്റെ ട്രിപ്പൊന്നും. ഞങ്ങൾ ഈ മല കയറാൻ പോകാമെന്ന് പറഞ്ഞാൽ തന്നെ ദുരിതമാണ്. അതായത് 2 മണിക്കൂറും 3 മണിക്കൂറും 4 മണിക്കൂറൊക്കെ ട്രക്കിംഗ് ആണ്. ഒരു ദിവസം ഫുള്ള് പോകും. നമ്മൾ രാവിലെ കയറിയാൽ ഈ മലയുടെ മുകളിലെത്തി പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങുമ്പോഴത്തേക്കും വൈകുന്നേരം ആവും. ഒട്ടും സുഖകരമായ പരിപാടിയല്ല. കയ്യിലും കാലിനൊക്കെ വേദന ഉണ്ടാവും. ആക്സിഡൻറ്റ്സ് പറ്റാതെ നോക്കണം, അപകടങ്ങൾ പറ്റാതെ നോക്കണം. ഇത് ജംഗിൾ ട്രക്കിങ് കടന്ന റെപ്റ്റൈൽസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ മൃഗങ്ങൾ വരാതെ ഇതൊക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷെ ആളുകൾ കാണുന്ന ഇതിൻ്റെ ആ ക്രീം മാത്രം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പോയിന്റിൽ പോയി നിന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ഡ്രോൺ വെച്ചിട്ട് നമ്മൾ പറത്തിയിട്ടൊരു വീഡിയോ എടുക്കും. അപ്പോൾ ഈ വീഡിയോ ഈ 360 വ്യൂവും ഇതെല്ലാം കാണുമ്പോൾ ഗംഭീരം, നമുക്ക് ഇവിടെ പോയി നിൽക്കാം എന്ന് പറയും. പക്ഷെ ആ ഒരു പോയിന്റിലേക്ക് എത്താനുള്ളൊരു യാത്രയെ കുറിച്ചിട്ട് ആരും ചിന്തിക്കുന്നില്ല. നമ്മൾ എൻജോയ് ചെയ്യുന്നത്, ഞാൻ എൻജോയ് ചെയ്യുന്നത് അത് ഇപ്പോൾ കൂടുതലും കണ്ടെത്തുന്നത് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒക്കെ സഹായത്തോടെയാണ്. പിന്നെ ഇതുപോലെ ഓരോ സുഹൃത്തുക്കളായിട്ട് പറയും. ഞാൻ എൻജോയ് ചെയ്യുന്നത് ആ പ്രോസസ്സാണ്. അത് ഞങ്ങളുടെ ആ യാത്ര. ഇപ്പം ഞങ്ങൾ ഒരു 5-6 പേരൊരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിലൊരാളാണ് ഡ്രോൺ പറത്തുന്നത്. അപ്പോൾ താങ്ക്സ് ടു അരുൺ പി ജോസ്, അതായത് ഡ്രോൺ ഓൾഫി എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം നെയിം. ഈ അരുൺ പി ജോസ് ആണ് എന്നെ ഇത്രയും ഈ ഡ്രോൺ മേഖലയിൽ ഈ ഷോട്ടുകളിലൂടെ ഫേമസ് ആക്കിയത്. ഇപ്പോൾ പല സ്ഥലത്തും പോകുമ്പോൾ ഞാൻ കോമഡി ആയിട്ട് പറയും, സാർ അഭിനയിച്ച സിനിമ കണ്ടു എന്ന് പറഞ്ഞേക്കാളും ചിലർ എന്നോട് പറഞ്ഞു, സാർ റീല് കണ്ടുട്ടോ എന്ന് പറയാറുണ്ട്. അപ്പോൾ എനിക്കൊരു ഡിഫറെൻ്റ് മേഖലയായി അവിടെ. അപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ജേണി പ്രൊഫൈലാണ്. കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഇദ്ദേഹത്തിന് പഴഞ്ചൊല്ലുകൾ ഇഷ്ടമാണ്? പഴഞ്ചൊല്ലുകളൊക്കെ ഇഷ്ടമാണ്. കടങ്കഥകളും ഇഷ്ടമാണ്. പക്ഷെ കടങ്കഥകളിൽ ഞാൻ അത്ര ബെസ്റ്റ് അല്ല. എന്നാലും കോൻ ബനേഗ ക്രോർപതി സ്റ്റൈലിലാണ് ഇവിടുത്തെ ചോദ്യങ്ങൾ വരുന്നത്. ചോദ്യങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു വളരെ വിലയേറിയ സമ്മാനം ഉണ്ടെണ്ണ. ഈ കോൻ ബനേഗ ക്രോർപതിയിലെ കണക്ക് വളരെ സീരിയസ് ആയ ചോദ്യങ്ങളാണ്. താങ്കൾക്ക് ഫോൺ എ ഫ്രണ്ട്, 50-50, ലൈഫ് ലൈൻ, എന്തും യൂസ് ചെയ്യാം. കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകൾ അയവിറക്കുമ്പോൾ നമുക്ക് മത്സരബുദ്ധിയിൽ ഓർത്തു വയ്ക്കാൻ പറ്റുന്നതും നമ്മൾ ഓർമ്മിക്കുന്നതുമായ ചില കാര്യങ്ങളുണ്ട്. ഈ മുറ്റത്തെ ചെപ്പിനടപ്പില്ല എന്നൊക്കെ പറയും. ഇത് കഴിഞ്ഞ എപ്പിസോഡിൽ ചോദിച്ചതുകൊണ്ട് താങ്കൾ റെഡിയാണോ ദിനേശ്? യെസ്, ഞാൻ തയ്യാറാണ്. അമിതാഭ് ബച്ചൻ സ്റ്റൈലിൽ എങ്ങനെയായിരുന്നു? തയ്യാറും. ഓക്കെ. കിലുകിലുക്കും കിക്കുലുക്കും ഉത്തരത്തിൽ ചത്തിരിക്കും. ഈ ചോദ്യം ഭയങ്കര ഫേമസ് ആണ്. ഇതിൻ്റെ ഉത്തരം 4 ഓപ്ഷൻ വേണമെങ്കിൽ തരാം. ഇത് താക്കോലാണോ? ആദ്യത്തെ ഒരു ഈസി ചോദ്യം കൊടുത്തു. കടങ്കഥയിൽ ഭയങ്കര വീക്കാണ് ആക്ച്വലി. എന്നാ പിന്നെ നമുക്ക് ഇത് ചെറുപ്പം മുതൽ കേൾക്കുന്നതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാ. എന്നാ ശരി. വെള്ളിക്കിണ്ണത്തിൽ ഞാവൽപ്പഴം പെട്ടില്ലേ? ഇത് പറഞ്ഞ ഉത്തരം. ഇത് മറ്റേ ഐസ്ക്രീമിന്റെ പുറത്ത് ചെറിയ തേഞ്ഞടേ ദിനേശണ്ണൻ തേഞ്ഞ്. അടുത്തത് ഉത്തരം കണ്ണ്. വെള്ളിക്കിണ്ണത്തിൽ ഒരു ചോദ്യം റെഡി. കാളക്കിടക്കും കയറൂടും മത്തങ്ങ. ഉത്തരം ശരിയാണ്. എങ്കിൽ താങ്കൾക്ക് ഇതാ ഒരു സമ്മാനം കഴിക്കുക. എള്ളുണ്ടയാണ് സമ്മാനം. താങ്കളുടെ ഫേവറേറ്റ് എള്ളുണ്ട. അടിപൊളി. അതെ. ഇനി പ്യുവർ എള്ളുണ്ടൊക്കെ കഴിച്ച കാലം പറഞ്ഞു അല്ലേ? അടുത്ത നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ്. അത് രാത്രി 3 മണിക്ക് കിട്ടിയാലും കഴിക്കും. രാത്രി 3 മണിക്ക് കിട്ടിയാലും കഴിക്കുന്ന ഫുഡ് സത്യം പറഞ്ഞാൽ ചോറ് തന്നെയാണോ? ചോറ് തന്നെയാണ്. ജീവിതത്തിൽ ഇമിറ്റേറ്റ് ചെയ്യാൻ
അല്ലെങ്കിൽ രഹസ്യമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്ന ക്യാരക്ടർ പല കാര്യങ്ങളിലും ഒരു ലാലേട്ടന് ഇൻഫ്ലുവൻസ് ഉണ്ട് എനിക്ക്. ഉണ്ട്. ആദ്യത്തെ സെലിബ്രിറ്റി ക്രഷ്, ആദ്യത്തെ സെലിബ്രിറ്റി ക്രഷ് ശരിക്കും എനിക്ക് തോന്നുന്നത് പ്രേം നസീറാണ്. നമ്മൾ ഈ ക്രഷ് എന്നൊക്കെ പറയുമ്പോൾ വേറെ ഉദ്ദേശിച്ചത് പോട്ടെ. നമ്മൾ പിന്നെ അടുത്ത ആ മേഖലയിലേക്ക് എനിക്ക് വലിയ പറയാൻ താല്പര്യപ്പെടുന്നില്ല. നല്ലതാണ്, അങ്ങനെ ഉണ്ടായിരുന്നില്ലെന്നോ. ആഹാ, ശരി. സിനിമയിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വേഷം? എല്ലാ വേഷവും. ഈ റോങ് നമ്പേഴ്സ് വരാറുണ്ടോ? കുറവാണ്. താങ്കൾ ആരെങ്കിലും റോങ് നമ്പർ വിളിച്ചിട്ട് പണി കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്. താങ്കളുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ഡയലോഗ്? അങ്ങനെ ബെസ്റ്റ് ഈസ് യെറ്റ് ടു കം എന്നല്ലേ നമ്മളെപ്പോഴും പറയാം. എന്താണ് നമ്മളുടെ പ്രേക്ഷകർ? അല്ല, ഇപ്പോൾ ഈ താങ്ക് യു മാസം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയുകയാണ്, എനിക്ക് ഇന്ന് വരെ എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ കൗണ്ട് ചെയ്താൽ ഏകദേശം ഒരു 150ഓളം സിനിമകളായിട്ടുണ്ട്. അത് മലയാളം, തമിഴും ഹിന്ദിയും ചേർത്ത്. ഈ 150ഓളം സിനിമകളിൽ എനിക്ക് അവസരം തന്ന അതിൻ്റെ സംവിധായകനും അതിൻ്റെ എഴുത്തുകാരനും അതിൻ്റെ നിർമ്മാതാവിനും അത് ചെയ്യാൻ എന്നെ സഹായിച്ച കോ ആക്ടേഴ്സിനും ആ ക്രൂവിനും എല്ലാം ഞാൻ കടപ്പെട്ടവനാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഈ ഒരു താങ്ക് യു അറിയിക്കുകയാണ്. വൈഫും കുട്ടികളും? അതുണ്ട്. ഞാൻ പറഞ്ഞ അവരുടെ എൻ്റെ ഒരു മകൾ ഇപ്പോൾ +2 പഠിക്കുകയാണ്. ഒരു മകൾ മാത്രമേ ഉള്ളൂ. വൈഫും ഞാനും. അഭിനയ താല്പര്യമുണ്ടോ മകൾ? ഇല്ല, അപ്പോൾ അഭിനയ താല്പര്യമൊന്നും ഇവർ വന്നിട്ടില്ല. അച്ഛനും അമ്മയും എൻ്റെ കൂടെ തന്നെയായിരുന്നു. അവർ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്നെ വിട്ടുപോയി. ഞാൻ പറഞ്ഞ ഈ ജീവിതയാത്രയിൽ ഇപ്പോൾ നാളെ എനിക്ക് ഏതാണ് സിനിമ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് വരാൻ പോകുന്ന അടുത്ത ഒരു ഫോൺ കോളിലായിരിക്കും ചിലപ്പോൾ എനിക്ക് അടുത്തൊരു സിനിമ കിട്ടുക. അപ്പോൾ ഈ മാറിയ കാലഘട്ടത്തിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ സിനിമയിൽ ഒഴിവാക്കപ്പെടാൻ പറ്റാത്ത ഒരു നടൻ അല്ല ഞാൻ എന്നുള്ളത് കൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എന്നെ ആവശ്യമുണ്ടെന്ന് തോന്നുന്ന ഒരു സിനിമയിലേക്ക് എനിക്ക് കോളുള്ളൂ. ഇപ്പം അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കേണ്ട ഒരു കാലഘട്ടമാണ്. പണ്ട് നമുക്കിങ്ങനെ ഇത്രയും ശ്രമിക്കേണ്ടായിരുന്നു. ഇപ്പം നമ്മൾ പലരെയും അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുകയും പലരോടും അവസരങ്ങൾ ചോദിക്കുകയും അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്കിപ്പോൾ സിനിമയിൽ അവസരമുള്ളൂ. അതൊന്നുമല്ല, പലരുടെയും കാര്യം അതാണ്. സിനിമയിൽ പലരും ചിലപ്പോൾ അത് തുറന്ന് പറയുന്നുണ്ടാവില്ല. അടുത്ത കാണാൻ സിനിമ സംവിധാനം ചെയ്യുമോ? സിനിമ സംവിധാനം ചെയ്യണമെന്നൊരു മോഹം മനസ്സിലുണ്ട്. പക്ഷെ അതിന് ഒരു സമയമാകുമ്പോൾ അത് സംഭവിക്കട്ടെ. എല്ലാ കാര്യങ്ങളും നമ്മൾ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത് പോകുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ സംഭവിക്കില്ല. പക്ഷെ ഇത് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ നടന്നതെല്ലാം സംഭവിച്ചതാണ്. ഈ പറഞ്ഞ അജിത്തിൻ്റെ കൂടെ അഭിനയിച്ചതും ഞാൻ ബോളിവുഡ് സിനിമയിൽ അഭിനയിച്ചതും എല്ലാം. കാരണം ഇതിലെല്ലാം താങ്കൾക്കൊരു മാനിഫെസ്റ്റേഷൻ ഇല്ലായിരുന്നു? അങ്ങനെയൊക്കെ ആവണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ മുമ്പ് പറഞ്ഞ പോയിന്റ്. ആ പോയിന്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ല. അതായത് ഞാൻ ഈ അധോലോകത്തെന്ന് പറഞ്ഞൊരു സാധനം എൻ്റെ മനസ്സിലുണ്ടായിരുന്നുകൊണ്ടാവാം അവസാനം ബോളിവുഡിൽ ഞാൻ ഈ ബംബൈ മേരി ജാൻ എന്ന് പറയുന്ന ഒരു സീരീസിൽ അഭിനയിക്കാൻ എന്നെ വിളിക്കുന്നു. ക്യാരക്ടർ എന്നെ വിളിക്കുന്നത് ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഒരു ലൈഫ് സ്റ്റോറിയാണ് അതിൽ പറയുന്നത്. അതിൽ ബോംബെ അണ്ടർവേൾഡിലെ 3 പ്രധാനപ്പെട്ട ഡോൺമാരായിട്ട് കണക്കാക്കപ്പെടുന്ന ഹാജി സുലൈമാനും, പിന്നെ ഈ കരീം ലാല എന്ന് പറയുന്ന പഠാനും, പിന്നെ ഈ ധാരാവി ഭാഗം അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന വരദരാജ മുതലിയാർ എന്ന് പറയുന്ന ഒരു സൗത്ത് ഇന്ത്യനും. അപ്പോൾ അതിൽ ആ വരദരാജ മുതലിയാർ, അണ്ണാരാജ എന്ന് പറയുന്ന കഥാപാത്രം അവതരിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്ക് അങ്ങനെ വന്നു ചേരുകയായിരുന്നു. അതും ഓഡീഷനിലൂടെയാണ് അത് കിട്ടുന്നത്. അത് റിതേഷ് സിദ്വാനിയും ഫർഹാൻ അക്തറും ചേർന്നിട്ടുള്ള എക്സൽ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന പ്രമുഖമായ പ്രൊഡക്ഷൻ ഹൗസ്, ഫർഹാൻ അക്തറിൻ്റെ, അവരാണത് പ്രൊഡ്യൂസ് ചെയ്തത്. ആമസോൺ പ്രൈമിന് വേണ്ടിയിട്ട് അതിപ്പോൾ സ്ട്രീം ചെയ്യുന്നുണ്ടത്, ബംബൈ മേരി ജാൻ. അപ്പോൾ അതിൽ ബോംബെയിലത്തെ ഒരു ഏരിയയുടെ അണ്ടർവേൾഡ് ഡോണായിട്ട് ഞാൻ അഭിനയിച്ചു. അപ്പോൾ അത് ചിലപ്പോൾ ഒരു മാനിഫെസ്റ്റേഷൻ ആയിരിക്കും. അങ്ങനെ ഒരു മോഹം മനസ്സിൽ അന്ന് കയറിയത് അതിങ്ങനെ പൂവണിയതാവാം. അപ്പോൾ റിയൽ ലൈഫിലായില്ലെങ്കിലും റിയൽ ലൈഫിൽ അത് കംപ്ലീറ്റ് ചെയ്തു. സൈൻ ഔട്ട് ചെയ്ത് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ മിമിക്രി കേട്ടു, അനുഭവ കഥകൾ കേട്ടു. ഇദ്ദേഹത്തിലൊരു ഗായകൻ, പ്രത്യേകിച്ചും മറാഠി, ഹിന്ദി, തമിഴ് എന്തൊക്കെ ഭാഷകളായി ഒരു പെട്ടിയെടുത്തുകൊണ്ട് ഇവിടെ നിന്ന് ബോംബെക്ക് ഓടിയെന്നാണ് പറയുന്നത്. ഈ ഭാഷകളിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പഴയ ഹിന്ദി പാട്ടുകളൊക്കെ. അപ്പോൾ നമുക്കൊരു പാട്ട് പാടി അങ്ങ് പോയാലോ? ഓക്കെ, പാട്ട് എൻ്റെ 2 പേര് പാടാം. എനിക്ക് ഈ ബോംബെയിൽ വെച്ച് ഇഷ്ടം തോന്നിയ ഒരു സംഗീതധാരയാണ് ഗസൽസ്. അപ്പം ഞാൻ ഗസൽസിനോട് കൂടുതൽ കണക്റ്റ് ആവുന്ന ഹരിഹരൻജിയുടെ ഗസൽസ് കേട്ടാം. പിന്നെ ഗുലാം അലി സാറിൻ്റെ എല്ലാവരും കേൾക്കുമായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ബോംബെയിൽ എത്തുന്നവർ ഇങ്ങനത്തെ ഒരു സംഗീതശാഖയെക്കുറിച്ച് നമുക്ക് അറിയ പോലും ഇല്ലായിരുന്നു. ഇങ്ങനെ ഒരു ഗസൽ എന്ന് പറഞ്ഞൊരു ധാരയുണ്ടെന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് അങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഒരു ഗസലിൻ്റെ 2 വരികൾ പാടാം. അത് മദിരപാനത്തെക്കുറിച്ചിട്ടാണ് വരികൾ. തുझे कसम है साखिया, तुझे कसम है साखिया, शराब ला शराब दे, शराब ला
शराब दे उठा सुपूत नजर मिला उठा सुपूत नजर मिला शराब ला शराब दे शराब ला शराब दे हर एक ऐसा जाम हो कि जिस पे तेरा नाम हो हर एक ऐसा जाम हो कि जिस पे तेरा नाम हो तू अपने नाम की पिला शराब ला शराब दे शराब ला शराब दे. താങ്ക് യു. എല്ലാം നന്നായി വരട്ടെ. ഈ ഡിസംബർ മാസം ഈ വർഷം ഇവിടെ തീരുന്നില്ല. അടുത്ത വർഷം ഈ പറഞ്ഞ എല്ലാ ഭാഷകളിലെ സിനിമകളിലും അഭിനയിച്ചു എന്ന് പറഞ്ഞായിരിക്കും നമ്മൾ അടുത്ത ഡിസംബറിലെ പോഡ്കാസ്റ്റിൽ ഇരിക്കുന്നത്. നോട്ട് ദ പോയിന്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നന്ദി. അപ്പോൾ നമുക്കൊരു ചെറിയ മധുരം കഴിച്ച് അല്ലേ അവസാനിപ്പിക്കാം. ഷൈൻ വിത്ത് നളലിൽ നമ്മളുടെ സ്വന്തം ഇഞ്ചി മിഠായി. ഓ, ഇതും ഒരു നൊസ്റ്റാൾജിയാണ്. അമ്പലപ്പറമ്പിൽ നാടകവും ഗാനമേളയും മിമിക്രിയും ഒക്കെ കാണാൻ പോകുമ്പോൾ ഇഞ്ചി മിഠായി ലക്ഷറി. അതെ അല്ലേ? അതെ, ഇഞ്ചി മിഠായി, തേങ്ങ മിഠായി ഒക്കെ. ഇതൊരു പ്യുവർ നൊസ്റ്റാൾജിക്കാണ്. കാരണം ഇപ്പോൾ ഇത് അന്വേഷിച്ച് നടന്നാലേ നമുക്ക് കിട്ടുള്ളൂ, കോമൺ ആയിട്ട് അവൈലബിൾ അല്ല. ഇതുപോലുള്ള ചൈൽഡ്ഹുഡ് സ്റ്റോറീസ്, ഇൻഫ്ലുവൻഷ്യൽ ഇൻസ്പിറേഷണൽ സ്റ്റോറീസുമായി ഞങ്ങൾ വീണ്ടും വരും. ഷൈൻ വിത്ത് നളൽ ഇതുപോലുള്ള പ്രതിഭകളുടെ കഥകൾ കേൾക്കാനും അടുത്തറിയാനും അവരെ ഒരുപാട് സ്നേഹിക്കാനും ഒന്ന് ചേർത്ത് പിടിക്കാനും ഒപ്പമുണ്ടാവും. ബൈ.